our Jesus Lives Ministries, distributing living bread to the dying world. Anyway, എബ്രായലേഖനം 11-ാമത്തെ നമ്മൾ നോട്ടുകൊണ്ടിരുന്നത് ഇനി ശകലം നേരത്തേക്ക് വേറൊരു വാക്യം വായിക്കാതെ നമുക്ക് അതിനെ തോന്നരുത്. വേദപുസ്തകത്തിന്റെ ആഴങ്ങളൊന്നും തീരത്തില്ല, ഒന്നും തീരത്തില്ല. അനുഭവത്തിൽ എൻ്റെ അനുഭവ സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം തുടരാൻ എന്നോട് പറഞ്ഞിരുന്നത് കൊണ്ട് അനുഭവ സാക്ഷ്യത്തിൻ്റെ ഒരു ഭാഗം കൂടെ തൊട്ട് ഞാൻ എബ്രായർ 11 തിരിച്ചു. ഇന്ന് രാവിലത്തെ സെക്ഷൻ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ ഈ സഭയുടെ ചുമതല നോക്കുന്ന ആളുകൾ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, അപ്പോസ്തല പ്രവൃത്തികളുടെ കാലം നമ്മൾ വീണ്ടും കാണുകയാണ്. ഞാൻ അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തിയെക്കുറിച്ച് കൂടെ ഒരു വാക്ക് പറയാം. ഈ 4 സുവിശേഷങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവചരിത്രം, യേശു പഠിപ്പിച്ചത്, യേശു ചെയ്തത്, യേശുവിൻ്റെ ജീവചരിത്രമാണ് 4 സുവിശേഷം. അപ്പോസ്തല പ്രവൃത്തികൾ എന്നത് പരിശുദ്ധാത്മാവിൻ്റെ അതുവരെയുള്ള ചരിത്രവും 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രവുമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിന്നില്ല, അത് തുടരുന്നതേ ഉള്ളൂ. യേശുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതം തീർന്നു, നമ്മളെ ചുമതലയേൽപ്പിച്ചിട്ട് യേശു പോയി. നമ്മളോടൊപ്പം പരിശുദ്ധാത്മാവിനെ തന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ തുടരുന്നു. സഭയുടെ ചരിത്രം തീർന്നില്ല, സഭ തുടരുന്നു. അങ്ങനെ അന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ തീർന്നില്ല, തുടരുന്നതേ ഉള്ളൂ. ഇനി വേദപുസ്തകം ശ്രദ്ധിച്ച് വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. വേദപുസ്തകത്തിലെ പൊതു പുസ്തകങ്ങളെല്ലാം എഴുതി അവസാനിപ്പിച്ചിട്ടുണ്ട്, ഒരു കൺക്ലൂഷനോടെ അവസാനിക്കുന്നു. ചില പുസ്തകത്തിൽ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് തീർന്നു, ചിലതിനകത്ത് കൃപ നിങ്ങളുടെ മേലിരിക്കട്ടെ എന്ന് പറഞ്ഞ് നിർത്തി. എല്ലാ പുസ്തകങ്ങളും എഴുതി അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾക്ക് മാത്രം ഒരു വ്യത്യാസമുണ്ട്, അതിനൊരു കൺക്ലൂഷൻ ഇല്ല. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ വയ്യ. പൗലോസ് വാടകയ്ക്ക് വാങ്ങിയ വീട്ടിൽ പാർത്തുകൊണ്ട് സുവിശേഷം പ്രാഗൽഭ്യത്തോടെ പ്രസ്താവിച്ചു പോകുന്നു. ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ ഏതോ ഒരു എഴുത്ത് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ പിള്ളേരെ 2 ചാടി അതിൻ്റെ ബാക്കി വലിച്ചു കീറിക്കൊണ്ട് പോയ പോലെ കംപ്ലീറ്റ് ഇല്ല, കംപ്ലീറ്റ് ചെയ്യാത്തൊരു പുസ്തകം. എന്തുകൊണ്ടായിരിക്കും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം കംപ്ലീറ്റ് ചെയ്യാഞ്ഞത്? സഭ അതിൻ്റെ ശുശ്രൂഷ കംപ്ലീറ്റ് ചെയ്യാഞ്ഞതുകൊണ്ടാണ്, പരിശുദ്ധാത്മാവിൻ്റെ വേല കംപ്ലീറ്റ് ആകാഞ്ഞതുകൊണ്ടാണ്. അത് തുടരുവാൻ ദൈവം നമ്മളെ ഇവിടെ ആക്കി. അപ്പോസ്തല പ്രവൃത്തികളുടെ വെറും 28 അധ്യായങ്ങളോട് എഴുതിയിട്ടുണ്ട്, ബാക്കി മുഴുവനും തുടരുക. നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുക, 1000 അധ്യായങ്ങൾ തുടരുക. ആ തുടർച്ചയിലാണ് എന്നെയും കർത്താവ് വീണ്ടെടുത്തത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജനനത്തിങ്കൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു. എന്ന് പറഞ്ഞാൽ എൻ്റെ ജനനം വളരെ ബുദ്ധിമുട്ടായിരുന്നു, കൊച്ചി എത്തുമെന്ന് എല്ലാവരും പറഞ്ഞു. അതുകൊണ്ട് ചാവുന്നതിന് മുമ്പേ ഇതിനെ ദൈവത്തിനൊക്കെ പ്രതിഷ്ഠിക്കാവുന്ന കണ്ട് എൻ്റെ ദൈവത്തിന് കൊടുത്തതാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് പ്രതിഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ മാർത്തോമ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ എന്ന് പറഞ്ഞാൽ ഒരു അച്ഛനാകാനായിട്ട് വിടാമെന്ന് പറഞ്ഞാൽ അധികം അവരൊന്നുമില്ല. എൻ്റെ അമ്മയുടെ പിതാവ് മാർത്തോമ സഭയിൽ ഏറെ അറിയപ്പെട്ടിരുന്ന കൊച്ചു കുഞ്ഞുപദേശിയുടെ സഹപ്രവർത്തകനായിരുന്നു. മാരിയിൽ കുഞ്ഞുപദേശി എന്ന് അദ്ദേഹത്തെ അറിഞ്ഞിരുന്നു. എൻ്റെ അപ്പൻ്റെ വീട്ടുകാരും അമ്മയുടെ വീട്ടുകാരും ഒരുപോലെ മാർത്തോമ കുടുംബങ്ങളിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. അവിടെ നിന്നതുകൊണ്ട് അവർക്ക് അറിയാവുന്നതുപോലെ ഒരു അച്ഛനാകാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് ജീവിതത്തിൽ വളർന്നു വന്നതോടെ ഒരു നല്ല ജീവിതം നയിക്കട്ടെ എന്ന ചിന്താഗതിയിൽ വേദപുസ്തകം വായിക്കാൻ എന്നെ പഠിപ്പിക്കുകയും കള്ളം പറയാതെ ജീവിക്കണം എന്നിത്യാദികൾ പറഞ്ഞു തരികയൊക്കെ ചെയ്യും. അത് കുറേയൊക്കെ ഒത്തു. അങ്ങനെ വേദപുസ്തകം വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ദൈവവചനത്തിൽ നിന്നും ചിലതെല്ലാം ചെറിയ പ്രായത്തിൽ മനസ്സിലായി. അതിന് പുറത്ത് മാർത്തോമ സഭയിൽ കിട്ടുന്ന നല്ല ഉപദേശ സംഹിതകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവകൃപയാൽ എൻ്റെ 11ാമത്തെ വയസ്സിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. തുടർന്ന് വായിക്കുന്ന വേദഭാഗങ്ങൾക്ക് അല്പം കൂടെ അർത്ഥമുണ്ടെന്ന് മനസ്സിലായി. വേദപുസ്തകത്തിൽ ഇത് ചില സംശയങ്ങൾ തുടങ്ങി. 12 വയസ്സാകുന്നതിന് മുന്നമേ അത് എൻ്റെ പിതാവിനോട് ചോദിച്ചു, മറുപടി ഇല്ല എന്നതുകൊണ്ട് വേദപുസ്തക പ്രകാരം ഞാൻ കാണിക്കുന്നത് തെറ്റ് എന്നെനിക്ക് തോന്നുന്നു. 1ാമത്തെ അനുഭവം ഇതായിരുന്നു. പുരുഷൻ 1 കൊരിന്ത്യർ 11ാമത്തെ അധ്യായത്തിൽ പുരുഷന്മാർ തല മൂടിക്കുകയോ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്താൽ തൻ്റെ തലയെ അപമാനിക്കുകയാണെന്നും ഏത് പുരുഷൻ്റെയും തല ക്രിസ്തുവാണ് എന്നും എഴുതിയിരിക്കുന്നത് കണ്ടു. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങളുടെ ബിഷപ്പുമാരെല്ലാം പുരുഷന്മാരാണ്, അങ്ങനെ എൻ്റെ അറിവ്. പക്ഷെ ഇവരെല്ലാം തല മൂടിക്കൊണ്ട് ചർച്ച കൊണ്ട് നിൽക്കുന്നത്. അപ്പം ഇതെല്ലാം വിരോധാഭാസമാണ് എനിക്കറിയാൻ വയ്യാതെ. അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പച്ചനോട് ആദ്യം ചോദിച്ചു, നമ്മുടെ തിരുമേനിമാരൊക്കെയും പുരുഷന്മാരില്ലേ, ഇവരെന്താ തല മൂടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നത്? അപ്പം അപ്പച്ചനോട് മിണ്ടായിടാന്ന് പറഞ്ഞു. അതൊക്കെ അവന് വേറൊന്നും അറിയാൻ വയ്യ. എനിക്ക് പറഞ്ഞത് ഇല്ല.
അപ്പച്ചനെ കൊണ്ട് നോക്കാതെ വന്നു പള്ളിയിലച്ഛനോട് ചോദിച്ചു. അദ്ദേഹത്തിന് അറിയാൻ വയ്യായിരുന്നു. ആർക്കും മറുപടിയില്ല. മിണ്ടാതിരിട എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ഒടുവിലൊരു തീരുമാനത്തിലെത്തി, ഇത് ശരിയാകില്ല എങ്കിൽ മിണ്ടാതിരിക്കുക മാത്രമല്ല, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതിരിക്കുകയും കൂടെ ചെയ്യുക. കാര്യം യേശുവിനെ അപമാനിച്ച കുറ്റത്തിന് ഞാൻ ഇതിന് നരകത്തിൽ പോകണം, അങ്ങേര് പോട്ടെന്നായി ഞാൻ. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഒരു ബിഷപ്പ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കണ്ടു തുറന്നിരിക്കുക. ഞാൻ ഇതിനിടയ്ക്ക് സഹോദരിമാർക്ക് ആർക്കും ദോഷമായിട്ടൊന്നും ഫീൽ ചെയ്യാതിരിക്കാൻ പറയട്ടെ. പുരുഷൻ തല കൂടുന്നില്ലെങ്കിൽ പാപമാണ് യേശുവിനെ അപമാനിക്കുക. സ്ത്രീ തല കൂടുന്നില്ലെങ്കിൽ തൻ്റെ പുരുഷന് അപമാനമാണ്. അവർ സഹിക്കാൻ തയ്യാറാണെങ്കിൽ പൊതുലോ പാപമെന്ന് പറയാനൊന്നുമില്ല. പക്ഷേ നമ്മുടെ നല്ല മര്യാദകൾ തെറ്റുന്നു എന്ന് മാത്രം. പ്രായമുള്ളവർ താഴെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മേളിൽ കയറിയിരിക്കുന്നത് പൊതുവെ ശരിയല്ല. പിന്നെ അങ്ങനെ ഒരുത്തന്നെ ഇരുന്നാലും ഇപ്പം എന്നെ ചാകാനൊന്നും പോകുന്നില്ല. അതുപോലെ ഒരു നല്ല മര്യാദയാണ്, അത്രേ ഉള്ളൂ. വേറെ ഒന്നും സ്ത്രീകൾ തല കൂടുന്നതിനെ കുറിച്ച് പറയാൻ ബൈബിളിലില്ല. അതൊരു നല്ല മര്യാദയാണ്. പിന്നെ ഒരൊറ്റപ്പെട്ട വാക്യമുണ്ട്, അതെന്ന് വിശദീകരിക്കാൻ ഒക്കത്തുമില്ല. ആരെങ്കിലും ശ്രദ്ധിച്ചു വായിച്ചാൽ 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൽ ഒരു വാക്യം 11 ദൂതന്മാർ നിമിത്തം സ്ത്രീകൾക്ക് തലമേൽ അധീനതാലക്ഷ്യം ഉണ്ടായിരിക്കേണ്ടതിന് തലമൂടുക. ദൂതന്മാർ ഇന്നും ഉള്ളതുകൊണ്ട് അത് തുടരുന്നു എന്ന് മാത്രം പറഞ്ഞ് നിന്നത് മാറുക. അത് വേറൊരു വിഷയം. ഞാൻ അങ്ങോട്ടൊന്നും പോകത്തില്ല, അങ്ങോട്ടൊന്നും ഒക്കത്തില്ല. അത് ഭയങ്കര നീണ്ട വിഷയം. ഓൾറൈറ്റ്. അന്ന് ആ തീരുമാനത്തിൽ ഇനി ബിഷപ്പുമാർ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ വെച്ചാലും അവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആമീൻ പറയത്തില്ല, ഞാൻ എന്തിനാ യേശുവിനെ കളിയാക്കുന്ന കൂട്ടത്തിൽ കൂടുന്നത് എന്ന് ഒരു ചിന്ത വന്നത് തീരുമാനമായി മാറി. അതിനെ തുടർന്നാണ് സ്നാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ കണ്ടത്. ഒരിക്കൽ ഒരു മാന്യനായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഇളയ ബ്രദറിന് ഒരു കത്തെഴുതി. നിങ്ങളിൽ ചിലർ കേട്ട് കാണും, പരിമല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു നല്ല പള്ളിയുണ്ട്. പരിമലപ്പള്ളി എന്നതിനെ വിളിക്കും. പരിമലപ്പള്ളിയിൽ ഒരു 20 വർഷത്തിന് മുമ്പേ, ഒരു 20ഓളം വർഷങ്ങൾക്ക് മുമ്പേ ഒരു ബിഷപ്പിനെ വാങ്ങിച്ചു. ആ ബിഷപ്പിൻ്റെ മൂത്ത ചേട്ടൻ ബാംഗ്ലൂരിലെ എൻ്റെ ചർച്ചിൻ്റെ മെമ്പറാണ്. അപ്പം ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ബിഷപ്പായ ശേഷമുള്ള ആദ്യ കുർബാനയ്ക്ക് പങ്കെടുക്കണമെന്ന് പറഞ്ഞൊരു ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയപ്പോൾ ചേട്ടൻ എൻ്റെ ഒരു എഴുത്തെഴുതിയത് എനിക്ക് ഓർമ്മയുണ്ട്. എടാ ചേർക്ക, നല്ല ഉരുണ്ട അക്ഷരത്തിൽ വെളുത്ത കടലാസിൽ കറുത്ത മഷിയുണ്ട് ദൈവവചനം എഴുതി ഒരു കോപ്പി നിന്റെ കൈ തന്നിട്ട് വായിച്ചു മാനസാന്തരപ്പെട്ട തകരാറാണ്. എന്തിനാണ് ചുമ്മാ നരകത്തിൽ പോകുന്നത്? അവിടെ ഭയങ്കര ചൂടാണ്. നരകത്തിൽ ചൂടാണെന്ന് ഇങ്ങനെ എഴുതി ഇറങ്ങിയ ഇതിനകത്ത് ഇങ്ങനെ എഴുതി തന്നതുകൊണ്ട് ഞാൻ ആ പ്രമാണത്തിൽ നിൽക്കാൻ എനിക്ക് തീരുമാനിച്ചു. എൻ്റെ 12ാമത്തെ വയസ്സിൽ, 12 വയസ്സ് തികഞ്ഞില്ല, 11 കംപ്ലീറ്റ് ചെയ്തു. 12ാമത്തെ വയസ്സിൽ യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. പക്ഷെ സ്നാനപ്പെട്ടേച്ച് തിരിച്ചു വീട്ടിലോട്ട് വന്നതോടെ എൻ്റെ മാതാപിതാക്കൾക്ക് അത് സഹിക്കാൻ വയ്യാത്ത പ്രയാസമായി. അതുകൊണ്ട് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, ഒരു പ്രശ്നമില്ല, സ്നാനപ്പെട്ടു, പോയി നന്നായി സോപ്പിട്ട് കുളിച്ച് തോർത്തിച്ചിട്ട് പോരെ, മറ്റേ അതങ്ങ് പോക്കോളും, ഇനി ആരോടും പറയണ്ട എന്ന് പറഞ്ഞു. പക്ഷെ ഞാനും തീർത്തു പറഞ്ഞു, അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. കാര്യം ചെങ്കടൽ കടന്നവൻ തിരിച്ചു ഇസ്രായേലിൽ കയറിയ ചരിത്രമില്ല. അത് തമ്പുരാനെ ഇതിലധികം കളിയാക്കുക, നമ്മളതിനില്ല. ദൈവത്തെ ഞാൻ ഇതിന് കളിയാക്കണം. ചെങ്കടൽ കടന്നവൻ തിരിച്ച് ഇസ്രായേലിൽ പോയിട്ടില്ല. കാര്യം സ്നാനം ചെങ്കടലിന് സദൃശ്യം. അങ്ങനെയാണ് പിന്നെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാൻ എൻ്റെ അപ്പം പറഞ്ഞു. അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തായി. ഞങ്ങൾക്ക് കുറച്ച് പുരിയിടം ഉണ്ടായിരുന്നതിനകത്ത് കുറച്ച് മാവും പ്ലാവും അങ്ങനെയുള്ള സസ്യങ്ങളൊക്കെ ഉണ്ട്, ചെടികളൊക്കെ ഉണ്ട്. എന്നോട് എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, മാവേലെ മാങ്ങ ഇങ്ങനെ പൂത്ത് കായ്ക്കുന്ന വരും, ആ കരുവത്ത് ഒരുപാട് പൊഴിഞ്ഞ് താഴെ വീഴും. എന്നോട് പറഞ്ഞു, ഫ്രീ ആയിട്ട് പെറുക്കി തിന്നു, യാതൊരു കുഴപ്പമില്ല, കണ്ണി വന്നാൽ പെറുക്കി തിന്നാൻ. പിന്നെ ദൈവത്തിന് നിന്നോട് അങ്ങനെ വലിയ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ഒരു ഒറ്റ മഴ പെയ്താൽ മതി, 10-40 ചക്കയൊക്കെ ഒറ്റ ദിവസം പഴുത്ത് താഴെ വീഴും. അക്കാലത്ത് അങ്ങനെയാ പ്ലാവിൻ്റെ സൈസ്. മഴ പെയ്യണമെന്നേ ഉള്ളൂ. ദൈവത്തിന് നിന്നോട് അത് വലിയ ഇഷ്ടമാണെങ്കിൽ മഴ പെയ്യട്ടാ, പ്ലാവിൽ ചക്ക പഴുത്ത് വീഴുകയാണെങ്കിൽ പെറുക്കി വാരി തിന്നോടാന്ന് പറഞ്ഞു. അങ്ങനെ ചക്ക വാരി തിന്നോളാനും മാങ്ങ പെറുക്കി തിന്നോളാനും പെർമിഷനുമായി വീട്ടിൽ നിന്ന് ഇറങ്ങി. ചില നാളിൽ മേ ബി 1 മാസം ആഹാരമില്ലാതെ ഇതുകൊണ്ട് മാത്രം ചെലവ് കഴിയും. എൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് എൻ്റെ പാഠപുസ്തകങ്ങളും സ്കൂളിൽ കൊണ്ടുപോകേണ്ട ഡ്രസ്സും അമ്മ പുറത്തിറങ്ങി തന്നു. ഇതെടുത്ത് എരുത്തിൽ വെച്ചോളാം. അങ്ങനെ എരുത്തിൽ വെച്ചു. മഴയില്ലാത്ത ദിവസങ്ങളിൽ തുറന്ന മൈതാനത്ത് അല്ലെങ്കിൽ പറമ്പിൽ കിടന്നു, മഴ ഉള്ളപ്പോൾ എരുത്തിൽ കിടന്നു. തണുപ്പിന് മറ്റു മാർഗമില്ലാഞ്ഞതുകൊണ്ട് പട്ടിയെ കൂടെ കൂട്ടുപിടിച്ചു, അവനെ കെട്ടിപ്പിടിച്ചു കിടന്നു. പക്ഷെ പട്ടിയുടെ കൂടെ നിങ്ങളിൽ അധികം പേര് കിടന്നു കാണുകയിൽ കിടക്കാതിരിക്കുക ഭേദം. കിടക്കുമ്പോൾ 1 മിനിറ്റ് ഉറങ്ങാൻ അവൻ സമ്മതിക്കില്ല. ഇവിടെ ഈ ഒരു കരിയില അനങ്ങുന്നത് കേട്ടാൽ ഒറ്റ കൊരയാ എൻ്റെ ചെവി നോക്കി ഭൗക്കുന്ന കരിയില ഇങ്ങനെ അത് കുരച്ചത്. പക്ഷെ ഉണരുന്നത് ഞാനല്ലേ. അതൊക്കെ കഴിഞ്ഞു. രണ്ടായാലും സ്നാനപ്പെട്ട 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം സ്കൂൾ തുറന്നത്. സ്കൂളിൽ എന്തോ ഒരു കൊച്ചു ഹോളിഡേ. സ്കൂൾ തുറന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ, അദ്ദേഹം മാർ ഗ്രിഗോറിയോസ് സ്റ്റേഷൻ സ്കൂളിലായതുകൊണ്ട് ആ വിഭാഗത്തിൻ്റെ മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ ഒരു ടീച്ചർ, ഒരു പള്ളിയിലെ അച്ഛനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ
നീ കലക്കവെള്ളത്തിൽ മുങ്ങിയച്ച വന്നതെന്ന് കേട്ടല്ലോടാ, ശരിയാണോടാ എന്ന് ചോദിച്ചു. അതെ അതെ ശരിയാണ്. എന്തിനാടാ? ഞാൻ പറഞ്ഞു യേശുവിനോട് ചേരാൻ. എന്നാ പിന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കണ്ടെന്ന് മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട്, ഇറങ്ങിക്കോടാന്ന് പറഞ്ഞു. ഏതായാലും പോയി ഹെഡ് മാസ്റ്ററെ ഒന്ന് കണ്ടേക്കാൻ പറഞ്ഞു. അത് വേറെ അച്ഛനായിരുന്നു. ഇദ്ദേഹം എൻ്റെ പുസ്തകം എല്ലാം കൂടെ കെട്ടോടെ എടുത്ത് പുറത്തെറിഞ്ഞു. ഞാനത് പെറുക്കാൻ പോയില്ല. പെറുക്കിയപ്പോൾ എവിടെ കൊണ്ടുപോകാനാണ്? എഴുത്തിൽ വെച്ച് എന്ത് സാധിക്കാനാണ്? അതുകൊണ്ട് പുസ്തകം പെറുക്കാതെ ഞാൻ ഇനി പോയിരുന്നു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. തുടർന്ന് ഹെഡ് മാസ്റ്ററുടെ അടുക്കൽ ചെന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഇതിനേക്കാളും കട്ടിയായി എന്നിടാ താറാവ് തൂറിയ വെള്ളത്തിൽ നീ ഇറങ്ങി മുങ്ങിന്ന് കിട്ടും നേരാണ്. ഞാൻ പറഞ്ഞു ശരിയും. എന്തിനാണ്? ഞാൻ പറഞ്ഞു യേശുവിനോട് ചേരാൻ. അങ്ങനെ ചേർന്നവനെ ഈ മാനേജ്മെന്റിന് വേണ്ട, ഈ മലയ്ക്ക് പരിപ്പ് വേഗത്തില്ല, ഇതിവിടെ മുളയിൽ നുള്ളാൻ തീരുമാനിച്ചു, അതുകൊണ്ട് സ്കൂളിൽ നിന്ന് ഇതിന്റെ പേര് വെട്ടുക, പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ സൗകര്യാർത്ഥം ഞാൻ ഇനി വീട്ടിൽ പോരുന്നില്ല, ഇവിടെ പോകാനാണ്. വന്ന് ഞങ്ങളുടെ പുരയിടത്തിൽ ജീവിച്ചു. ദൈവത്തിൻ്റെതായ സമയത്ത് ദൈവം എനിക്ക് വീണ്ടും അതേ സ്കൂളിൽ ചേർന്ന് പഠിക്കാനായിട്ട് ഒരു ക്രമീകരണം ചെയ്തു. ഞാൻ ആ ക്രമീകരണത്തെ വിശദീകരിക്കുന്നില്ല. ആ വർഷം മന്ത്രിസഭയ്ക്ക് ഇത് മാറി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഭരണത്തിൽ വരികയും പൊളിറ്റിക്കൽ ലൈനിൽ പരിചയം ഉണ്ടായിരുന്ന എൻ്റെ ഒരു അയൽവക്കക്കാരൻ ഇങ്ങനെ മതത്തിൻ്റെ പേരിൽ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി പേര് വെട്ടിയ വിവരം വിദ്യാഭ്യാസ മന്ത്രി അറിയിക്കുകയും അദ്ദേഹം ഒരു ഓർഡർ ഇടുകയൊക്കെ ചെയ്തു. അങ്ങനെ നടന്ന എൻക്വയറിയിൽ തിരിച്ചെടുക്കാൻ ഉത്തരവായി. പക്ഷെ തിരിച്ചെടുക്കണമെങ്കിലും 3-4 മാസത്തെ പഠിത്തം അങ്ങ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഇനിയിപ്പം അന്നെടുത്തിട്ട് അർത്ഥമില്ല, ആ വർഷം തുടരാനൊക്കത്തില്ല. അതുകൊണ്ട് പിറ്റേ വർഷം തുടർന്നോളാൻ പറഞ്ഞു. മാത്രവുമല്ല 9ാം ക്ലാസ് വരെയുള്ള പരീക്ഷകളൊക്കെ ലോക്കൽ സ്കൂളാണ് എടുക്കുന്നത്. ഇനി ഒരു ക്ലാസ്സിൽ ജയിപ്പിക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഏതെങ്കിലും ക്ലാസ്സിൽ കുട്ടി തോറ്റാൽ ഡിവിഷണൽ എഡ്യൂക്കേഷൻ ഓഫീസറുടെ ലെവലിൽ ഒരു റീടെസ്റ്റ് കൊടുക്കണമെന്ന് എൻ്റെ എൻക്വയറി റിപ്പോർട്ടിൻ്റെ അടിയിലോട്ട് അവിടുത്തെ DO എഴുതി വെച്ചു. അങ്ങനെ 9ാം ക്ലാസ് വരെ ജയിക്കും എന്നുള്ളത് ഉറപ്പായി. അഥവാ ശരിക്കും എഴുതിയില്ലെങ്കിൽ ഒരു മാർക്ക് എടുക്കും. കാര്യം റീടെസ്റ്റിന് പോയി കൂടുതൽ കിട്ടുകയാണെങ്കിൽ ബുദ്ധിമുട്ടാകുമല്ലോ. അതുകൊണ്ട് അന്ന് എൻ്റെ ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞത് ഓർമ്മയുണ്ട്, പേര് പറയുന്നില്ല. എന്നോട് പറയണ്ട, ഞാനൊരു പുരോഹിതനാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടു. നീ 7 കൊല്ലം 10ാം ക്ലാസ് എഴുതിയ ജയിക്കത്തില്ല, നീ 9 വരെ ജയിപ്പിച്ചേ പറ്റൂ, നിങ്ങൾ ജയിപ്പിക്കും. പക്ഷെ 10ാം ക്ലാസ്സിൽ നീ 7 കൊല്ലം എഴുതിയാൽ ജയിക്കില്ല. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് അച്ഛൻ വിഷമിക്കേണ്ട, 8ാം കൊല്ലം ജയിച്ചോളാം. 2ാം ക്ലാസ് കാരണം കൂടാതെയുള്ള ശാപം ദൈവവുമായി ബന്ധമില്ലാത്തവന്റെ വായിൽ നിന്ന് വീണാൽ അതിനകത്ത് അർത്ഥമില്ലെന്ന് എനിക്ക് അന്നും അറിയാം, ഇന്നും അറിയാം. ഇറങ്ങണ ക്ലാസ്സിൽ നിന്നായി വീണ്ടും ഇറങ്ങി ഹെഡ് മാസ്റ്റർ എടുക്കുക ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചോദിച്ചാൽ നിന്നോട് പറഞ്ഞത് കേട്ടായിരുന്നു. ഞാൻ പറഞ്ഞു ശരിക്കും കേട്ടു. 2 പുരോഹിതന്മാരെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യിച്ചവനാ നീ. ഇത് ഞങ്ങളുടെ മാനേജ്മെന്റ് സ്കൂളിൽ ഞങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് നിന്റെ പേര് വെട്ടിയ കാരണത്താൽ 2 എണ്ണത്തെ സസ്പെൻഡ് ചെയ്ത എൻക്വയറി പോയത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ പുരോഹിതന്മാരാകയാൽ നീ 7 കൊല്ലം എഴുതി ജയിക്കുക. എന്ന് പറഞ്ഞു കുഴപ്പമില്ല, മറ്റേ അച്ഛനെ 7 ഈ അച്ഛനെ 7 അങ്ങനെ 14 കൊല്ലം ജയിച്ചോളാം, കുഴപ്പമില്ല. കാര്യം എൻ്റെ അകത്തെ ചിന്ത ഇതേ ഉള്ളൂ. അതിനേക്കാൾ കൂടി പുള്ളി ശപിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ അനുഗ്രഹിക്കപ്പെട്ടവനാകും, എന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകും, തോന്നിയതുപോലെ ചെയ്യും. എനിക്കതൊന്നും ഒരു കാര്യമേ അല്ല. കാര്യം എൻ്റെ പേര് ഒരു ദൈവാനുഗ്രഹം കിടക്കുക. ഞാൻ ആരാണെന്ന് എനിക്ക് അതിനോട് ഏറെക്കുറെ മനസ്സിലായി. എനിക്ക് ഇന്നും അറിയാം ഞാൻ ആരാണ്. ഒരുപാട് പേര് എതിരും പറയും അനുകൂലവും പറയും, അതൊക്കെ അങ്ങനെ കിടക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കാർ ഓടുമ്പോൾ കരിയില പറക്കുമോ, ഹൂ കെയേഴ്സ്, ആരതിനെക്കുറിച്ച് ബോധർ ചെയ്യും. കരിയിലയുടെ കനമനുസരിച്ച് കളറും താണും ഒക്കെ പറക്കും. പൊടിയുടെ കനമനുസരിച്ച് കനമില്ലാത്ത പൊടി മേളിൽ കൂടെ പറക്കും, മറ്റേത് താഴെ കൂടെ പറക്കും. ഇതൊക്കെ കിടക്കും. കാർ അതിൻ്റെ പോക്കിന് പോകും. ഇവിടെ കരിയില പറക്കുന്നോ പൊടി പറക്കുന്നോ എന്ന് കാറ്റ് നോക്കാറില്ല. ആത്മീയരാരും ഇങ്ങനെയുള്ള ലോവർ ലെവലിനെ കുറിച്ച് ചിന്തിക്കാറില്ല. അവരെ ദൈവം നയിച്ച പാതയിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കും. 10ാം ക്ലാസ്സിൽ ദൈവത്തിൻ്റെ കരുണയാൽ കുറവില്ലാത്ത മാർക്ക് വാങ്ങിച്ച് നല്ല മാർക്കോടുകൂടെ ജയിക്കുവാൻ കർത്താവ് കൃപ തന്നു. അതുകൊണ്ട് എൻ്റെ അപ്പച്ചൻ ഒന്നുകൂടെ അലറി, ഇടാം കേരളം വിട്ടു. കാര്യം നിന്നെ കൊണ്ട് സഹിക്കാവുന്നതിൻ്റെ പരമാവധി നാണക്കേട് സഹിച്ചു. നിന്നെ ഇനി കേരളത്തിൽ വേണ്ട, ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ കേരളം വിട്ടു. ആന്ധ്രാപ്രദേശത്ത് PND-യിലേക്ക്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്നും അതിനകത്ത് ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്നും എൻ്റെ ബന്ധുക്കളിൽ ഒരാൾ അറിയിച്ചത് കൊണ്ടാണ് അവിടെ വരെ പോയത്. അവിടെ ചെന്നപ്പോൾ അതിൻ്റെ സമയം അപ്പോഴും അല്ല എന്നറിഞ്ഞു. അപ്പോൾ അതിൻ്റെയും ചാൻസ് പോയി. ആ സമയത്താണ് ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോയിൻ ചെയ്തത്. ഞാൻ സ്നാനപ്പെട്ട ശേഷം എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. അന്ന് അതേ ദിവസം പറമ്പിൻ്റെ ഒരു മൂലയ്ക്ക് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി നടന്നുപോയ ഒരു മനുഷ്യൻ, ജീവിതത്തിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തെ അതിന് മുമ്പേയും കണ്ടിട്ടില്ല, അതിന് പിന്നെയും കണ്ടിട്ടില്ല, അതുവഴി വന്ന് ചെല്ലോടിച്ചു, കുഞ്ഞെന്തിനാ കരയുന്നത്? കുഞ്ഞ് കരയുന്നുണ്ടെന്ന് കുഞ്ഞിനറിയായിരുന്നു, എന്തിനാണെന്നിപ്പോൾ എനിക്കും അറിയാൻ വയ്യ. അന്നറിയത്തില്ല, ഇപ്പം അറിയാം. ഞാനൊന്നും മിണ്ടിയില്ല. അദ്ദേഹം പിന്നെ ചോദിച്ചു, കുഞ്ഞെന്തിനാ കരയുന്നത്? ഞാനൊന്നും മിണ്ടിയില്ല. അദ്ദേഹം 2ാം പ്രാവശ്യം ചോദിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞ് ഒരു പട്ടാളക്കാരനാണ്. കുഞ്ഞ് ദൈവത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും ഒരുപോലെ യുദ്ധം ചെയ്യുന്ന ഒരു പട്ടാളക്കാരനാകും. കുഞ്ഞിൻ്റെ ആയുസ്സിൽ ഒരു ഉണർവുണ്ടാകും. അത്രയും വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്.
കുഞ്ഞുണർവിൻ്റെ ഭാഗമാകുമെന്ന് പറഞ്ഞു. ഞാൻ ഏതായാലും പട്ടാളത്തിലായി. പട്ടാളത്തിൻ്റെ ട്രെയിനിങ് നടന്ന ശേഷം അവിടെ ഇവിടെയൊക്കെ ട്രാൻസ്ഫറൊക്കെ ആയി. ഞാനങ്ങനെ ചുരുക്കാം. എനിക്ക് ഇച്ചിരി പഠിക്കണമെന്ന് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ താല്പര്യപ്രകാരം ഒരു നൈറ്റ് കോളേജ് കണ്ടു, അതിനകത്ത് ചേർന്നു. അങ്ങനെ ഞാൻ ചോദിച്ചതിലും നനച്ചതിലും കൂടുതൽ പഠിക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു. ആ സ്റ്റാറ്റസിലേക്ക് ഉയർന്നു കഴിഞ്ഞു. എൻ്റെ വിവാഹം നടന്നു. എൻ്റെ വിവാഹാനന്തരം അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിന് പോകുവാൻ ഇന്ത്യൻ ഗവൺമെൻറ് എനിക്കൊരവസരം തന്നു. അതുവരെയുള്ള എയർഫോഴ്സിലെ പെർഫോമൻസസിനൊത്തവണ്ണം കുറച്ചുപേരെ വിദേശത്തയച്ച് പഠിപ്പിച്ച കൂട്ടത്തിൽ ഡിജിറ്റൽ ടെക്നോളജി, മൈക്രോവേവും ഒക്കെ അക്കാലത്ത് ഇന്ത്യയിൽ പുതുതാണ്. അത് പഠിക്കാനായിട്ട് അതിൻ്റെ ഒരു കോഴ്സിന് വേണ്ടി എന്നെ കൂടെ അമേരിക്കയിൽ അയച്ചു. 1975 വാഷിംഗ്ടൺ DC നിന്ന് എൻ്റെ ഉപരിപഠനം കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ വാര്യാപുരത്തെ യോഹന്നാൻ എന്ന് ഞങ്ങൾ വിളിച്ചിരുന്ന ഒരു പഴയ പ്രവാചകനെ കണ്ടു. അദ്ദേഹത്തിന് വ്യക്തിപരമായി അന്ന് അറിയത്തില്ല, പിന്നെ എന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്, അന്ന് അറിയത്തില്ല. പക്ഷെ അദ്ദേഹം എന്നോടൊരു വാക്ക് ഇങ്ങനെ പറഞ്ഞു: നിന്നെ ലോകത്തിൻ്റെ തലസ്ഥാന നഗരി വരെ അയച്ച്, UNOയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്കിലുള്ളത് കൊണ്ട് അതിനെ ലോകത്തിൻ്റെ തലസ്ഥാനം എന്ന് വിളിക്കുന്നവരുണ്ട്. നിന്നെ ലോകത്തിൻ്റെ തലസ്ഥാന നഗരി വരെ അയച്ച് അവിടെയുള്ള കണ്ടുപിടുത്തങ്ങളും വിദ്യാഭ്യാസങ്ങളും നിനക്ക് തരുവാൻ കാരണം നിന്റെ അപ്പൻ്റെ പണക്കൊഴുപ്പല്ല, നിന്റെ ബുദ്ധി വൈഭവമല്ല, എന്നെ മാനിച്ചവരെ ഞാൻ മാനിക്കുന്നതാണ്. രണ്ടായാലും അദ്ദേഹം എന്നോട് എൻ്റെ ജീവിതത്തിൻ്റെ പ്ലാനിനെ കുറിച്ച് പല ആവർത്തി പറഞ്ഞു. അതിനെ അതിപ്രധാനമായ ഒന്ന്, ഒരു ഉണർവ് നടക്കും, ഞാൻ നിന്നെ ഉണർവിൻ്റെ ഭാഗമാക്കും എന്നതായിരുന്നു. ദൈവത്തിൻ്റെ കരുണയാൽ 1983 വരെ ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ഉണ്ടായിരുന്നു. 66 മുതൽ 83 വരെ എയർഫോഴ്സിലുണ്ടായിരുന്നു. 84 വരെ ഉണ്ടായിരുന്നു. 1983 ഞാൻ ഇന്നിരിക്കുന്ന ഒരു കൊച്ചി ചർച്ചിന്റെ ചുമതലയിലേക്ക് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നെ പറഞ്ഞയച്ചു. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നെ പറഞ്ഞയച്ചു. ബൈബിൾ സ്കൂളിൽ പോയിട്ടില്ലാത്ത എന്നെ അസംബ്ലീസ് ഓഫ് ഗോഡോട് പറഞ്ഞയക്കാൻ കാരണം 22 അംഗങ്ങളുള്ള കൊച്ചു സഭ, ഒരാഴ്ചത്തെ സ്തോത്ര കാഴ്ചയും ദശാംശം എല്ലാം കൂടെ ചേർന്നാൽ 7.5 രൂപയ്ക്ക് താഴെയുള്ളൂ. 7.5 രൂപ തികച്ച് പിരിഞ്ഞ ഒരാഴ്ച എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു സഭയിൽ ആളുകളുടെ എണ്ണം തീരെ കുറവാണെങ്കിൽ വഴക്കും വയ്യാവരിയും അവിടുത്തെ കൂടപ്പുറമായിരിക്കും. ഒരു 10-500 പേര് ക്രോസ് ചെയ്തെങ്കിലേ വഴക്കൊന്ന് കുറയത്തുള്ളൂ സഭകൾക്കകത്ത്. ഈ 22 പേരുള്ള ഉച്ചസഭ എന്നും വഴക്ക്. ഇതെല്ലാം കൂടെ നോക്കാനും ശമ്പളമില്ലാതെ ജോലി ചെയ്യാനും അവിടുത്തെ കറണ്ട് ചാർജ് കൊടുക്കാനും ഒക്കെ കഴിയുന്ന ഒരാൾ വേണമെങ്കിൽ മറ്റു ജോലിയുള്ളവരെ കൊണ്ട് ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഇവൻ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് സിസ്റ്റർ മേരി കോവൂർ എന്ന കർത്തൃദാസിയിലൂടെ ഒരു വ്യക്തമായ ആലോചന എന്നോട് പറഞ്ഞിരുന്നു. 1983 ജൂൺ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ച മുതൽ ഞാൻ നിന്നെ ഒരു സഭയിലാക്കും, അതൊരു ഉണർവിന്റെ തുടക്കമായിരിക്കും. അങ്ങനെ 83 ജൂൺ മാസത്തിന്റെ 1ാമത്തെ ഞായറാഴ്ച ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന ആ ചർച്ചിന്റെ ചുമതലയിൽ ദൈവം എന്നെ കൊണ്ടുവന്നു. 22 അംഗങ്ങളുള്ള കൊച്ചു സഭ ടേക്ക് ഓവർ ചെയ്യാൻ കർത്താവ് ഇടയാക്കി. ഞങ്ങൾക്ക് ആകെപ്പാടെ ഉണ്ടായിരുന്നത് ഒരു 30-45 പേര് വരെ വന്നാൽ ഇരിക്കാവുന്ന ഒരു അക്കോമഡേഷൻ ഉണ്ട്. പക്ഷേ ചുറ്റുവട്ടമുള്ള മുസ്ലിങ്ങൾ കല്ലെറിയുന്നത് കൊണ്ട് എന്നും അതിൻ്റെ മേൽവശത്തെ ഓടെല്ലാം ആസ്പെറ്റോസ് എല്ലാം പൊട്ടി തകർന്ന ഒരു കെട്ടിടമായിരുന്നത്. മഴ പെയ്യുന്ന സമയത്ത് അതിനകത്ത് കുട ഉപയോഗിക്കാതെ പറ്റത്തില്ലായിരുന്നു. അത്രയും ചുവരുമായിരുന്നു. തമ്പുരാൻ അവിടെ നിന്ന് പൊക്കി വളർത്തി. ഞാൻ അതിനേക്കാൾ വലിയ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ദൈവത്തിൻ്റെ കരുണയാൽ ആ ഒരു 73,000-ലധികം ആളുകൾ അവിടെ സ്നാനപ്പെടുവാൻ ദൈവം ഇടയാക്കി തീർത്തു. ഞാൻ ഒരു കാര്യം കൂടി എടുത്തു പറയാം. ഞാനിത് പറയുമ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി പറയുക. ഗ്ലോബൽ കിങ്ഡം പാർട്ട്നേഴ്സ് നെറ്റ്വർക്ക് എന്ന പേരിൽ ഒരു നെറ്റ്വർക്ക് ഇന്നുണ്ട്. ഈ വർഷം ഞാനും എൻ്റെ ഭാര്യയും കൂടെ അതിനകത്ത് പങ്കെടുത്തിരുന്നു. ദൈവം വെച്ചാൽ വരുന്ന വർഷവും അതിനകത്ത് പങ്കെടുക്കുവാൻ എനിക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്. ഞാൻ പോകണം എന്ന് ആഗ്രഹിക്കുന്നു. ഗ്ലോബൽ കിങ്ഡം പാർട്ട്നേഴ്സ് നെറ്റ്വർക്കിൽ പങ്കെടുക്കുന്നവരുടെ യോഗ്യതകൾ അവരിട്ടിരിക്കുന്ന വളരെ നിസ്സാരമാണ്, അതേസമയത്ത് കട്ടിയും. എൻ്റെ യോഗ്യത ഇതാണ്: ഏറ്റവും കുറഞ്ഞത് 45,000 മെമ്പേഴ്സ് എങ്കിലുമുള്ള സഭകളുടെ പാസ്റ്റേഴ്സിനെ മാത്രമേ അനുവദിക്കത്തുള്ളൂ. അതിൻ്റെ സീനിയർ പാസ്റ്റർ മാത്രമേ അനുവദിക്കത്തുള്ളൂ. 45,000 മെമ്പേഴ്സ് എനിക്കതില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ, 1,00,000-ലധികം ആളുകളെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തിയവരെ അനുവദിക്കും. അങ്ങനെ 1,00,000 ആളുകളെ 1,00,000-ലധികം ആളുകളെ സ്നാനപ്പെടുത്തിയെങ്കിലും 5,000 മെമ്പേഴ്സ് എങ്കിലുമുള്ള ഒരു ചർച്ച അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. കൂടുതൽ സമയം മിഷണറി പ്രവർത്തനത്തിലായതുകൊണ്ട് ലോക്കൽ ചർച്ച നോക്കാൻ നേരം കിട്ടത്തില്ല എന്നുള്ളൊരു കണ്ടീഷനുണ്ട്. എങ്കിലും തൻ്റെ മേലൊരു അഭിഷേകം ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രകടനം കാണിക്കേണ്ടതിന് 5,000 പേരെങ്കിലും ലോക്കൽ ചർച്ചിൽ ഉണ്ടായിരിക്കണം എന്നവർക്ക് നിർബന്ധമുണ്ട്. മൂന്നാമത്തെ കണ്ടീഷൻ നമ്മളോട് രണ്ടും പറഞ്ഞിട്ട് കാര്യമില്ല. 10 ബില്യൺ $1 കോടി എങ്കിലും ഒരു വർഷം സുവിശേഷ വിലയ്ക്ക് കൊടുക്കുന്ന വലിയ പണക്കാരോ ബിസിനസ്സുകാരോ ആയിരിക്കണം.
ഇവരെ എല്ലാം കൂടെ ചേർത്താണ് കിങ്ഡം പാർട്ട്നേഴ്സ് നെറ്റ്വർക്ക്. കഴിഞ്ഞ വർഷം ഞാൻ അതിനകത്ത് അറ്റൻഡ് ചെയ്തു. അതിൻ്റെ കാരണം ആളുകളെ കർത്താവിലേക്ക് നയിച്ചതിൻ്റെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ ഉള്ളതുകൊണ്ടാണ്. എന്തെങ്കിലും ചെയ്തെന്നോ ആയിന്നോ പറയാൻ ഒക്കത്തില്ല. നിങ്ങൾക്കറിയാം, ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയ ആളാരാണ്? ഇതുവരെയുള്ള ഒഫീഷ്യൽ റെക്കോർഡ് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തിയ മനുഷ്യനാരാണ്? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇവിടുത്തുകാരനാണ് ജോൺ വെസ്ലിയാണത്. 17 ലക്ഷം ആളുകളെ സ്നാനപ്പെടുത്തിയ മനുഷ്യനാണ്. ലോകത്തിലെ ഒരു എക്സെപ്ഷണൽ ക്യാരക്ടറാണ്. അവരുടെയൊക്കെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ പോലും അല്ല, തികച്ചും വ്യത്യസ്തമാണ്. ദൈവം ഉപയോഗിച്ച മനുഷ്യൻ, ദൈവം വളരെ ഉപയോഗിച്ച 2-3 പേര് ഈ രാജ്യത്തുണ്ട് കേട്ടോ. ജോൺ വെസ്ലി അതിൽ ഒന്നാണ്. പലരുണ്ട് ഈ രാജ്യത്ത്, പലരുണ്ട്. നിങ്ങളുടെ അടുത്തൊക്കെയാ ഒന്ന് പോവുകയും കാണുകയും കർത്താവേ എനിക്കും ഇതുപോലൊരു ചാൻസ് തരണേ എന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. ചിലപ്പോൾ മൊത്താൽ സന്തോഷത്തെ. സ്മിത്ത് വിഗിൽസ്വർത്ത് നിങ്ങളുടെ അടുത്തുള്ള ആളാ. ഇവിടെ വന്നത് മരിച്ച സ്ഥലത്തൊന്ന് പോയി കാണാൻ എനിക്കിടയായി. ജോൺ വെസ്ലി ജീവിച്ച സ്ഥലം ഒന്ന് പോയി കാണാനും കർത്താവ് എനിക്ക് ഇപ്രാവശ്യം കൃപ തന്നു. സ്മിത്ത് വിഗിൽസ്വർത്തിന്റെ ജീവകാലത്ത് 22 ശവശരീരങ്ങളെയാണ് അദ്ദേഹം ഉയർപ്പിച്ചിട്ടുള്ളത് ഒഫീഷ്യൽ റെക്കോർഡിൻ പ്രകാരം. ദൈവം ഉപയോഗിച്ച് അമാനുഷ്യം ഉണ്ടായിരുന്ന ഒരു രാജ്യമായത് ഇന്ന് ഇതിന്റെ ആത്മിക നിലവാരം ശൂന്യമായി നിങ്ങൾ കാണുന്ന തകർച്ചയിൽ എത്തിയെങ്കിൽ ഇതിനെ പൊക്കി ഉയർത്തുവാൻ ഒരു ഉത്തരവാദിത്വം നിങ്ങളിൽ ചിലരെ കൂടെ തമ്പുരാൻ ഏൽപ്പിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാൻ പുറകിലിരുന്നു. ചർച്ചിനെ ദൈവം വളർത്തിക്കൊണ്ടിരുന്നു. ഇന്ന് ഒരു വളരുന്ന സഭയുടെ ഭാഗമായി ഞങ്ങളുടെ വളർച്ചയുടെ ഒരു ഭാഗമായപ്പോൾ ഒന്നിലധികം ഭാഷകൾ വേണം എന്നൊരു തോന്നലുണ്ടായി. ഇന്ന് എന്നോട് ചോദിച്ചാൽ ഇംഗ്ലീഷിലും കൂടെ ഒന്ന് തൊട്ട് പറയാമെന്ന്. പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ സമയം ഒരുപാട് എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ആർക്കും തികയാതെ വരും. ഉള്ളത് കൊണ്ട് ഇല്ല ആർക്കും എന്ന് പണ്ടാരണ്ട് പറഞ്ഞ പോലെ ഇരിക്കുള്ളൂ. ഉള്ളത് കൊണ്ട് ഇല്ല ആർക്കും. അതുകൊണ്ട് സമയം പൗത്താൽ ആർക്കും തികയത്തില്ല. 2 ഭാഷകൾ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒരു തർജ്ജിമ കൊടുക്കും. എനിക്ക് മനസ്സിലായി 2 ഭാഷക്കാർക്കും പ്രയോജനപ്പെടത്തില്ല. കാര്യം സമയമില്ലാതെ എന്ത് കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഓരോ ഭാഷകളിൽ വ്യത്യസ്ത ആരാധനകൾ വേണം എന്ന് തോന്നുകയും ഇന്ന് ദൈവത്തിന്റെ മഹാകരുണയാൽ 7 വ്യത്യസ്ത ഭാഷകളിൽ ഞങ്ങൾക്ക് ഒരേ സമയം ആരാധിക്കുവാൻ കർത്താവ് കൃപ തരികയും ചെയ്യും. പട്ടണത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി ദൈവം വസ്തുവകകൾ തന്നു. അതിനകത്ത് പലയിടങ്ങളിലും കെട്ടിടങ്ങൾ തന്നു. ചിലർക്ക് ഞങ്ങൾ വാടക കെട്ടിടങ്ങൾ എടുത്തു. ഇതിനൊക്കെയും ദൈവത്തിന്റെ കൃപ കൂടെ ഇരുന്നു. ഇന്ന് ആകുന്ന സാഹചര്യത്തിൽ ദൈവം കൊണ്ടുവന്നു. ഇതിനോടകം ലോകത്തിലെ 5 വൻകരകൾ കവർ ചെയ്തുകൊണ്ട് 40-ലധികം രാജ്യങ്ങളിൽ പോകുവാൻ, അതിൽ പലയിടത്തും ഒത്തിരി പ്രാവശ്യം പോകാൻ. ഞാൻ UK എത്ര പ്രാവശ്യം 95 നമ്മുടെ ആദ്യം വരുന്നത്. എത്രയോ പ്രാവശ്യം ഈ രാജ്യത്ത് കയറി ഇറങ്ങാൻ ദൈവം കൃപ ചെയ്തു. എത്ര രാജ്യങ്ങളിൽ പോകാൻ ദൈവം ഇട ചെയ്തു. പ്രധാന 5 ഭൂഖണ്ഡങ്ങളും പ്രധാന ദ്വീപസമൂഹങ്ങളും ചേർത്ത് 40-ലധികം രാജ്യങ്ങളിൽ യാത്ര ചെയ്തു സുവിശേഷം അറിയിപ്പാൻ കർത്താവ് കൃപ തന്നു. അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ ആദ്യം കേൾക്കുന്നതും ഞാൻ ആദ്യം അറിയുന്നതും. ഞാൻ ആരംഭകാലം മുതൽ തന്നെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വഭാവമുണ്ട്. എൻ്റെ 12ാമത്തെ വയസ്സിൽ സുവിശേഷകരെ ആരംഭിച്ചത്. അന്ന് ആകപ്പാടെ ഒക്കുന്ന സുവിശേഷകരെ അതിരാവിലെ എഴുന്നേറ്റ് ചുറ്റുമുള്ള റോഡുകളിൽ കൂടെ നടന്ന് യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു, യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. ഈ വാക്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വട്ടത്തിൽ നടക്കുകയാണ്. പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൂട്ടത്തിൽ കുറച്ച് ട്രാക്റ്റുകൾ ഉണ്ടെങ്കിൽ കൂട്ടുകാർക്ക് കൊടുക്കും. ഇത്രയൊക്കെ ഒക്കെ ഉള്ളത്. അതിനുശേഷം സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടു, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഇച്ചിരൂടെ സമയമായി. ആ സമയത്ത് സ്കൂൾ വിട്ട് എൻ്റെ സഹപാഠികൾ വരുമ്പോൾ കവലയ്ക്ക് നിന്ന് ഞാനൊരു ചെറിയൊരു പ്രസംഗമൊക്കെ പറയുമായിരുന്നു. കാര്യം മാനസാന്തര പ്രസംഗവും ബന്ധുക്കോസിലെ സ്നാനവും ഒക്കെ ഞാൻ അവിടെ പറയുന്നുണ്ട്. കവലപ്രസംഗം പറയുമായിരുന്നു. ഇന്ന് കവലപ്രസംഗം മാറി ഇച്ചിരൂടൊക്കെ വ്യത്യാസത്തിൽ വരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഇന്ന് ലോകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മലയാളി ബന്ധുക്കോസ് സഭയുടെ പാസ്റ്ററായിട്ട് തമ്പുരാൻ കൊണ്ടുവന്നു. ദൈവം അവിടെ കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി ബന്ധുക്കോസ് സഭയായി മാറിയിട്ട് ഉദ്ദേശം 15 വർഷത്തോളമാണ്. ഈ ഇംഗ്ലീഷിൽ ഒരു കൊച്ചു സേയിങ് ഉണ്ട്, ഒരു ആപ്തവാക്യമുണ്ട്. ടു ബിക്കം നമ്പർ 1 ഈസ് ഓൾ റൈറ്റ്, ബട്ട് ടു റിമെയിൻ നമ്പർ 1 ഈസ് ഡിഫിക്കൽട്ട്. ഇതൊന്നും കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡാണ്. ടു ബിക്കം നമ്പർ 1 ഈസ് ഓക്കെ. 15 വർഷം മുമ്പ് വി ബിക്കെയിം നമ്പർ 1, ബട്ട് ടു റിമെയിൻ നമ്പർ 1 ഈസ് വെരി ഡിഫിക്കൽട്ട്. കാര്യം ഇതിനകത്ത് ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. അത് ഇന്ന് വരെ നിർത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഇത് പറയുമ്പോൾ ബഥേൽ ചർച്ചിനേക്കാൾ കൂടുതൽ ആളുകൾ കൂടി വരുന്ന കോൺഗ്രിഗേഷൻസ് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഗൗരവമായി മനസ്സിലാക്കാൻ ഇത് മറക്കരുതാത്ത ഒന്നാ ഞാൻ പറയാം. ഒരു മിനിസ്ട്രിയും ഒരു സഭയും രണ്ടാണ്. ഒരു മിനിസ്ട്രിക്കകത്ത് ഉപദേശത്തിന്റെ ഗൗരവം കാണത്തില്ല. അതിനകത്തൊന്ന് മണവാട്ടി സഭയിൽ പോകാൻ ആളുമില്ല. അതിനകത്ത് ഉപദേശത്തിന്റെ ഗൗരവമില്ല. എന്നാൽ സഭ
ഏത് പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുന്നതാ. അതാ സഭ. ഇതാ തമ്മിലുള്ള വ്യത്യാസം. ഞാനൊരു കൊച്ചു ഉദാഹരണം കൊണ്ട് അത് വ്യക്തമാക്കി തരാനായിട്ട് ശ്രമിക്കാം. ഞാൻ ബൈബിളിൽ നിന്നൊരു ഉദാഹരണം എടുക്കാം. ഞാൻ അവിടെ പോകണമെന്ന് വിചാരിച്ചതല്ല, ബൈബിളിൽ നിന്നൊരു ഉദാഹരണം എടുക്കാം. ഒരിക്കൽ അരാം രാജാവിന്റെ സേനാനായകനായിരുന്ന നയമാൻ എന്നൊരു കുഷ്ഠരോഗി ഏലീശ പ്രവാചകന്റെ അടുക്കൽ ചെല്ലുകയും ഏലീശ പ്രവാചകന്റെ കയ്യാൽ അദ്ദേഹം സൗഖ്യമാകുകയും ചെയ്തു. കയ്യാൽ സൗഖ്യമായി എന്ന് പറയുന്നതിന്റെ അർത്ഥം കൈ വെച്ച് പ്രാർത്ഥിച്ചെന്നല്ല. അദ്ദേഹം പറഞ്ഞു, നീ പോയി യോർദാനിൽ 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. ഇത് ഞാൻ പോയി മുങ്ങി, ഞാൻ മുത്തു. അദ്ദേഹത്തിന്റെ കുഷ്ഠമൊന്ന് മാറി. ഇയാൾ തിരിച്ചു വന്ന് ഏലീശ പ്രവാചകനോട് പറഞ്ഞ ഭാഗത്ത് ഇച്ചിരി വിശദീകരിക്കാം, നല്ലതാ. ഏലീശ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറഞ്ഞ, യജമാനെ സുഖമായല്ലോ, അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് കുറച്ച് പണവും ബാബിലോണിയ വിശേഷ വസ്ത്രങ്ങളും ഒക്കെ വാങ്ങിക്കണേ എന്ന് പറഞ്ഞു. നേരെ പറഞ്ഞു, വേണ്ട, നിന്റെ കയ്യിൽ നിന്ന് യാതൊന്നും വേണ്ട, നീ ശമിക്കപ്പെട്ടവനെ നിന്റെ കൊണ്ടുപോകാൻ പറഞ്ഞു. നിർബന്ധിച്ചിട്ടും വാങ്ങിച്ചില്ല. അന്നേരത്തെ ഇങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ യജമാനെ എനിക്കൊരു കരുണ കാണിക്കണം. 2 കോവർ കഴുതയുടെ പുറത്ത് കയറ്റാവുന്ന മണ്ണ് എനിക്ക് തരണം. ഞാൻ മണ്ണും കൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ പോകാം. എനിക്കറിയാം ആരാധിക്കാൻ വരേണ്ടത് യെരൂശലേമിലാണ്. യഹോവയോടല്ലാതെ വേറെ ഒരു ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കത്തുമില്ല. എൻ്റെ തീരുമാനം മുഴുവൻ ഇവിടെ തന്നെ ആരാധിക്കാനാണ്. പക്ഷേ സൗകര്യം പലതും ശരിയാകുന്നില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരുന്നില്ല. ഞങ്ങളുടെ തന്നെ ഇരുന്ന് ആരാധിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് 4 ചാക്ക് മണ്ണൂടെ തരണം. യെരൂശലേമിലെ മണ്ണ് കൊണ്ടുവന്നതിനെ കുറിച്ച് നിങ്ങൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ലണ്ടനിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ ഓർക്കുന്നില്ല. ഈ ലണ്ടനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അമേരിക്കയിൽ സർവ്വസാധാരണമായി കാണാറുണ്ട്. പള്ളികളുടെ മുമ്പിൽ ഒരു ചെറിയ അരമതിൽ, ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഒരു അരമതിൽ. നിങ്ങൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ലണ്ടനിൽ കണ്ടിട്ടുണ്ട്. എവിടെയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. യൂറോപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പള്ളികളുടെ ഒരു സൈഡിൽ, സ്റ്റേജിന്റെ ഒരു സൈഡിൽ ഒരു 3 അടി കളരം, അപ്രോക്സിമേറ്റ്ലി 3 അടി കളരത്തിൽ ഒരു അരമതിൽ കെട്ടിയേക്കും. ചെത്തി വൃത്തിയാക്കാത്ത കല്ലുകൊണ്ട്. ഞാൻ ഇപ്രാവശ്യത്തിലെ പോകുമ്പോൾ പല വീടുകളുടെയും ഭിത്തികൾ ശ്രദ്ധിച്ചു. ആ ഭിത്തികളിൽ ചെത്തി വൃത്തിയാക്കാത്ത കല്ലുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്നത് കണ്ടു. ഇത് ഇനിഷ്യലി തുടങ്ങിയത് യെരൂശലേമിലെ കല്ലുകൊണ്ട്. പല പള്ളികളിലും ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മതിലിന്റെ കല്ലുകൾ യെരൂശലേമിൽ നിന്ന് കൊണ്ടുവരുന്നത്. അവരതിനെ വിളിക്കുന്നത് ജെറുസലേം വോളെന്ന് അതിനെ വിളിക്കുന്നത്. യെരൂശലേം മതിൽ. UK-യിലെ പല കല്ലുകളും അതിനോട് വളരെ സാമ്യമുള്ളതാണ്. ഒരുമാതിരി ലൈനിൽ പൊട്ടിക്കിട്ടും, പക്ഷേ മിനുസല്ല. അങ്ങനത്തെ കല്ലുകൾ കൊണ്ട് കെട്ടിയത് കാണും. അതിന് യെരൂശലേം വോളെന്ന് വിളിക്കും. കാര്യം യെരൂശലേമിൽ പോയി ആരാധിക്കാൻ ഒക്കാത്തത് കൊണ്ട് യെരൂശലേമിന്റെ ഒരു ഭാഗം ഇങ്ങോട്ട് കൊണ്ടുവന്ന് ആരാധിക്കുക എന്ന ആശയത്തിലാണ് ചെയ്യുന്നത്. തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല ഞാൻ പറഞ്ഞത്. ആ ഒരു ആശയത്തിലാണ് അത് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ യെരൂശലേമിൽ വന്നെനിക്ക് ആരാധിക്കാൻ ഒക്കാത്തത് കൊണ്ട് ഇവിടെ നിന്ന് 4 ചാക്ക് മണ്ണ്, 2 കോവർ കഴുതയുടെ പുറത്ത് കയറ്റാവുന്ന മണ്ണെന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കോവർ കഴുതയുടെ പുറത്തെ സാധാരണ ലോഡ് 2 ചാക്കാണ്. 4 ചാക്ക് മണ്ണൂടി എനിക്ക് തരണം. അതുകൊണ്ട് എൻ്റെ വീടിനകത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്കിരുന്ന് ഞാൻ എന്നെ കൈകൊട്ടിക്കോളാമെന്നാണ് ഈ പുള്ളി പറഞ്ഞത്. പ്രവാചകന്മാരുടെ സന്തോഷത്തോടെ കൊണ്ടുപോകും. ആരുടെ 4 ചാക്ക്? അതിൻ്റെ നട്ടമല്ലേ ഉത്സാഹിച്ചോളാം. നിന്റെ തോന്നുന്നു ഇങ്ങോട്ട് വേണ്ട, നീ 4 ചാക്ക് മണ്ണ് കൊണ്ടുപോകും. അപ്പോഴാണ് ഇയാൾ അടുത്ത കണ്ടീഷൻ പറയുന്നത്, ഞാൻ യഹോവയോട് മാത്രമേ ആരാധിക്കത്തുള്ളൂ, സേവിക്കത്തുള്ളൂ. പക്ഷേ പിന്നെ എൻ്റെ യജമാനായ രാജാവ് റിമ്മോൻ എന്ന് പറയുന്ന ദേവന്റെ ക്ഷേത്രത്തിൽ കയറി എൻ്റെ കൈത്താങ്ങലോടുകൂടെ ആരാധിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ചുമ്മാ ഞാനൊന്ന് വണങ്ങും. കാര്യമായിട്ടല്ല, ചുമ്മാ ഒന്ന് വണങ്ങും. ഇത് വന്ന് ക്ഷമിച്ചേക്കണം. അദ്ദേഹം പ്രവാചകൻ പറഞ്ഞു, അയ്യോ ആയിരയുടെ തകരാറ്, നീ പോയി ചെയ്യടാ. ചുരുക്കി പറഞ്ഞാൽ ആരാധിക്കാൻ വരേണ്ട ഇടത്ത് വരണമെന്നില്ല. പോകുന്നിടത്തിരുന്ന് ആരാധിച്ചു. 2, വിഗ്രഹങ്ങളുടെ മുമ്പിൽ കുമ്പിട്ടാലും ഒന്നുമില്ല, സൗകര്യമായിട്ട് ചെയ്തു. നീ പൊയ്ക്കോ, ഒരു കുഴപ്പവുമില്ല, സമാധാനത്തോടെ പൊയ്ക്കോളാം. നമ്മളെ അവനെ സമ്മതിക്കൂ. ഞാൻ എൻ്റെ ദാനിയേൽ പ്രവാചകന്റെ അടുക്കലോട്ട് തിരിയാൻ പോവാം. ദാനിയേൽ പ്രവാചകൻ ജീവനോടിരിക്കുന്ന കാലത്ത് ഒരിക്കൽ രാജാവ് പറഞ്ഞു, മേലാൽ രാജാവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. ദാനിയേൽ പതിവ് പോലെ തന്നെ കിളിവാതിൽ യെരൂശലേമിന് നേരെ തുറന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ എവിടെ കാണാൻ ഉണ്ടായിരുന്ന ചോദിച്ചാൽ, അപ്പൂപ്പ വയ്യപ്പ 19 വയസ്സ് കഴിഞ്ഞ് ഇയാൾക്ക് ഇടോ വട്ടാണോ തലക്കോളമാണോ എന്നോടൊന്ന് അടച്ചിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാലോ? അങ്ങനെ എനിക്കുള്ള വിധി ബൈബിളില്ല. നീ പരദേശിയായി പോകുന്നിടത്ത് യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്നിട്ട് പ്രാർത്ഥിക്കണമെന്നൊരു വാക്യം കിടക്കുന്നതുകൊണ്ട് ഞാൻ തുറന്നിട്ടേ പ്രാർത്ഥിക്കുകയുള്ളൂ. എടാ, അപ്പുറത്ത് വിഗ്രഹത്തിന്റെ മുമ്പിൽ കുമ്പിട്ട കുഴപ്പമില്ല എന്ന് നിന്നെക്കാൾ എത്രയോ വലിയ ആളെ എലീശ പ്രവാചകൻ പറഞ്ഞില്ല. നിനക്കെന്നാടാ? നിനക്കറിയാമോ ദാനിയേൽ പറയുമ്പോൾ മറുപടി? നരകത്തിപ്പാനിപ്പം പോകുന്ന പാർട്ടി പോകുന്ന പോക്കിൽ 4 റിമ്മോനെ തൊഴുതയുള്ള ആർക്കടാ നട്ടം? ആകെ നട്ടം 4 ചാക്ക് മണ്ണേ ഉള്ളൂ. ഞാൻ ആ കൂട്ടത്തിൽ പെടുന്നതല്ല, ഞാൻ ദൈവത്തിന്റെ അടുക്കൽ പോകേണ്ടതാണ്. ഈ ഏലീശ ചെയ്ത ആ ശുശ്രൂഷയാണ് മിനിസ്ട്രി എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഇവരോട് പറഞ്ഞു, നീ എന്തൊക്കെ കാണിക്കുന്നു പോയി കാണിച്ചു, നീ ഏതായാലും നരകത്തിപ്പാനുള്ളത് അതിലേ പോകും. പിന്നെ
നീ പോകുന്ന വഴിക്ക് കുഷ്ഠം സുഖമാക്കുന്ന ഒരു ദൈവം യെരൂശലേമിലുണ്ടെന്ന് പറഞ്ഞേക്കണം. നന്നാകാനുള്ളവന് പോലും, ഗുണപ്പെടാനുള്ളവന് അത്രയും സാക്ഷി മതി. അതുകൊണ്ട് ഇനി പോലും അതിനെയാണ് മിനിസ്ട്രി എന്ന് വിളിക്കുന്നത്. മിനിസ്ട്രി അതിനെ ക്രിസ്തുവിൻ പൂർണ്ണതയിലേക്ക് വളർത്തത്തില്ല. തിരുവചനത്തിന്റെ ഗൗരവവും ആഴവും ആരെയും അറിയിക്കത്തില്ല. പകരം തൽക്കാലത്തേക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കും. നന്നാകേണ്ടവൻ അല്ല സഭയിൽ പോയി നന്നായിക്കോണം, ദാറ്റ്സ് ഇറ്റ്, അതിൽ കവിഞ്ഞില്ല. സഭ അതല്ല. ഒരിക്കൽ റെയിൻഹാർഡ് ബോൺകെയുടെ അടുക്കൽ ആളുകൾ ചോദിച്ചു, അങ്ങ് സ്നാനത്തെക്കുറിച്ച് പ്രസംഗിക്കാറില്ല, വിശുദ്ധിയെക്കുറിച്ച് പറയാറില്ല, വേർപാടിന്റെ ഉപദേശം കൊടുക്കാറില്ല, അങ്ങ് ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞ് രോഗശാന്തി കൊണ്ട് നിർത്തുകയുള്ളൂ, വൈ? അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. എവിടെയെങ്കിലും ഒരു പർവ്വതം ഇടിച്ചു പൊളിക്കണമെങ്കിൽ അതൊരു ഉറുമ്പിനെ കൊണ്ടൊക്കത്തില്ല, ഒരു കൊമ്പനാനെ കൊണ്ടേ ഒക്കും. ദൈവം എന്നെ ഒരു കൊമ്പനാനയായി നിർത്തി. അതുകൊണ്ട് പർവ്വതം ചവിട്ടി പൊടിക്കുന്ന ജോലിയാണ് എൻ്റേത്, ഞാനത് ചെയ്യും. മറുവശം, എവിടെയെങ്കിലും ഒരല്പം പഞ്ചസാരയും തരിമണലും കൂടെ ഇടകലർന്നു പോയാൽ അത് വേർതിരിച്ചു കൊടുക്കാൻ ആനയെ കൊണ്ട് ഒക്കുകയില്ല, അതിന് ഉറുമ്പ് വരണം. ഉറുമ്പ് വന്നാൽ ഓരോ പഞ്ചാര പെറുക്കിയെടുത്തിട്ട് കൊണ്ടുവരും. ദൈവത്തിന്റെ സഭയ്ക്കകത്ത് ഈ മൈന്യൂട്ട് ശുദ്ധീകരണമുണ്ട്, മിനിസ്ട്രിക്കകത്ത് അതില്ല. ഇത് പൊടിച്ചിടുക. ഇതിനകത്തൊന്ന് ഗുണപ്പെടുന്നവൻ, രക്ഷപ്പെടേണ്ടവൻ എവിടെയെങ്കിലും ദൈവസഭയിൽ പോയി കയറിക്കണം. ഞാൻ ഭൂമിയിലെ ഏറ്റവും വലിയ മലയാളി പെന്തക്കോസ്ത് സഭ എന്ന് എടുത്തു പറയുമ്പോൾ മിനിസ്ട്രികളെ അല്ല ഞാൻ പറഞ്ഞത്, സഭയെ ഞാൻ പറഞ്ഞത്. അതായത് മണവാട്ടി സഭയെ ഒരുക്കിയെടുക്കുന്ന, ക്രിസ്തുവിന്റെ കാന്തയെ ഒരുക്കിയെടുക്കുന്ന ഒരു സഭ. അവിടം വരെ വരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ. ഇന്ന് മാധ്യമങ്ങൾ ദൈവം തന്നതുകൊണ്ട് ഒരു പണിക്ക് മുകളിലേക്ക് കയറുവാനിടയായി. ഞങ്ങളുടെ വർഷിപ്പിന്, ഞാൻ പാചകം എടുത്ത് പറയുന്നത് ക്ഷമിക്കണം, ഞങ്ങളുടെ വർഷിപ്പിന് ഇന്റർനെറ്റിലൂടെ പങ്കെടുക്കുന്നവരോട് പക്ഷേ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഞങ്ങളുടെ കൊയറിന്റെ പാട്ട് അത്ര ശരിയാകുന്നില്ല. കൊയർ മോശമായിട്ടല്ല, എക്യുപ്മെന്റ്സ് മറ്റുള്ളതുമായിട്ട് മാച്ച് ചെയ്യാനിട്ടാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞാൽ ബസ് ഇതൊരു വലിയ ശല്യമാണ്, ഇതിന് വേണമെങ്കിൽ ഒത്തിരി വരെ പിടിപ്പുള്ള എക്യുപ്മെന്റ്സ് ഇനിയും വാങ്ങിക്കണം. നമ്മുടെ ഓഡിയോ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു, ഇന്ന് അത് നല്ലത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നമ്മളെപ്പോലെ വെബ്സൈറ്റ് നടത്തുന്ന വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് നമ്മളെ ഒന്ന് കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൺലൈൻ ഡയറക്റ്റ് കിട്ടുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രിലിമിനറി സെർച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു, ജോയൽ ഓസ്റ്റൻ ഒരെണ്ണം ഉണ്ട്. ഒരു മലയാളി ചർച്ചിന് നമ്മളെപ്പോലെ ഒന്നില്ല, കമ്പയർ ചെയ്യാനൊന്നുമില്ല. നോബഡി. ഒരു മലയാളി ചർച്ചിന് കമ്പയർ ചെയ്യാൻ, നമ്മളോട് കമ്പയർ ചെയ്യാൻ ഇവിടെ അമേരിക്കയിലും ഈ ലണ്ടനിലും ഒക്കെ ഇല്ല, അങ്ങനൊരു സൂത്രം ഇല്ല. ഇനിയുള്ളതൊരു ലെവൽ നമ്മളെക്കൊണ്ട് ഒത്തിരി കൂടെ മേളില്ല. നമുക്കവിടെ പാനകത്തില്ല, കോടികളുടെ എക്യുപ്മെന്റ്സ് ആണ് നമുക്ക്, കോടികളുടെ. നമ്മുടെ ലെവലിൽ നമ്മളെ ഉള്ളൂ, വേറെ ആരും ഇല്ല. നമുക്കൊന്ന് മോഡലാക്കാൻ വേറെ ആരുമില്ല. പലർക്കും മോഡലാകാൻ കർത്താവ് ഞങ്ങളെ നിർത്തിയത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. പലർക്കും മോഡലാകാൻ. നമ്മൾ ആരെങ്കിലും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടോ? തമ്പുരാൻ നിങ്ങളെ വഴി കിട്ടിച്ചു പോകത്തില്ല. ദൈവം നിങ്ങളെ ഉയർത്തിയിരിക്കും. എൻ്റെ 11ാമത്തെ വയസ്സിലെ തീരുമാനം സ്വർഗത്തിലെ ദൈവം മാനിച്ചു. ഇന്ന് പ്രധാനദാസൻ പറഞ്ഞായിരുന്നു, രഞ്ജിത് പാസ്റ്റർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മെമ്മറീസ് വചനം പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു വരുമെന്ന് എനിക്കറിയാൻ വയ്യ. ഞാനിവിടെ നിൽക്കുകയായിരുന്നു, ഉറങ്ങല്ലായിരുന്നു, നിൽക്കുകയായിരുന്നു. പക്ഷേ പ്രാർത്ഥിച്ചു തീർന്നത് ഞാൻ അറിഞ്ഞില്ല. എന്നെ രണ്ടാമത് വിളിക്കുകയായിരുന്നു, പാസ്റ്റർ വെച്ചല്ലേ, ഞാനൊരു വെളിപ്പാട് കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. വെളിപ്പാട് കണ്ടതുകൊണ്ട് പ്രാർത്ഥിച്ചു തീർന്ന് അറിഞ്ഞില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. വെളിപ്പാട് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഇരുന്ന ശേഷം 1-2 പ്രാവശ്യമുള്ളൂ. ഞാനത് ആദ്യം പറഞ്ഞു തുടങ്ങണമെന്ന് ഓർത്തു. ഇപ്പൊ സാക്ഷി നിർത്തിവെച്ച് തുടങ്ങുക. 3 പുതിയ ബുക്കുകൾ തമ്പുരാൻ പെടുത്തുയർത്തുന്നതായിരുന്നു. 3 വ്യക്തികളുടെ ചരിത്രം പുതുതായി തുടങ്ങുക. 3 വ്യക്തികളുടെ ചരിത്രം പുതുതായി തുടങ്ങുക. 3 പുതിയ പുസ്തകങ്ങൾ. പലർക്കും പുതിയ അധ്യായങ്ങൾ എഴുതിയേക്കും, ഇതുവരെ ഇല്ലാത്ത ചില കാര്യങ്ങൾ മനസ്സിലായേക്കും. എന്നാൽ 3 വ്യക്തിത്വങ്ങൾ ഈ കൊച്ചു ഗ്രൂപ്പിനകത്തുനിന്ന് തമ്പുരാൻ വേർതിരിക്കുക. കഴിഞ്ഞ കാലത്തെ പുസ്തകങ്ങൾ നിങ്ങൾ തുടരുകയില്ല. 3 പേര് അതുകൊണ്ട് അതാരാണ് തമ്പുരാൻ മാത്രം അറിയാം. ഇന്നലെ രാത്രി മുതലൊരു ഇമ്പാർട്ടേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഇൻ അഡ്വാൻസ് തമ്പുരാൻ പറഞ്ഞ 3 പേർ ഇതിനകത്തുനിന്ന് ജീവിതം മാറും. ന്യൂ ബുക്സ്, പഴയ ബുക്കുകൾ മാറ്റും. ഒരു ചരിത്രം ആകെപ്പാടെ മാറ്റിത്തിരിക്കുന്ന ഒരു ദൈവിക സന്ദർശനം ഇന്ന് ഈ രാത്രി കൊണ്ട് അനുഭവിക്കാം. നാളെ ആരാധനയൊക്കെ ഉണ്ട്, എന്തിനാ അത്രയും പോണ്ട, ഇന്ന് രാത്രി കൊണ്ട് അത് അനുഭവിക്കണം. ഞാൻ വെളിപ്പാട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ വന്ന ശേഷം 1-ലധികം പ്രാവശ്യം കണ്ടു. അത് ആർക്ക് കിട്ടുമെന്ന് എനിക്കറിയാൻ വയ്യ. നിർമ്മല മനസ്സാക്ഷികളുടെ ജീവിതം നശിപ്പിക്കാത്ത ആരൊക്കെ ഇതിനകത്തുണ്ടോ അവർ ദൈവസന്നിധിയിൽ പിടിച്ചു. ദൈവം അവരിൽ ചിലരെ അത് ഏൽപ്പിക്കട്ടെ. ഓക്കെ,
ഇന്ന് ആയിരിക്കുന്ന സ്ഥാനം വരെ എത്തുവാൻ കൃപയാൽ സ്വർഗത്തിലെ ദൈവം അവസരം തന്നു. ഞാൻ ഇനി ദൈവവചനത്തിലേക്ക് മടങ്ങി വരട്ടെ. എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. 11-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വെറുതെ അങ്ങനെ വായിക്കുക, അത് വിശദീകരിക്കത്തില്ല. അതിന്റെ പുറകിലോട്ട് ഞാൻ പിന്നെ വരും. അവർ നമ്മെ കൂടാതെ രക്ഷാമുക്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. അവർ ഒരു കൂട്ടം വിശ്വാസ വീരന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഇന്നലെ വൈകിട്ട് നമ്മൾ തുടങ്ങി. ഈ വിശ്വാസ വീരന്മാരെ കുറിച്ച് പറഞ്ഞു ഇവരാരും പുള്ളികൾ: ഹാബേൽ, നോഹ, അബ്രഹാം, യാക്കോബ്, ഇസഹാക്ക്, ജോസഫ്, മോശ. വലിയ 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 വമ്പന്മാർ, നമ്മളാരും പ്രതീക്ഷിക്കുന്നവരൊന്നും അല്ല. ഈ ഏറ്റവും വലിയ പുള്ളികളെ ഇങ്ങോട്ട് വിളിച്ചു നിർത്തിച്ചു പറഞ്ഞു, ഇവർ നമ്മെ കൂടാതെ രക്ഷാമുക്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി നല്ലതും ഏറ്റവും നല്ലതെന്ന് കരുതി. അവർ രക്ഷാമുക്തി പ്രാപിക്കത്തില്ലെന്നല്ല പറഞ്ഞത്, അവരൊക്കെ അവരുടെ ഓട്ടം കൂടി തികച്ചു. ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുക എന്നിരിക്കട്ടെ, ഹാബേൽ ഓടി. 1000 മീറ്റർ ഓടുവാൻ മേ ബി 15 സെക്കൻഡ് 15.2 സെക്കൻഡ് എടുത്തു, അല്ലെ 5 മിനിറ്റ് 15.2 സെക്കൻഡ്സ് എടുത്തു. അദ്ദേഹത്തിന്റെ കുറിച്ചു വെച്ചു, എത്ര സെക്കൻഡ് കൊണ്ട് ഓടി നിന്റെ തലമുറ കഴിഞ്ഞ് നീ പോ, അടുത്ത തലമുറ ഓടാൻ വേണ്ടി. ഹാനോക്ക് ഓടി, അദ്ദേഹത്തിന്റെ എഴുതി വെച്ചു 20 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് ഓടി തീർത്തു. കുറിച്ചു വെച്ചു, പോ അടുത്തവൻ വരട്ടെ. ഇന്ന് എന്റെ നിങ്ങളുടെ ഓട്ടം എത്ര സെക്കൻഡ് എത്ര മിനിറ്റ് കൊണ്ട് ഇത് ഓടി തികച്ചു എന്ന് റെക്കോർഡ് അവിടെ സൂക്ഷിക്കും. എന്നിട്ട് അന്തിമ കാഹളത്തിങ്കൽ എല്ലാത്തിനെയും കൂടെ വിളിച്ചു വരുത്തിച്ചു പറയും, ഏറ്റവും ഫസ്റ്റ് ഇന്നയാർക്ക അവർ രക്ഷാമുക്തി പ്രാപിക്കുമ്പോൾ നമ്മെ കൂടാതെ പ്രാപിക്കുവാൻ നമുക്ക് ഈക്വൽ ചാൻസ് തരുവാൻ ദൈവം തീരുമാനിച്ചു. നമുക്ക് ഏറ്റവും നല്ലതെന്ന് തമ്പുരാൻ മുൻകരുതി. ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? മോശ വലിയവനായിരുന്നു തന്റെ തലമുറയിൽ. പക്ഷെ ഈ തലമുറയിൽ നിങ്ങളിൽ ചിലരായിരിക്കും വലിയവർ. മോശ നിങ്ങളും തമ്മിലായിരിക്കും കോമ്പറ്റീഷൻ. ദൈവം ഒരു തലമുറയുടെ മാത്രം ദൈവമല്ല, തൻ സകല തലമുറകളുടെയും ദൈവമാണ്. ദൈവം സകല തലമുറകളുടെയും ദൈവമാണ്. നമ്മളൊക്കെ അവരുമായിട്ട് കമ്പീറ്റ് ചെയ്യുന്നത് അല്ല, ഇവിടെ കാണുന്ന ലോക്കൽ ആളുകളുമായിട്ടല്ല. അങ്ങപ്പുറത്തെ ചർച്ചുകാരുമായിട്ട് നോക്കിയാൽ എനിക്ക് 5 പേര് കൂടുതലുണ്ട്, ഇങ്ങപ്പുറത്തെ ചർച്ചുകാരുമായിട്ട് നോക്കിയാൽ എന്റെ കസകളുടെ നിറം കൂടുതലാണ്. മോനെ ഇതുമായിട്ടൊന്നും അല്ല കമ്പയർ ചെയ്യുന്നത്. തമ്പുരാന്റെ കമ്പാരിഷൻ വലിയ ആചാരവാഹുക്കളുമായിട്ടാണ്. അവർ നമ്മെ കൂടാതെ രക്ഷാമുക്തി പ്രാപിക്കാതിരിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. അവരെല്ലാം ഒരു വാഗ്ദത്ത നാട് ദൂരമേ കണ്ടു, അവരതിനെ അഭിനന്ദിച്ചു. എന്നിട്ട് അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഭൂമിയിൽ അന്യരാണ്, ഞങ്ങൾ ഭൂമിയിൽ പരദേശികളാണ്, ഞങ്ങൾക്കൊരു വാഗ്ദത്ത നാടുണ്ട്. ഇനിയും ഇച്ചിരി മേളിലോട്ട് കയറാൻ പോവുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ പലത് കണ്ടു, ചിലത് ഇനി അല്പം മേളിലോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ 21-ാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തെങ്കിൽ യോസേഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. യാക്കോബിന്റെ ഊന്നുവഴി എന്റെ പ്രസംഗ വിഷയങ്ങളിലെ ഏറ്റവും പ്രസിദ്ധമായ ഒന്നാണ്. പക്ഷെ ഇന്ന് അത് കംപ്ലീറ്റ് തുടങ്ങാൻ നോക്കത്തില്ല. യാക്കോബിന്റെ ഊന്നുവഴി. യാക്കോബ് യാബോക്ക് കടവ് കടന്ന് ആദ്യമേ തന്റെ അമ്മാച്ചന്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഈ പുള്ളിയുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു ഊന്നുവഴിയാണ്. ഒന്ന് ശ്രദ്ധിച്ചു, ഇതിനകത്തിരിക്കുന്ന ചിലരും കൂടെ കേട്ടു. നിങ്ങൾ ചിലരും ഊന്നുവഴി പരിവത്ത് നിൽക്കുന്നതേ ഉള്ളായിരിക്കും എന്ന് പറഞ്ഞാൽ കിളവനായ നല്ലി പറയുന്നതിന്റെ അർത്ഥം കേട്ടോണം. ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിന് മുന്നമേ അപ്പന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടം ഓടി. കാര്യം ചേട്ടൻ കൊല്ലാൻ വരുന്നു, ചാകാതിരിക്കാൻ വേണ്ടി ഇറങ്ങി ഓടി. ആ പോയ പോക്കിന് അയാൾ പറഞ്ഞ് എന്റെ ഒരു ഊന്നുവഴി ഉണ്ടായിരുന്നു എന്ന്. ഇതിന്റെ അർത്ഥം എന്തോ, അന്ന് കാലത്തെ ആളുകൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഇവിടുത്തുകാരനല്ല എന്ന് കാണിക്കേണ്ടതിന് ഒരു ഊന്നുവഴി അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടു നടക്കും. ഇല്ലെങ്കിൽ ചെല്ലുന്നിടത്തെ ആളുകൾ തല്ലിക്കൊല്ലും. ഞാനിവിടെ വരുന്നത് എന്റെ പാസ്പോർട്ട് നോക്കി കാണിച്ചുകൊണ്ടാണ് ഇമിഗ്രേഷനെ കാണുന്നത്. അന്ന് പാസ്പോർട്ട് ഇല്ല, വിസ ഇല്ല, ഇമിഗ്രേഷൻ നോക്കുന്നത് ഊന്നുവഴി ഉണ്ടോന്നാണ്. യാക്കോബ് തന്റെ സ്വന്തം വീട്ടിൽ നിന്ന് പദ്മനാരാമിലേക്ക് ഓടിപ്പോകുമ്പോൾ ഊന്നുവഴി വെട്ടി. ഊന്നുവടിയെ കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് തന്നേക്കാൾ 1 മുഴം കൂടെ നീളക്കൂടുതലുള്ളതായിരിക്കണം വടി. ഞാൻ ഈ വടി പിടിച്ചുകൊണ്ട് എവിടെ നിന്നാൽ ഏത് നീളമുള്ളവനേക്കാളും 1 മുഴമായതുകൊണ്ട് അതിൻ്റെ മേളിൽ നിൽക്കും. ഞാൻ ഇതിൻ്റെ എഞ്ചിൻ പാസം കൂടെ നിന്നാൽ അങ്ങനേക്കാളും മേളിലായിരിക്കും എൻ്റെ വടി. കാര്യം എന്നേക്കാൾ 1 മുഴം നീളക്കൂടുതൽ, ഒരു ചാണല്ല, 1 മുഴം നീളക്കൂടുതലുള്ളതാണ് ഊന്നുവടി. ഈ വടി പിടിച്ചുകൊണ്ട് എവിടെ ചെന്നാലും അറിയാണ്ട് ആ വരുന്നവൻ ഒരു പരദേശിയാണ്, അവൻ ഇവിടുത്തുകാരനല്ല. മലയാളത്തിൽ താണ ഭാഷ പറയും വരത്തനാണ് നിൽക്കുന്നത്, ഇവിടുത്തുകാരനല്ല. യാക്കോബ് പോകുന്ന പോക്കിൽ ഒരു ഊന്നുവടിയുമായിട്ടാണ് ഓടിയത്.
പോയി തനക്ക് വളർന്ന് ദൈവം അത് വർദ്ധിപ്പിച്ചു. താൻ ഒരുപാട് വളർന്ന് വർദ്ധിച്ചു. എന്നാൽ തൻ്റെ ഊന്നുവടി കളയാതെ താൻ സൂക്ഷിച്ചു. മടങ്ങി വരുമ്പോൾ തൻ ദൂതനോടൊരു വാക്ക് പറഞ്ഞു, ഞാൻ ഈ യാബോക്ക് കിടന്ന് യോർദാൻ കിടന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആകെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഊന്നുവടിയാണ്. ഇന്ന് കൂട്ടം കൂട്ടമായി ദൈവം എന്നെ അനുഗ്രഹിച്ച് എന്നെ അങ്ങ് വളർത്തി. പക്ഷെ ഇപ്പോഴും ഊന്നുവടി എൻ്റെ കയ്യിലുണ്ട്. ഞാനൊരു കുറച്ചുകൂടെ മുന്നോട്ട് എടുക്കാൻ പോകാം. ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്പോൾ വായിച്ച വാക്യത്തിൽ തൻ്റെ വടിയുടെ അറ്റത്ത് നമസ്കരിച്ചുകൊണ്ട് മരിച്ചു. മരണസമയം വരെ ഈ ഊന്നുവടി തൻ്റെ ഉണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകങ്ങളെ ചേർത്ത് ചിന്തിച്ചാൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. യാക്കോബ് രോഗിയായി കിടക്കുന്നു, മരിക്കാറായി എന്ന് ജോസഫിനെ അറിയിച്ചു. ജോസഫ് തന്റെ അപ്പന്റെ അടുക്കൽ ഓടി വന്നു. അപ്പൻ ജോസഫിനെ കൊണ്ട് ചില കാര്യങ്ങൾ സത്യം ചെയ്യിച്ചു. ജോസഫിന്റെ മക്കളെ അനുഗ്രഹിച്ചു. എന്നിട്ട് തന്റെ കട്ടിലിന്മേൽ ഇരുന്നു. ആ വടി ഇങ്ങോട്ടെടുത്ത് അവരോട് തല ചായച്ച്. വടിക്ക് എന്നാ നീളം? ആയ കാലത്ത് അങ്ങനെയേക്കാൾ ഒരിച്ചാൽ കൂടുതലായി, ഒരു മുഴം കൂടുതലായി. ഇപ്പൊ തല ചായച്ച വടിയിലോട്ട് തല ചായച്ചത്. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇരിക്കുന്ന മനുഷ്യനേക്കാൾ നീളം കുറവായി വടിക്ക്. ഇത് എന്നാ സംഭവിച്ചെന്നാണ് മെയിൻ വിഷയം. യാക്കോബ് ഓരോ കാടി നടക്കുമ്പോഴും തൻ്റെ മുമ്പിലായിരുന്ന ഭൂമിയെ കുത്തി 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 പുറകിലാക്കി 10,000-കണക്കിന് ദിവസങ്ങൾ നടന്ന് വടിത്തേഞ്ഞ് ആ പഴയ ഓർമ്മകളുമായി ദൈവമുമ്പിൽ നമസ്കരിക്കുന്നതാണ് ഊന്നുവടിയിൽ ചാരിക്കൊണ്ട് നമസ്കരിച്ചത്. യാക്കോബ് മരണകാലത്തെങ്കിൽ ജോസഫിനെ വിളിപ്പിച്ചു. യാക്കോബിന്റെ ഊന്നുവടി ഞാൻ തൊടാൻ പോകാം. യാക്കോബ് തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ തന്നേക്കാൾ ഒരു മുഴം കൂടെ നീളം കൂടുതലുള്ള ഒരു വടി വെട്ടിക്കൊണ്ട് ഇറങ്ങി. പോകുന്ന വഴിയിൽ തൻ്റെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ യഹോവയായ ദൈവം ഇറങ്ങി യാക്കോബിനോട് സംസാരിക്കുന്നു. ഞാൻ ആ ഭാഗം ഒന്ന് തൊട്ടോട്ടെ. യാക്കോബ് സ്വപ്നം കണ്ടിച്ച് ഒരു പ്രസ്താവന പറഞ്ഞു. സ്വപ്നത്തിൽ കണ്ടത് ഭൂമിയിൽ വെച്ചിരിക്കുന്നതും തല സ്വർഗത്തോളം എത്തുന്നതുമായ ഒരു കോവേടി അദ്ദേഹം കണ്ടു. ആ കോവേടിയിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. അത് കണ്ടുകൊണ്ട് യാക്കോബ് പറഞ്ഞു, അതിന്റെ മുകളിൽ യഹോവയായ ദൈവം നിന്ന് യാക്കോബിനോട് പറഞ്ഞു, നീ പോകുന്ന ഇടത്ത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ ഇവിടെ തിരിച്ചു കൊണ്ടുവരും. നീ ഇന്ന് കിടക്കുന്ന ഇടം എനിക്കൊരാലയമാകണം. യാക്കോബ് ദൈവത്തോട് പറഞ്ഞു, ഞാൻ പോകുന്ന വഴിയിൽ അങ്ങനെക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിക്കാൻ വസ്ത്രവും തന്നാൽ. വീട് ചോദിച്ചില്ല, ഭാര്യമാരെ ചോദിച്ചില്ല, മക്കളെ കുഞ്ഞുങ്ങളെ ചോദിച്ചില്ല. ഞാൻ പോകുന്ന വഴിയിൽ അങ്ങ് എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും തന്നാൽ എനിക്ക് കിട്ടുന്ന സകലത്തിലും ഞാൻ അങ്ങേക്ക് ദശാംശം തരാം. ദശാംശം അടുത്തൊരു തത്വം. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ദശാംശം തരാം. ഞാൻ മടങ്ങി വന്നാൽ ഈ സ്ഥലത്തെ യഹോവയ്ക്കൊരാലയം പണി. ഇത് പറഞ്ഞിച്ച് അദ്ദേഹം കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. കിടക്ക എന്ന് പറയുന്നത് പുല്ലും വെച്ചിരിക്കുന്ന തലവണ കയ്യും. ഇങ്ങോട്ട് എഴുന്നേറ്റേച്ച് തൻ്റെ കയ്യിലെ ഊന്നുവടി കൊണ്ടായിരിക്കണം, വേറെ ഒരായുധവും തൻ്റെ കയ്യിലില്ല, ഒരു കുഴി കുത്തി ഈ കല്ല് തൂണായി കുഴിച്ചിട്ടു. വടിയൊരു 2 മില്ലിമീറ്ററിലും തേഞ്ഞു കാണും. ഒരു കുഴി കുത്തി ആ കുഴിക്കകത്ത് കല്ല് നേരെ കുഴിച്ചു വെച്ചു. അത് കുത്തി കുത്തി ഉറപ്പിക്കുക. മേ ബി 0.5 മില്ലിമീറ്റർ ഒരു കുത്തിന് കുറഞ്ഞെന്ന് വരാം. ഈ കുത്തുന്ന കൂട്ടത്തിൽ യാക്കോബ് പറയുന്നുണ്ട്, ദൈവം എന്നെ മടക്കി കൊണ്ടുവന്നാൽ, ദൈവം എന്നെ തിരിച്ച് സ്ഥലത്തെത്തിച്ചാൽ ഈ യഹോവയ്ക്കൊരാലയമാണ്, ഈ യഹോവയ്ക്കൊരു യാഗപീഠമാണ്. ഞാനിവിടെ ദൈവത്തിന് മന്ദിരം പണിയും. അവന്റെ വഴിയിൽ നിന്ന് 1-2 മില്ലിമീറ്ററിന്റെ നീളം കുറഞ്ഞു കാണും. പക്ഷെ ദൈവവുമായി ഒരു വ്യവസ്ഥ കിട്ടും. അദ്ദേഹം വർദ്ധിച്ചു പെരുകി നടന്ന വഴിക്കെല്ലാം ഈ ഊന്നുവടിയും കൊണ്ടാകുന്നത്. അതുകൊണ്ട് പോകുന്നിടത്തെല്ലാം ഇങ്ങനെ കുത്തി നടക്കും. 20 നീണ്ട വർഷങ്ങളൊക്കെ കഴിഞ്ഞു. പുള്ളി ഈ വ്യവസ്ഥയെ മറന്നു. വടി കയ്യിലുണ്ടെങ്കിലും ഇയാൾ ഒരു വ്യവസ്ഥയും പാലിച്ചില്ല. ദൈവത്തിന് ദശാംശം കൊടുത്തതായിട്ട് അറിയില്ല. ഈ പുള്ളി ഇങ്ങനെ നടന്നു. 20 വർഷം കഴിഞ്ഞപ്പോൾ യഹോവയായ ദൈവം തന്റെ യാക്കോബിന് വെളിപ്പെട്ട് വെച്ച് പറഞ്ഞു, യാക്കോബേ മോനെ, ഞാൻ ബേഥേലിന്റെ ദൈവമാടാ, ഓർമ്മയുണ്ടോടാ? നീ ഇങ്ങോട്ട് പോരുന്നപ്പോൾ ബേഥേൽ കണ്ടത് വലിയ തമ്പുരാനെ മൊത്തം ചരിത്രം ഞാൻ തിരിച്ചോർക്കുന്നു. ബേഥേൽ കണ്ട ഓർമ്മയുണ്ട്. അവിടെ വെച്ചൊരു വാചകം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇത് യഹോവയുടെ ആലയമല്ലാതെ മറ്റൊന്നല്ല, സ്വർഗത്തിന്റെ വാതിൽ തന്നെ. ആ സ്വപ്നത്തെ ഞാനൊന്ന് തൊടാൻ പോവുകയാണ്. ഇങ്ങനെ കണ്ട സ്വപ്നത്തിൽ ഭൂമിയിൽ വെച്ചിരിക്കുന്നതും സ്വർഗത്തോളം എത്തുന്നതുമായ ഒരു കോവേടിയുണ്ട്. ഭൂമിയിൽ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളാണ്.
ചിലർ പറയാറുണ്ട്, ഞാൻ പ്രത്യേകിച്ച് ഒരു തീരുമാനം എടുക്കരുത്, ദൈവം ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി എന്നെ വെടിവെക്കേണ്ടത്. ചുമ്മാ സഹോദര, എൻ്റെ ജീവിതത്തിൽ ഒരു ഉറച്ച തീരുമാനമില്ലാതെ ദൈവം ഒന്നും ചെയ്യില്ല. കാര്യം മാനസാന്തരം മുതൽ സകലതും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുകൊണ്ട് ഏറ്റുപറയുകയും വേണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനം ആ ഭൂമിയിൽ വെച്ചിരിക്കുന്ന കോവേണി. ചിലർ തീരുമാനം എടുക്കുക, എന്നാ പറയുന്നത്, ആ കാർ വാങ്ങിയ കാശ് കിട്ടുന്നത് വരെ ഇനി മുതൽ ഞാൻ ഷേവ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഞാൻ സ്നേഹിച്ച ആളിനെ കല്യാണം കഴിക്കുന്നത് വരെ ഇന്ന് മുതൽ ഷേവ് ചെയ്യത്തില്ല. എന്റെ പൊന്നു പോലെ ഇതൊന്നും സ്വർഗത്തിലെത്തുന്ന തലയല്ല. സ്വർഗത്തിലെത്തുന്നതും ഭൂമിയിൽ വെച്ചിരിക്കുന്നതുമായ കോവേണ്ടി. നീ ഷേവ് ചെയ്തില്ല, നിനക്ക് ചോറിയും ദൈവത്തിന് നാട്ടിൽ. ഇന്നു മുതൽ ഇന്ന കാര്യം നടക്കുന്നത് വരെ ഞാൻ പഞ്ചസാര ഉപയോഗിക്കത്തില്ല, ഐസ്ക്രീം തിന്നത്തില്ല. തിന്നാതെ ചാവട, ഇതിനിപ്പോ ആര് ഉത്തരവാദി? ഹൂ കെയർസ്? സ്വർഗത്തിൽ എത്തുന്ന തീരുമാനങ്ങളാണ് ദൈവത്തിന് വലുത്. ഭൂമിയിൽ വെച്ചിരിക്കുന്നതും തല സ്വർഗത്തിൽ എത്തുന്നതുമായ കോവേണ്ടി. ഇതിലൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തു. ഞാൻ ഈ വാക്യം എടുത്തു വായിക്കുകയല്ല, നിങ്ങൾ പറഞ്ഞു വിടുക. ദൂതന്മാർ സാധാരണഗതിയിൽ സ്വർഗത്തിലാണോ ഭൂമിയിലാണ്? സ്വർഗത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇറങ്ങിയേ ചെല്ലിയോ കയറേണ്ടത്? ലോജിക്കലി ഇത് കാണുന്നത് തിരിച്ചാ. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. ദൈവത്തിന് ദൈവത്തിൻ്റെതായ ഒരു ഫിലോസഫി ഉണ്ട്. ദൈവസന്നിധിയിൽ വരുന്നവൻ ദൈവത്തിന് കൊടുക്കുക, അപ്പോൾ തിരിച്ചു കിട്ടും. പണ്ടൊരിക്കൽ ഒരു ദൈവദാസൻ ബാംഗ്ലൂർ വന്നപ്പോൾ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ദൈവം എനിക്ക് തരട്ടെ, ദൈവത്തിന് ഞാൻ കൊടുക്കും. കർത്താവ് പറഞ്ഞു കൊടുപ്പീൻ എന്നാ കിട്ടും. ഇവൻ പറഞ്ഞ് കിട്ടട്ടെ എന്നാ കൊടുക്കും. ആര് ജയിക്കുമെന്ന് നോക്കാം. ദൈവത്തിന്റെ ഒരു തത്വമുണ്ട്. നാം ദൈവസന്നിധിയിൽ വന്നാൽ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുത്താൽ തരേണ്ടത് ദൈവത്തെ. ഇവിടെ നിങ്ങളുടെ ആരെങ്കിലും പണമല്ലായിരിക്കും ദൈവം ചോദിക്കുന്നത്. തകർന്ന ഹൃദയത്തിൽ നിന്ന്, നന്ദിയുള്ള ഹൃദയത്തിൽ നിന്ന് ഞാൻ സ്തോത്രമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. ദൈവിക പ്രോട്ടോകോൾ. പണ്ട് കാലത്തെ രാജാക്കന്മാരെ കാണാൻ വരുന്നവൻ വലിയതുപോലും ചെറിയതുപോലും അവന്റെ കഴിവിനൊത്ത് വന്ന് ഒരു രാജാവിന് കൊണ്ട് കൊടുക്കണം. അത് പ്രോട്ടോകോളാ. കയ്യിൽ ഒന്നുമില്ലാതെ രാജസന്നിധിയിൽ വന്നാൽ അത് രാജാവിനെ അപമാനിക്കുകയാ. നിത്യദൈവത്തിന്റെ പാപത്തിൽ വരുന്ന ദൈവപൈതൽ കൊടുക്കേണ്ടത് കൊടുത്താൽ കയറിയാൽ ഇറങ്ങാൻ വേറെ കാണും. ഓക്കെ, ഉറക്കം ഉണർന്ന ശേഷം യാക്കോബ് പറഞ്ഞൊരു പ്രസ്താവന. ഈ സ്ഥലം എത്ര ഭയങ്കരം. ഭയങ്കരം എന്നുള്ളത് മലയാളത്തിൽ തെറ്റായ തർജ്ജമയാണ്. ഹൗ ഓസം ഈസ് ദ പ്ലേസ്. ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുവാൻ യോഗ്യം എന്നതുകൊണ്ട് ഓസം എന്ന വാക്കിന്റെ ഒരു മൂലയ്ക്കൂടെ കയറി ഇറങ്ങുമില്ലെന്നല്ല, പക്ഷെ ഭീതി ജനിപ്പിക്കുന്നതിന് അർത്ഥമല്ലത്. എത്രയോ മഹത്വമേറിയ സ്ഥലമാണിത്. ഹൗ ഓസം ഈസ് ദിസ് പ്ലേസ്. ബേഥേലിൽ ആരാധനയ്ക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് ചിറങ്ങിപ്പോയാൽ പോകുമ്പോൾ ഒരു വലിയ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഞങ്ങളുടെ റോഡിന്റെ അറ്റത്ത് എഴുതി വെച്ചിട്ടുണ്ട്, how awesome is this place. This is Bethel, but the temple of God. ദൈവത്തിന്റെ ആലയമല്ലാതെ വേറൊന്നല്ല, ഇത് സ്വർഗത്തിന്റെ വാതിലാണ്. അവിടെ കിടന്ന മനുഷ്യൻ കൈകളെല്ലാം വിളിച്ചു പറഞ്ഞു, ഇത് സ്വർഗത്തിന്റെ ആ പദത്തെ കിടക്കുക. യാക്കോബിന് ഒരു കാര്യം പിടികിട്ടി. ഉണ്ടായത് മുതൽ ഇതുവരെ ആദ്യം വാതുക്ക വരുന്നത്, ഇതുവരെ മതിലിൽ തപ്പി നടക്കുക. സ്വർഗത്തിലും വട്ടത്തിൽ മതിൽക്കെട്ടുണ്ടെങ്കിൽ അതിനൊരു വാതിലുണ്ട്. ഈ റൂമിന് വട്ടത്തിൽ ഭിത്തി ഉണ്ടെങ്കിൽ ഇതിനൊരു വാതിലുണ്ട്. നിങ്ങൾ ഭിത്തിയെ തപ്പി നടന്നാൽ അകത്ത് കയറത്തില്ല. അവരോട് കർത്താവ് ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനല്ല, തൊട്ടടുക്ക നിൽക്കുക, പക്ഷെ ഭിത്തിക്ക് പുറത്താവനെ. ഇതിന്റെ വാതുക്ക വന്നാലേ അകത്ത് കയറത്തുള്ളൂ. How awesome is this place? എത്ര ഭയങ്കരം. It's a door of heaven. ഇത് സ്വർഗത്തിന്റെ വാതിലാ. ജീവിതത്തെ മാറ്റി മറിച്ച ഒരു ദൈവിക ദർശനം യാക്കോബിന്റെ ജീവിതത്തിലേക്ക് ദൈവം എറിഞ്ഞു കൊടുത്തു. ആ ദർശനത്തിന്റെ പുറകിൽ ഈ സ്ഥലം സ്വർഗത്തിന്റെ വാതിലാണ്. ഞാൻ ഇതുവരെയും ദൈവരാജ്യത്തോട് അകന്നവനല്ല, പക്ഷെ മതിലെ തപ്പി നടക്കുകയായിരുന്നു. ഇന്നെന്നെ വാതുക്കൾ എത്തിച്ച ദൈവം ഞാൻ അകത്ത് കയറാൻ പോകുകയാ. അവൻ ദൈവവുമായി ഒരു തീരുമാനമെടുത്തു. തന്റെ ഊന്നുവഴിയുടെ ആദ്യത്തെ 2 മില്ലിമീറ്റർ തന്റെ തൂണിന്റെ കുഴി കുഴിച്ചു, തൂൺ കുത്തി ഉറപ്പിച്ചു. അത്രയും ഊന്നുവഴി ചെറുതായി. എന്നോട് പോയ വഴി മുഴുവൻ ഊന്നുവഴി കൊണ്ടാ പോക്ക്. തന്റെ മുൻപിലായിരുന്ന ഭൂമിയെ അടിവീതം കുത്തി പിമ്പിലാക്കിയ തേഞ്ഞു പോകുന്ന ആ വടിയുടെ ബാക്കി തന്റെ കയ്യിൽ കുറഞ്ഞുകൊണ്ടിരിക്കുക. 20 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ബെഥേലിന്റെ ദൈവമാണ്, ഇറങ്ങി വാടാന്ന് തമ്പുരാൻ പറഞ്ഞതനുസരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. 2 ഭാര്യമാർ അതിനോടൊക്കെ ഉണ്ട്. അതുങ്ങളെ 2നെയും വിളിപ്പിച്ചു, വയലിലോട്ട് വിളിപ്പിച്ചു. വീട്ടിൽ പോയാൽ ശരിയാകില്ലെന്നറിയാം. എവിടെ ചെന്ന പ്രശ്നം അവോയ്ഡ് ചെയ്യാം, എവിടെ ചെന്നില്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം എന്നൊക്കെ യാക്കോബിന് അറിയാം. സ്നാനപ്പെടാൻ പോകുന്ന ചിലർ ഭർത്താക്കന്മാരോട് ചോദിച്ചു, ചിലർ പിള്ളേരോട് പറഞ്ഞു, ചിലർ ആരും അറിയാതെ ഇറങ്ങിപ്പോ പ്രശ്നം ഒഴിവാക്കുന്നിടത്ത് പ്രശ്നം ഒഴിവാക്കി തന്നെ പോയി.
അന്ന് അമ്മയ്യപ്പന്റെ വീട്ടിലോട്ട് ചെന്ന് കയറിയാൽ ശരിയാകില്ല. അവിടെ വേലക്കാരി മുതൽ കണ്ടതെല്ലാം ഉണ്ട്. ഇവരാരും പോകാൻ വിടുകയില്ല. നിങ്ങളാരും ചിന്തിക്കരുത് ഇപ്പം പോയി നന്നായിക്കോട്ടെന്ന് ഭൂമിയിൽ ഒരു ചെകുത്താൻ വിചാരിക്കുന്നു. ഒറ്റ ചെകുത്താൻ വിചാരിക്കില്ല. കണ്ട ചെകുത്താൻ എല്ലാം പുറകെ കടിച്ചു, ആരും പോകാൻ വിടുകയില്ല. അതുകൊണ്ട് യാക്കോബ് വിചാരിച്ചു, ഞാൻ ഏതായാലും വീട്ടിലോട്ട് പോകുന്നില്ല, പെണ്ണുങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിക്കാം. അങ്ങനെ സ്ത്രീകളെ രണ്ടുപേരെയും, ഭാര്യമാരെ രണ്ടുപേരെയും വയലിലേക്ക് വിളിപ്പിച്ച് അവരോട് പറഞ്ഞു, എന്നോട് കേട്ട എന്റെ ദൈവം ഇങ്ങനെ പറയുന്നു, ഞാൻ പോകാൻ നിങ്ങൾക്ക് എന്നാ തോന്നുന്നത്? പെൺപിള്ളേർ രണ്ടും പറഞ്ഞു, ഞങ്ങളെ വിറ്റ് അപ്പൻ ചെലവ് കഴിഞ്ഞു, ഞങ്ങളുടെ കാശ് കൊണ്ട് അതിന് ചെലവ് കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇനി ഇവിടെ ഒന്നുമില്ല, ഞങ്ങളും പോരുക, നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒരു പെണ്ണ് മാനസാന്തരപ്പെട്ടതായിരുന്നു, മറ്റേത് മാനസാന്തരപ്പെട്ടതല്ലായിരുന്നു. ലേയ മാനസാന്തരപ്പെട്ടത് പറഞ്ഞത്, അവൾ കൂടെ ഒന്നും വീട്ടിലെ വക പെറുക്കാതെ ഇനി പോരുന്നപ്പോൾ തേണ്ട ഇളയ പുള്ളി, കണ്ണിന് ശോഭയുള്ളവളും ഇങ്ങനെ താല്പര്യം ഉണ്ടായിരുന്നതായ ആ പെൺകുട്ടി അപ്പന്റെ ദൈവങ്ങളെയും കൂടെ പൊക്കിക്കൊണ്ടു. എൻ്റെ അപ്പൻ ആരായിരുന്നറിയാമോ? എൻ്റെ അപ്പൻ ഏതായിരുന്നറിയാമോ? ഞങ്ങളുടെ കുടുംബം ഏതായിരുന്നറിയാമോ? എൻ്റെ അപ്പനെ എന്നെല്ലാം കൊണ്ടുവരുമെന്നറിയാമോ? ഇത് കൂടെ കെട്ടിക്കൊണ്ടാ പറയുന്നത്. ഈ കുടുംബം പറഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ കൂടെ പഠിച്ച ഒരു സ്നേഹിതന്റെ മകളെ സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് കൃപ തന്നു. അവരുടെ നല്ല ഫാമിലിയെ ഞാൻ അങ്ങേയറ്റം റെസ്പെക്ട് ചെയ്തു. പുള്ളിക്കാരൻ മിഡിൽ ഈസ്റ്റിലാണ് ഇപ്പം ജോലി ചെയ്യുന്നത്. ആ പെണ്ണ് പഠിക്കാൻ വന്ന കൂട്ടത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് ദൈവവചനം കേട്ടു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ അവളെ വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തി. അയ്യോ, ഇത് അറിയാം. അയാൾ എന്നെ വിളിച്ചേട്ടാ, മോളെ സ്നാനപ്പെടുത്തിയില്ലടാ, എൻ്റെ കുടുംബം ഏതാണെന്നറിയാവടാ? അതാ ഞാൻ പറഞ്ഞു, കുടുംബം ഒരാൾ സ്വർഗത്തിൽ കൊന്നിട്ട് തനിക്കെടുക്കുന്നുണ്ട്, താനോ നരകത്തിൽ. ഒരു പെണ്ണിന് കുടുംബത്തിൽ നിന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകും, കള ഇതൊക്കെ പറഞ്ഞു. പിണക്കണ്ടെന്നല്ല, ഭയങ്കര കുടുംബമാണെന്ന് പറയുക, അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്ത ആ വർഷമാണോ പിറ്റേ വർഷമാണോ ഞാൻ മിഡിൽ ഈസ്റ്റ് ചെന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വിളിച്ച കൂട്ടുകാരല്ലേ, ഇയാൾ എന്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, എന്റെ വീട്ടിലൊക്കെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ വീട്ടിൽ പോയി, സലാലയും അയാളുടെ വീട്ടിൽ പോയി. അങ്ങനെയുടെ കാറിന്റെ AC എന്ന് വർക്ക് ചെയ്തില്ല. ഏത് കുടുംബത്തിലെ അതിൽ AC തോന്നിയാലേ അത് വർക്ക് ചെയ്തു. അതൊന്നും വർക്ക് ചെയ്തില്ല. അത് കാരണം കണ്ണാടി താത്തിട്ടുണ്ടാ പോയി. മിഡിൽ ഈസ്റ്റ് വെച്ച് കുടിപ്പിക്കവർ കണ്ടവർക്കറിയാം, ഇതുപോലെ ആയിരിക്കില്ല. പോകുന്ന കൂട്ടത്തിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, കണ്ണാടി കിടത്തി ഇട്ടോണം. എന്നുവെച്ചാൽ അതിൻ്റെ ഇവിടുത്തെ ആർമി പിള്ളേർ കണ്ടാൽ ചാണകപ്പാട്ടയും ചീമുട്ടയും ഒക്കെ വായി കാറിനകത്ത് എറി. ഞാൻ പറഞ്ഞു, തന്നെയോ താൻ ഈ കുടുംബത്തിലെ അതൊന്നും ആരോട് പറഞ്ഞിട്ടില്ലേ? ഉഗ്ര കുടുംബത്തിലേ താൻ. തമാശ പറയും, താൻ എന്തിനോട് തമാശ പറയും? ഭയങ്കര കുടുംബത്തിലേ. അപ്പൊ ദൈവത്തിന് മാത്രമേ ഉള്ളൂ തന്റെ കുടുംബക്കളിപ്പിൽ. ദൈവത്തെ സേവിക്കാൻ വരുമ്പോൾ മാത്രം ഭയങ്കര കുടുംബം, ഭയങ്കരം. യാക്കോബിന്റെ ഇളയ മോൾ ഓർത്തു, അപ്പന്റെ കുട്ടി ദൈവത്തെ കൂടെ കൊണ്ടുപോകാം, അപ്പനെ വിടണ്ട, ഇതുങ്ങളെല്ലാം കൂടെ പെറുക്കി കെട്ടി. പോകുന്ന വഴി കൊണ്ടോ അപ്പൻ പുറകെ ആ ചരിത്രം എടുത്താൽ തീരുകയില്ല. ഗിലെയാദ് മലയുടെ ഒരു ചരിവിൽ യാക്കോബ് വന്ന് കിടന്നു. യാക്കോബ് യാത്ര തിരിച്ചിട്ട് 10 ദിവസമായി. 10 ദിവസത്തെ യാത്രാക്ഷീണം കൊണ്ട് ഗിലെയാദ് മലയുടെ ഒരു ചരിവിൽ, ഈ ചരിഞ്ഞിരിക്കുന്ന ഭാഗം വന്നിരിക്കട്ടെ, ഇതിന്റെ മേളിൽ യാക്കോബ് കിടന്നുറങ്ങി. ലാബാനും അയാളുടെ ഗുണ്ടകളും കൂടെ യാക്കോബിനെ കൊല്ലാൻ പുറകെ വരുന്നുണ്ട്. അവർ 7 ദിവസത്തെ യാത്രയായി, ഇവരെക്കാൾ സ്പീഡിലാണ് വരുന്നത്. ഇയാൾ യാത്ര തിരിച്ചിട്ട് 10 ദിവസമായി. 3 ദിവസം കഴിഞ്ഞാൽ ലാബാൻ ഇറങ്ങിയത്. അങ്ങേര് വന്നിട്ട് യാത്ര തിരിച്ചിട്ട് 7 ദിവസമായി. അയാൾ വന്നു അതേ ഗിലെയാദ് മലയുടെ മറ്റേ ചരിവിൽ കിടന്നു. രാത്രിയിൽ യുദ്ധം ചെയ്യുന്നത് അക്കാലത്തെ പതിവല്ല. ഗുണ്ടാധീരനാണെങ്കിലും മാന്യതയുണ്ടായിരുന്ന അയാൾ രാത്രിയിൽ യുദ്ധം ചെയ്യാറില്ല. ഇവിടെ നമുക്ക് പേര് വെക്കാതെ ഇമെയിൽ അയച്ച് ഭീഷണിപ്പെടുത്തും അല്ലേ? എവിടെ നിന്ന് വന്നാന്നറിയാതെ വിളിക്കപ്പെടാത്ത അതിഥി അനാവശ്യം പറഞ്ഞ് പരത്തും. മറ്റേ പുള്ളി ഇതിനേക്കാളൊക്കെ ഡീസന്റ്. അയാൾ രാത്രിയിൽ അറ്റാക്ക് ചെയ്യത്തില്ല, നേരെ ഒന്ന് വെളുത്തോട്ട് അറ്റാക്ക് ചെയ്യാനെന്നും പറഞ്ഞ് അയാൾ ഒരു ചരിവിൽ കിടക്കുക, ഗിലെയാദ് മലയുടെ ചരിവിൽ. അന്ന് രാത്രിയിൽ യാക്കോബ് ഇപ്പുറത്തും ലാബാൻ അപ്പുറത്തും ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ ഒരാളിരുന്നു. ഇസ്രായേലിന്റെ പരിപാലകൻ, ഇസ്രായേലിന്റെ ദൈവം, ഉറങ്ങാത്തവൻ, ഉറക്കം തൂങ്ങാത്തവൻ. അന്ന് രാത്രിയിൽ ലാബാനോട് ഒരു ചോദ്യം ചോദിച്ചു സ്വപ്നത്തിൽ, എടാ ലാബാനെ, ഈ ഇഞ്ഞ ചരിവിൽ കിടക്കുന്ന യാക്കോബ് ഏതാന്ന് നിനക്കറിയാമോ? ചോദിക്കാൻ ആളുണ്ട്. ഞാൻ അവന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. അവന്റെ ഊന്നുവഴി കൊണ്ട് കല്ലുറപ്പിച്ച് ഞാൻ വിളിച്ചോണ്ട് പോകുന്നവനാ. തൊടരുത്, മര്യാദയ്ക്ക് പോകിട്ട് നോക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ഇന്നിവിടെ ഇരിക്കുന്നതിന്റെ കാരണം തമ്പുരാൻ കാവലാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ശുശ്രൂഷയിൽ ഒരുമാതിരി വളർന്നു വന്ന ഒരു കാലം. ഞാൻ ഒരിക്കൽ അമേരിക്കൻ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കുറെ പൈസയൊക്കെ എൻ്റെ ഉണ്ട്, 10-20 ലക്ഷമെങ്കിലും എൻ്റെ കയ്യിൽ കാണും. നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പത്രക്കാരൻ എന്നെ വിളിച്ചു. പത്രക്കാരനാണെന്നും പറഞ്ഞ് ഞാൻ കണ്ടില്ല, ആരാ അങ്ങേയറ്റത്ത്.
എന്നോട് പറഞ്ഞ അച്ഛൻ അമേരിക്ക യാത്രയൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ? ഞാൻ പറഞ്ഞ അതെ. അച്ഛാ ഞങ്ങൾക്കൊരു കുറച്ച് പൈസ വേണം തരണം. ഞാൻ പറഞ്ഞു ബ്രദറെ എന്ത് അക്കൗണ്ടില്ല എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല അച്ഛനെ ഏതായാലും ചുമ്മാ കിട്ടിയതല്ലേ അമേരിക്കയിൽ നിന്ന്, അപ്പൊ അതിന്റെ ഒരു ഭാഗം ഞങ്ങൾക്ക്. ഞാൻ പറഞ്ഞു നിന്റെ വീതം ഞാൻ വാങ്ങിച്ചില്ല, പോയി വാങ്ങിച്ചോണ്ട് പോവാം. അപ്പൊ എന്നോട് പറഞ്ഞ അച്ഛാ ഞാൻ വല്ലതൊക്കെ എഴുതും പത്രത്തിൽ, മര്യാദക്ക് 1,00,000 രൂപ തന്നു ഇല്ല ഞാൻ വല്ലതൊക്കെ എഴുതും, ഞാനൊരു ബോംബ് വെക്കും. ഞാൻ പറഞ്ഞു ബോംബ് 2 ബോംബ് വെക്ക്, നിന്റെ കാശ് ഞാൻ കൊണ്ടുവന്നില്ല, അവിടെ ചെന്ന് വാങ്ങിച്ചു. കണ്ട പത്രക്കാരനെ എല്ലാം എഴുതാറുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞില്ല കരിയുടെ കളരും താഴും കാജു കൊടുത്തേക്കുമ്പോണ്ടായിരിക്കും. ഇതൊക്കെ ഇതിനകത്ത് ഉള്ളതാ. എടാ കൂലിത്തല്ലുകാരൻ തല്ലുകൂലി വാങ്ങിച്ചല്ലേ ജീവിക്കുന്നത് അല്ലേ? പരദൂഷകൻ വേറെ എന്തുകൊണ്ടാണ് ചെലവ് കഴിയുന്നത്? ഇതെല്ലാം കിടക്കും. പക്ഷെ ഇതിന്റെ നടുവിൽ ദൈവം ഉയർത്താനുള്ളവരുണ്ട്. യാക്കോബ് അന്ന് രാത്രി ഈ വിവരത്തെ കുറിച്ച് അറിയുന്നില്ല. പക്ഷെ യാക്കോബിന്റെ ദൈവം രാത്രിയിൽ ഉറങ്ങാതെ കാവലിരുന്നു. യാക്കോബിന്റെ ദൈവം ഉറങ്ങാതെ കാവലിരുന്നതിനാൽ യാക്കോബ് പിറ്റേ ദിവസം രാവിലെ ലാബാൻ എഴുന്നേറ്റ് വന്നിച്ചു പറഞ്ഞു, നിന്റെ പിതാക്കന്മാരുടെ ദൈവം കഴിഞ്ഞ രാത്രി വന്ന കാരണത്താൽ നിന്നോടൊന്നും ചെയ്യാൻ ഒക്കുന്നില്ലടാ. പക്ഷെ എന്റെ ദൈവത്തെ താടാ, എന്റെ ദൈവത്തെ താടാ. ഞാൻ പറഞ്ഞടാ നിന്റെ ദൈവം എന്റേനോ, ഞാൻ വലിയ ദൈവത്തെ സേവിക്കുന്നവനാ. അവന്റെ മോളെ കൊണ്ടാ പോരുന്നെന്നുള്ളത് ഓർമ്മ വന്നില്ല. അവിടെ അകത്ത് അലിഞ്ഞു കിടപ്പുണ്ട്. രണ്ടായാലും അവൾ അപ്പനെ കണ്ടുപിടിക്കുകയായിരുന്നു, ഉഗ്രമായി കളിപ്പിച്ച അപ്പനെ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ യാക്കോബ് കണ്ട കുട്ടി ദൈവത്തെ എല്ലാം പെറുക്കിക്കൊണ്ട് വരിക. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ യാക്കോബിന്റെ വീട്ടിൽ ഒരു ഉണർവ് ആരംഭിച്ചു. ആ ഉണർവിൽ യാക്കോബ് സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലുള്ള അന്യദൈവങ്ങളെ കൊണ്ടുപോവാ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓക്കുമരത്തിന്റെ ചുവട്ടിൽ എത്തിയപ്പോഴേ അന്നേരത്തെ വണ്ടി ഓടിച്ചിരുന്ന ആളോട് ചോദിച്ചു, ഇതെന്റെ ഓക്കുമരം. അദ്ദേഹം പറഞ്ഞു ഒന്ന് നിർത്തിക്കാൻ, ഞാനൊന്ന് ഇറങ്ങി നോക്കട്ടെ, ഞാൻ കേട്ട ഒരു കാര്യം നേരാണോ? ഇതിന്റെ ചുവട്ടിൽ ഒരുപാട് വേരുകൾ ചെടപിടിച്ചതുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. സത്യമായിട്ടും ഉണ്ടായിരുന്നു. ഞാൻ ഈ പ്രാവശ്യത്തെ യുഗമിസിൽ ഇറങ്ങിക്കണ്ടത്. ഒരുപാട് ചെടപിടിച്ച വേരുകളുണ്ട്. യാക്കോബ് തന്റെ കയ്യിലുള്ള ആയുധം പൊതുപിടിയാ. ആ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ ഒരു കുഴി കുഴിച്ചു. ഞാൻ ചോദിക്കട്ടെ, യാക്കോബേ ഈ ചെടപിടിച്ച വേരില്ലാതെ ഇച്ചിരി അപ്പുറത്തോട്ട് മാറ്റി കുഴിച്ചാൽ അനാസായനയല്ലേ? ഒരു 10-1 എഫർട്ട് മതിയിൽ ഇത്രയും വലിപ്പമുള്ള ഒരു കുഴി കുഴിക്കാൻ. പക്ഷെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ചെടപിടിച്ച വേരുണ്ടെങ്കിലും ഓക്കുമരത്തിനൊരു പ്രത്യേകതയുണ്ട്. തലമുറകൾ കഴിഞ്ഞാൽ ഇവൻ അവിടെ നിൽക്കും. എന്റെ മക്കളുടെ കാലത്തോർക്കണം. എന്റെ വീട്ടിൽ ശുദ്ധീകരണം നടന്നപ്പോൾ ഇവന്റെ കീഴേ ഞാൻ ഒത്തിരി കുഴിച്ചിട്ട് കണ്ട അടുക്കെല്ലാം ഇവിടെ ഓക്കുമരത്തിന്റെ കീഴിൽ കുഴിച്ചിട്ടു, കുത്തി ഉറപ്പിച്ചു. എനിക്ക് 2 ഇഞ്ച് അവിടെ പോയി കാണും ഊന്നുവടി. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നപ്പോഴാണ് തമ്പുരാൻ പറഞ്ഞത്, മോനെ യാക്കോബേ അവിടുന്ന് ബിംബം പെറുക്കിക്കൊണ്ട് വന്നു. ആ ബിംബത്തെ മുഴുവൻ കുഴിച്ചിട്ടു. ഇയാൾക്ക് ചുവട്ടുകൂലി മുതലായിട്ടില്ല, നമ്മുടെ ചുവട്ടുകൂലി മുതലായിട്ടില്ല, അതിനെ മുഴുവൻ കുഴിച്ചിട്ടു. പക്ഷെ ഇത് പെറുക്കിയവളുണ്ടല്ലോ, റിബേക്കയുടെ ധാത്രി, അവളെ എനിക്ക് കൊള്ളുകയില്ല. ഇവളെ ഒന്നും ഇസ്രായേലിൽ കയറ്റാൻ കൊള്ളുകയില്ല. അതുകൊണ്ട് അവളെ ഞാൻ തട്ടാൻ പോവുക. തമ്പുരാനെ ധാത്രിയെ തട്ടി 2ാമത്തെ ഓക്കുമരത്തിന്റെ കീഴിൽ അവളെ താത്തി കുഴിച്ചിട്ടു. തന്റെ വഴി വീണ്ടും നീളം കുറയുക. ഓക്കെ, ഇച്ചിരൂടെ മുന്നോട്ട് വന്നപ്പോൾ ഈ അധ്യായങ്ങളിൽ കിടപ്പുണ്ട്. ഇച്ചിരൂടെ മുന്നോട്ട് വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഇതിനെ പെറുക്കിക്കോടി എന്ന് നിർദ്ദേശം കൊടുത്ത നീ സ്നേഹിച്ച നിന്റെ ഭാര്യ ഉണ്ടല്ലോ, അവളെ വാഗ്ദത്തകരായി കൊള്ളുകയില്ല. അവളെ ഞാൻ വഴിയറമ്പിൽ തട്ടാൻ പോകാം. അവളെ വഴിയറമ്പിൽ കുഴിച്ചിട്ടു. പക്ഷെ ലേയ കണ്ണിന് ശോഭയില്ലെങ്കിലും അവൾ എടുത്ത തീരുമാനം സത്യമായി. ഞാൻ ദൈവത്തെ സേവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തെ സേവിക്കുന്ന. നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ ദൈവം നിന്റെ ദൈവം എന്റെ ദൈവം എന്ന് തന്നെയാണ്. അവളെ മാത്രമേ വാഗ്ദത്ത നാട്ടിലെ മക്പേല നിലത്തിലെ ഗുഹയിൽ അബ്രഹാമിനൊപ്പം കുഴിച്ചിട്ടുള്ളൂ. ഞങ്ങളുടെ വഴി ഒത്തിരി ചെറുതായി വരുന്ന വഴിയില്ല. ഇത് കഴിഞ്ഞാണ് മിസ്രയീമിലെ ഫറവോനെ അനുഗ്രഹിക്കാൻ ഫറവോന്റെ കൊട്ടാരത്തിൽ വിളിച്ചു കയറ്റുന്നത്. അവിടെ ചെന്നപ്പോൾ ഫറവോൻ ആദരവോടെ ചോദിച്ചു, പ്രായം എന്നായി, വയസ്സ് എത്ര ഉണ്ട്? എന്ന് പറഞ്ഞ മറുപടി, എന്റെ പരദേശ പ്രയാണത്തിന്റെ കാലം 130 സംവത്സരം. എന്റെ പിതാക്കന്മാരുടെ പരദേശ പ്രയാണത്തിന്റെ ഒപ്പമായിട്ടുമില്ല. ഞങ്ങൾ പരദേശികളാ. കണ്ടോ കയ്യിലിരിക്കുന്ന ഊന്നുവഴി, ഞങ്ങൾ ഇവിടുത്തുകാരല്ല. ഞാനെങ്ങാണോ പറഞ്ഞേനെ, എഴോ ഫറവോനെ രാജാവായിട്ട് നീ ഇരിക്കുന്നെങ്കിലും നീയൊക്കെ ചെലവ് കഴിഞ്ഞ് പോകാൻ കാര്യം എന്റെ മോന പിള്ളേരെ വളർത്തിയപ്പോ ചൊവ്വെ വളർത്തണം. ഞാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഇവിടുത്തെ പ്രിൻസിന്റെ അപ്പനാന്നൊക്കെ പറഞ്ഞേനെ. ഇയാളൊന്നും അങ്ങനെ ഒന്നുമല്ല പറഞ്ഞത്. എന്റെ വഴി കാണാമോ, ഞാനിവിടെ പരദേശിയായി ഞാനിവിടെ ജീവിച്ചോണ്ടിരിക്കുക. ഊന്നുവടിയുള്ള പരദേശി.
ഒരായുസ് തീർന്നപ്പോഴത്തേക്ക് വഴിയുടെ നീളം കുറഞ്ഞു. തന്നെക്കാൾ ഒരു മുഴം കൂടെ നീളമുണ്ടായിരുന്ന വഴി ഇരുന്ന് കുനിഞ്ഞ് തലചായ്ക്കത്തക്കവണ്ണം നീളം കുറഞ്ഞു. തല വഴിയുടെ അറ്റത്ത് ചാരിക്കൊണ്ടൊന്ന് നമസ്കരിച്ചു. കൂട്ടത്തിൽ യോസേഫിന്റെ 2 മക്കളെയും കൊണ്ട് അനുഗ്രഹിച്ചു. അങ്ങനെ അങ്ങോട്ട് വായിച്ചു. ജോസഫ് കല്യാണം കഴിച്ചത് ഇതുവരെ അപ്പനോട് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പനറിയാതെ കല്യാണം കഴിച്ചിട്ട് പോയി എന്താ ചെയ്യാനെ പറ്റിപ്പോയി മിണ്ടാ നടക്കുക. 2 പിള്ളേരുണ്ട്, മിണ്ടിട്ടില്ല. ലാസ്റ്റ് ദിവസം അപ്പന്റെ മരണ ദിവസം പിള്ളേരെ 2 കൂടെ കൊണ്ടുവന്ന് എഫ്രൈമും മനശ്ശയും വന്നപ്പോ യാക്കോബ് ഒരു ചോദ്യം, ഇതേതാണ്? ആ ചോദ്യം കൊണ്ടാണ് ഇതുവരെ ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുന്നത്. ഇത് ഏതാണ്? അപ്പൊ പറഞ്ഞു, അത് അടിയന് പരദേശവാസിയുടെ കൂട്ടത്തിൽ ഇവിടെ വന്ന് കല്യാണമൊക്കെ കഴിഞ്ഞു. ദൈവം തന്ന 2 പിള്ളേരാ. ഒന്നും തോന്നല്, വളരെ അപ്പോളജറ്റിക്കലിയാ പോകുന്നത്. ഒന്നും തോന്നല് അറിയിച്ചില്ല, അറിയിച്ചാൽ നടക്കില്ല. അവന്റെ ജീവിതത്തിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്. ആ ഓമന കുഞ്ഞുങ്ങളെ 2 കൂടി പിടിച്ചു, കാലിൽ 2 ഇട്ട് അതിന്റെ മുട്ടിനിടയിൽ പിള്ളേരെ 2 ആക്കി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ്. ഞാനിപ്പോ തിരിച്ച് ഇന്ത്യയിലോട്ട് ചെല്ലുമ്പോൾ വരുന്ന 4 എണ്ണം ഉമ്മ കൊടുക്കാൻ. അദ്ദേഹത്തിന് 2 എണ്ണത്തെ കിട്ടി. ഇവന്മാരെ 2 കൂടെ കാലിന്റെ മുട്ടിന്റെ ഇടയിലോട്ട് നിർത്തി കൈകൊണ്ട് കെട്ടിപ്പിടിച്ച് 2 ചുംബനം ചെയ്തു പറഞ്ഞു, ഞാനിവരെ അഡോപ്റ്റ് ചെയ്യുക, ഞാനിവരെ അഡോപ്റ്റ് ചെയ്യുക. അനുഗ്രഹിക്കേണ്ടവനെ അനുഗ്രഹിച്ചാൽ അനുഗ്രഹം അനുഗ്രഹമാണ്. ജോസഫ്, നീ അനുഗ്രഹിക്കുന്നതിനേക്കാൾ ദൈവവുമായി ബന്ധം പുലർത്തിയ പണ്ട് നാളെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇവരെ വന്ന് അനുഗ്രഹിക്കുക. അനുഗ്രഹിക്കാൻ വേണ്ടി മുട്ടിനിടെ നിർത്തിക്കൊണ്ട് നോക്കത്തില്ല. ദാറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ പോസ്. ആ സ്നേഹവും അനുഗ്രഹവും 2 നിങ്ങൾക്കറിയാമോ, ഞാൻ എന്റെ മക്കളെ സ്നാനപ്പെടുത്തിയിട്ടില്ല. അധിക ഉപദേശിമാരും അവരവരുടെ മക്കളെ സ്നാനപ്പെടുത്താറുണ്ട്. ഞാൻ ചെയ്തിട്ടില്ല. എന്റെ മക്കളുടെ വിവാഹം ഞാൻ നടത്തിയിട്ടില്ല. എന്റെ ക്ലോസ് റിലേഷനുള്ള ഒറ്റയാളിന്റെ വിവാഹം ഞാൻ നടത്തിയിട്ടില്ല. അങ്ങനെ ഒരാളിനെ ഞാൻ സ്നാനപ്പെടുത്തിയിട്ടില്ല. സാധാരണഗതിയിൽ എന്റെ വീട്ടിലൊരാൾക്ക് രോഗം വന്നാൽ ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കാറില്ല. കാര്യം എനിക്ക് എന്നോടുള്ള രക്തബന്ധത്തിന്റെ സ്നേഹത്തിന്റെ അപ്പുറത്ത് ആത്മീക ബന്ധം. ഇത് 2 കൂടെ കുഴയ്ക്കാതിരിക്കാൻ വേറൊരാളിനെ വിളിച്ചാൽ ചെയ്യിക്കാറുണ്ട്. അത് എന്റെ കാര്യം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ മുട്ടിനിടെ നിർത്തി നടക്കുകയില്ല. ഇത് ഉമ്മ കൊടുക്കുന്ന ബോസാ. അതുകൊണ്ട് അവരെ മുമ്പിലേക്ക് മാറ്റി നിർത്തി അനുഗ്രഹിക്കുവാൻ മക്കളെ 2 പേരെയും മുൻപിൽ കൈയെത്തുന്ന ദൂരത്തിൽ കൊണ്ടുവന്നു. ജോസഫ് തന്റെ മൂത്ത മകനെ അപ്പന്റെ വലം കൈക്ക് നേരെ, ഇളയ മോനെ അപ്പന്റെ ഇടം കൈക്ക് നേരെ കൊണ്ടുവന്നു. അപ്പൻ കൈ പകച്ചു വെച്ച് അനുഗ്രഹിച്ചു. ഓർക്കുന്നു, ഞാൻ ആദ്യം കണ്ട വെളിപ്പാടിന്റെ പുറത്ത്, ആ 3 പുസ്തകങ്ങളുടെ പുറത്ത് ഈ വാക്യം തൊടുക. കൈ പകച്ചു വെച്ച് അനുഗ്രഹിച്ചു. വലം കൈ കൊണ്ടുള്ള അനുഗ്രഹം ലഭിക്കുമെന്ന് കരുതി വന്നവന് ഇടം കൈയുടെ അനുഗ്രഹത്തിൽ പോയി. ഇടം കൈയുടെ അനുഗ്രഹം ലഭിക്കുമെന്ന് കരുതി വന്നവന് വലം കൈയുടെ അനുഗ്രഹം ലഭിച്ചു. നിങ്ങളിൽ ചിലർക്ക് അപ്രതീക്ഷിത സ്ഥാനത്ത് അർഹിക്കാത്ത ചിലത് തമ്പുരാൻ പകരം പോകാം. കൈ പകച്ചു വെച്ച ഒരു അനുഗ്രഹം. ദൈവത്തിന്റെ ചരിത്രം ഇങ്ങോട്ട് എടുത്താൽ അങ്ങനെ അല്ലേ. ഇസ്രായേൽ പൗരനോട് സംബന്ധമില്ലാതെ വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾ കന്യരായി ഭൂമിയിൽ ദൈവമില്ലാത്തവരായി നടന്ന ജാതികളെ കൊണ്ടുവന്ന് ദൈവ കുടുംബത്തിന്റെ കാവൽക്കാരാക്കി ഇരുത്തുവാൻ സ്വർഗത്തിൽ വിഹിതമായത് കൈ പകച്ചു വെച്ച അനുഗ്രഹം. കൈ പകച്ചു വെച്ച അനുഗ്രഹം. ഒരു മാർത്തോമാ കുടുംബത്തിൽ ജനിച്ച് അച്ഛനായി ചാകുമെന്ന് കരുതിയ ഞാൻ ഇന്ന് ദൈവത്തിന്റെ സത്യസുവിശേഷം വിളിച്ചു പറയാൻ എന്റെ ഇവിടെ എഴുന്നേൽപ്പിച്ചു നിർത്തിയത് കൈ പകച്ചു വെച്ച അനുഗ്രഹം. അല്ലെങ്കിൽ പിന്നെ ഏതാ? സ്തോത്രം. കൈ പകച്ചു വെച്ചൊരു അനുഗ്രഹം. തിരുവനന്തപുരത്തിൽ ഇങ്ങോട്ട് കയറിയാൽ തീരെ അയോഗ്യരായി ചിലരെ വലിച്ചു പൊക്കിക്കൊണ്ട് വന്നതാണ്. യേശുക്രിസ്തുവിന്റെ വംശവരി പട്ടികയിൽ രാഹാബ് എന്ന വേശ്യയും രൂത്ത് എന്ന വെമ്പർന്നൂരിൽ 2 എണ്ണത്തിന്റെ പേര് കിടപ്പുണ്ട്. ആരുടെ പട്ടികയിലാണ് ഇത് ചേർത്ത് എഴുതിയിരിക്കുന്നേ? അബ്രഹാമിന്റെ ഭാര്യയായ സാറയുടെയും റിബേക്കയുടെയും ഒക്കെ പട്ടികയിലോട്ട് കയറി, യേശുവിന്റെ അമ്മയായ മറിയയുടെയും ആ പേരിലോട്ട് കയറി, ആ മാന്യരുടെ പേരിലോട്ട് കയറ്റി എഴുതിയിരിക്കുന്ന 2 പേരാണ് രാഹാബ് എന്ന വേശ്യയും രൂത്ത് എന്ന വെമ്പർന്നൂർ. രൂത്തിനെ എനിക്ക് ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ ചരിത്രം ഒന്നും വായിക്കാനും നോക്കത്തില്ല. 10ാമത്തെ തലമുറ ദേവാലയത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ ഇടത്ത് ബോസ് കളത്തിങ്കൽ കിടന്നുറങ്ങുമ്പോൾ പുതപ്പ് പൊക്കി വെച്ച് രാത്രി കയറിയ ആ പെണ്ണ്
ലജ്ജാവഹം അതിന്റെ പേര് തന്റെ വംശാവലി പട്ടികയിൽ. വേശ്യയെന്ന് തിരുവചനം ചിത്രീകരിക്കുന്ന രാഹാബിന്റെ പേര് തിരഞ്ഞെടുക്കുന്നു തിരുവചനത്തിൽ. യേശുവിന്റെ വംശാവലി പട്ടികയിൽ അധപ്പതിച്ചു കിടന്ന ചിലതിനെ പൊക്കിയെടുക്കുന്ന ദൈവകരം, തകർന്നുപോയ ചിലതിനെ താങ്ങിക്കൊണ്ടിരുന്ന ദൈവകരം. ദൈവിക വീണ്ടെടുപ്പിനെ ചിത്രീകരിക്കുന്ന ഒരു ചരിത്രമാണിത്. കൈ പകച്ചു വെച്ച് അനുഗ്രഹിച്ചു. ഇന്ന് മകളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് വകയില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പിശാച് കുറ്റമനസാക്ഷി കൊണ്ടുവരുന്ന ചിലതിനോടായിരിക്കും പരിശുദ്ധാത്മാവ് ഇടപെടുന്നത്. കൈ പകച്ചു വെച്ചൊരനുഗ്രഹം കിട്ടുന്ന കൈ പകച്ചു വെച്ചൊരനുഗ്രഹം. വിശ്വാസത്താൽ യാക്കോബ് ഭാവികാലം സംബന്ധിച്ച് യോസേഫിന്റെ മക്കളെ അനുഗ്രഹിച്ചു. യോസഫ് മരിപ്പാറായപ്പോൾ തന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് ഓർപ്പിച്ചു. ജോസഫിന്റെ കാലം കഴിഞ്ഞ ശേഷം തിരിച്ചു പറയുന്നത് വിശ്വാസത്താൽ മോശ 430 കൊല്ലത്തെ ചരിത്രം അത് വിഴുങ്ങി. ആ 430 കൊല്ലം വിശ്വാസവീരന്മാരുടെ പട്ടിക പേര് വരെ യോഗ്യതയുള്ള ഒരുത്തനെ കിട്ടിയില്ല. നിങ്ങൾക്ക് തോന്നരുത് ഇസ്രായേലിൽ ആരും ഇല്ലായിരുന്നു. കൊലകൊമ്പന്മാർ കണ്ടെന്ന് വരും, സാമ്രാജ്യ കുലുക്കിയവൻ കണ്ടെന്ന് വരും, പ്രസംഗ വീരൻ കണ്ടെന്ന് വരും, പാടി ഇളക്കുന്നവൻ കണ്ടെന്ന് വരും, ധനികൻ കണ്ടെന്ന് വരും. എന്റെ ദൈവത്തിന്റെ വചനത്തിൽ പേര് ചേർക്കാൻ കൊള്ളാവുന്ന ഒരു വിശ്വാസവീരനെ 430 വർഷം കണ്ടില്ല. ജോസഫ് കഴിഞ്ഞാൽ അടുത്ത പേര് മോശയുടേതാ. ശ്രദ്ധിച്ചോ, മോശ വീണ്ടെടുപ്പിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട തലമുറയിൽ വന്നു പിറന്നവനാ. ഞാൻ ചരിത്രം ഒത്തിരി എന്ന് സമ്മറൈസ് ചെയ്യുകയാ. അവന്റെ ജനനത്തിന് മുന്നമേ രാജാവിന്റെ കൽപ്പനയായി കൊല്ലിവനെ ഇങ്ങനെ ഒരുത്തൻ ജനിക്കാൻ പാടില്ല. ഇന്ന് ഭാരതത്തിന്റെ സാഹചര്യത്തിൽ ഭാരതത്തെ ക്രൈസ്തവത്തെ തകർത്തെടുക്കുവാൻ സകല ശക്തികൾ ഒരുമിച്ച് വരുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒന്നുണ്ട്, ദൈവം തിരഞ്ഞെടുത്ത തലമുറ ഇതാ ഇതിനകത്ത് ഞെങ്ങി മരിക്കേണ്ട ഇടത്ത്, അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ചാകേണ്ട ഇടത്ത്, അന്യദേവതയ്ക്ക് കുരുതിയാകേണ്ട ഇടത്ത് ദൈവം മോശയെ വലിച്ചെടുത്തു. ആ പദത്തിന്റെ അർത്ഥം ചിലർക്ക് മനസ്സിലായി കാണില്ല. മിസ്രയീമ്യർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. അവരുടെ പ്രധാനമായുള്ള 10 ദേവതകളിൽ ഗംഭീര ദേവതയാണ് നൈൽ നദി. നൈൽ നദി അവരുടെ ദേവതയാണ്. അതുകൊണ്ടാണ് മഹാരാജാവ് പറഞ്ഞത്, എബ്രായന് ലഭിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിക്ക് കുരുതി കൊണ്ടാണ്. യുകെയുടെ ഫാഷനും ഇവിടുത്തെ മ്ലേച്ഛതയ്ക്കും അനേകതിനെ കുരുതി കൊടുക്കുമ്പോൾ അതിന്റെ നടുവിൽ നിന്ന് വലിച്ചെടുക്കുന്ന ചിലതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോഡേണിസത്തിന്റെ മുമ്പിൽ പലതിനെ കുരുതി കഴിക്കുമ്പോൾ തമ്പുരാൻ വലിച്ചെടുക്കുന്ന ചിലതിനായി എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആദാ മോശ പ്രധാനപ്പെട്ട തലമുറകളിൽ പലയിടങ്ങളിലും ജനിച്ച പലതിനും എതിരെ ശക്തികൾ ഉയരും. എന്നാൽ രാജശക്തികൾ ഗൗരവമായി ഉയർന്നത് വലിയ പ്രതികൂലം, വലിയ തിരഞ്ഞെടുപ്പുള്ളവനാണ്. നമ്മൾ ഈ ബാംഗ്ലൂർ ചർച്ചിൽ ആണ്ടിലൊരിക്കൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആളുകളെ വിളിക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുള്ള ഒരു കാര്യമുണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം നേരിടുന്നവരെ മാത്രമേ വിളിക്കത്തുള്ളൂ. എന്നാന്നറിയാമോ? അവരെ ചെലുത്താൻ എന്തെങ്കിലും കേടുവരുത്തിയത്. പിശാചിന്റെ ആളുകൾ ആരെ നിരൂപിക്കും അവരെ ഞാൻ വിളിക്കും. കാര്യം അവന്റെ കഴമ്പുണ്ട്. അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ മലയാളി പെന്തക്കോസ്ത് ചർച്ച, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലയാളികൾ ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ഏക മീറ്റിംഗാണ്. ഏറ്റവും അധികം മലയാളികൾ വാച്ച് ചെയ്യുന്ന മീറ്റിംഗാണ് ലോകത്തിൽ. നിങ്ങൾക്കറിയാമോ എത്ര ഇടങ്ങളിലാണ്? ഈ UK-യിൽ നിന്ന് എത്ര പേർ ഞങ്ങളോടൊപ്പം 40 ദിവസം വാസികളുണ്ടെന്നറിയാം. ഈ UK-യിൽ നിന്ന് ഇന്റർനെറ്റിലൂടെ മാത്രം കണക്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ 40 ദിവസം ഉപവസിച്ചവരുണ്ട്. അമേരിക്കയിൽ നിന്നുണ്ട്, ഓസ്ട്രേലിയയിൽ നിന്നുണ്ട്, അനേക രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളോടൊപ്പം ഉപവസിക്കുന്നവരുണ്ട്. ഇവർക്കൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ ചുട്ടയാളെ കൊടുത്തേ പറ്റുള്ളൂ. അത് വേണമെങ്കിൽ അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്ത കർത്തൃദാസന്മാരാ. ഇവരെ എങ്ങനെ കണ്ടുപിടിക്കും? പിശാച് നിരൂപിക്കുന്നത് നോക്കിയാൽ മതി. പിശാച് നിരൂപിക്കുന്നത് നോക്കിയാൽ മതി. അവർക്ക് കഴമ്പുണ്ടോന്നറിയാം. പിശാച് എതിർത്ത മോശ തനിക്കെതിരായിരുന്നു സമൂഹത്തെ കൊന്നത്. പക്ഷെ അവനെ തമ്പുരാൻ വിടുവിച്ചു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ, മിസ്രയീമിലെ നിന്നയേക്കാൾ, മിസ്രയീമിലെ നിക്ഷേപത്തെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി അവൻ ഉറച്ചു നിന്നു. മോശയുടെ ചരിത്രത്തിലൊക്കെ പോയാൽ ഇവിടെ തീരേന. മോശ താൻ വളർന്നപ്പോൾ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകും. മോശയുടെ ജീവിതത്തിൽ പല ഭാഗങ്ങളുണ്ട്. ഒന്ന്, ആദ്യത്തെ 40 വർഷം.
ആദ്യത്തെ 40 വർഷം കൊണ്ട് മിസ്രൈമിലെ സകല വിദ്യയിലും നിപുണനായി, നല്ല തന്റെയിടവും മനക്കരുത്തുമുള്ളവനായി, നല്ല മസിൽ പവർ ഉള്ളവനായി, തല്ലിക്കൊല്ലാൻ കഴിവുള്ളവനായി. പക്ഷെ അഭിഷക്തനല്ലായിരുന്നു. മോശയ്ക്ക് ഒരു വിളിയുണ്ട്. വിളിയും അഭിഷേകവും രണ്ടും രണ്ടാ. മോശയ്ക്ക് ഒരു തീരുമാനമുണ്ട്. തീരുമാനവും അഭിഷേകവും രണ്ടും രണ്ടാ. അഭിഷേകം എന്ന വാക്കിന്റെ അർത്ഥം ദൈവം അധികാരപ്പെടുത്തുക. ഒന്നുകൂടെ പറയാം, അഭിഷേകം എന്ന വാക്കിന്റെ അർത്ഥം ദൈവം അധികാരപ്പെടുത്തുക. ഞാനൊരു കൊച്ചുദാഹരണം 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞോട്ടെ. ഒരിക്കൽ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രത്യേക ശൈലി, ഒരു പ്രത്യേക ദൈവിക ഇടപെടലിൽ ദൈവം എന്നെ കാണിച്ചു. ഒരു ദർശനത്തിൽ ദൈവം എന്നെ കാണിച്ചു. ആ ദർശനം രാവിലെ 6 മുതൽ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി വരെ, ഏറ്റവും കുറഞ്ഞത് 9 മണിക്കൂർ നീണ്ടു നിന്ന ഒറ്റ വെളിപ്പാട്, ഒറ്റ ദർശനം. 9 മണിക്കൂർ കുറയത്തില്ല. എങ്ങനെ പ്രാർത്ഥിക്കണം ഏതാണെന്നൊക്കെ ഞാൻ മെതേഡുകൾ ബാംഗ്ലൂരിൽ പറഞ്ഞു, എൻ്റെ ചർച്ചിൽ പറഞ്ഞു. എൻ്റെ ചർച്ചിൽ നിന്നൊരു സഹോദരി ആ മെതേഡ് അനുസരിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ആ മെതേഡിൽ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾക്ക് 2 പേരെ വേണമെന്നായിരുന്നു എൻ്റെ ആശ. രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കണം. രാവിലെ പ്രാർത്ഥിക്കുന്നയാൾ രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേക്കണം. വൈകിട്ട് പ്രാർത്ഥിച്ച് നിർത്തുന്നയാളിന് 11 കഴിഞ്ഞേ പറ്റത്തുള്ളൂ, 11:30 അങ്ങനെയാണെങ്കിൽ 12 മണിയോടുകൂടെ കിടന്നേച്ച് 4 മണിക്ക് എഴുന്നേറ്റാൽ ഉറക്കം തികയത്തില്ല. 6 മാസം കണ്ടിന്യൂസ് പോകണമെന്നായിരുന്നു. ഒരു സഹോദരി മുന്നോട്ട് വന്നേച്ച് പറഞ്ഞു, 2 ഷിഫ്റ്റും കൂടെ ഞാൻ എടുക്കുക. കാര്യം ആ ദൂത് കേൾക്കുമ്പോൾ എൻ്റെ ശരീരം കോരിത്തലിച്ചു. എൻ്റെ എടുത്തിൽ തീയിട്ടിരിക്കുന്നത് ഒരു ആത്മീയ അനുഭവം ഉണ്ടായി. അതുകൊണ്ട് അത് 2 കൂടി ഇരിക്കുക. നമ്മുടെ സിസ്റ്റർ ശരിയാകില്ല, നിങ്ങൾക്ക് ക്ഷീണമായി തീരും, ഒക്കത്തില്ല, സമ്മതിക്കില്ല. എന്നോട് പറഞ്ഞ എൻ്റെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യാണ്. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, കോളേജിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് പകൽ വേണേ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാൻ സമയം കിട്ടും. സത്യമായിട്ട് ഞാൻ ഉറങ്ങിക്കോളാം, മാസം നിശ്ചയം ഉറങ്ങിക്കോളാം. എനിക്ക് 2 ഷിഫ്റ്റും കൂടെ തരണം. കൊടുത്തു. നേരെ പിറ്റേ ഞായറാഴ്ച സഭായോഗത്തിന് വരുമ്പോൾ ആ സഹോദരിക്ക് സ്വന്തം വസ്ത്രം ധരിക്കാൻ വയ്യാത്തതുപോലെ നീര് വന്ന് വീങ്ങി. ആളിനെ കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയാൻ വയ്യായിരുന്നു. എന്നോട് ഇത് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഇന്ന ആളിന്റെ അമ്മയോ ചേട്ടത്തിയോ ആരോടാണെന്ന് ചോദിച്ചു. പറഞ്ഞു, അത്രയും മനസ്സിലായില്ല, ഞാൻ ആ ആള് തന്നെയാണ്. ഞാൻ അമ്പലത്തിൽ എന്തോടെ കഴിഞ്ഞ ഞായറാഴ്ച കണ്ടതിനേക്കാൾ എന്നാ കഴിച്ചത് ഇത്രയോ ആള്. എന്നോട് പറഞ്ഞു, പാസ്റ്ററെ അങ്ങനല്ല. ഞായറാഴ്ച രാത്രിയിൽ ഞാൻ സ്ഥലത്ത് നിന്ന് പറഞ്ഞ സ്വന്തം വീടിന്റെ ടെറസിന്റെ മേളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങാകെ ഒരു വെളുത്ത മേഘം അനങ്ങുന്നത് പോലെ കണ്ടു. കണ്ണു തുറന്നു നോക്കി, അപ്പോഴും കണ്ടു. കണ്ണടയ്ക്കുമ്പോഴും കണ്ടു. ഒരു ഭയം തട്ടി പോയതവിടെ. തിങ്കളാഴ്ച വെളുപ്പിനെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ മേഘം കണ്ട് എന്റെ ടെറസിന്റെ ഇപ്പുറത്ത് എന്റെ അടുക്കൽ കഴിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ മേഘം ഒരു സ്ത്രീരൂപത്തിൽ മാറി. അക്ഷരീകമായി ചെവികളിൽ കേൾക്കത്തക്ക ഒരു ഓഡിയബിൾ വോയിസ്, ഞാൻ ഈ സ്ഥലം ഭരിക്കുന്ന ഇന്ന ദേവതയാണ്, നീ എനിക്കെതിരെയാ പ്രാർത്ഥിക്കുന്നത്, നിന്റെ കിഡ്നി കണ്ടി ഞാൻ തകർക്കും, നിന്നെ ഞാൻ കൊല്ലും, പൊയ്ക്കോ, മേലാലൂടെ കണ്ടേക്കരുത്. ചൊവ്വാഴ്ച രാത്രിയിലും പ്രാർത്ഥിച്ചു. ആ സംഭവത്തിന് ശേഷം ഒരൊറ്റ ഡ്രോപ്പ് യൂറിൻ ശരീരത്തുനിന്ന് പോയിട്ടില്ല. ബുധനാഴ്ച ഹോസ്പിറ്റലിൽ പോയി, സോളോഗ്രാം കഴിഞ്ഞു, കിഡ്നി കണ്ടും 100% ഫെയിൽഡ്. പറഞ്ഞു, പാസ്റ്റർ ഇന്ന് ഞായറാഴ്ചയാ, 7 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. 6 മാസത്തെ കോൺട്രാക്റ്റാ, 7 ദിവസം കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് ഒക്കത്തില്ല, വിരമിക്കാൻ വേണ്ടി വന്നതാ. പറഞ്ഞു, സിസ്റ്റർ സൂസമ്മ, പേര് പറയുന്നതിനെ തന്നെ തകരാറ്, യൂട്യൂബ് കണ്ട് സൂസമ്മ. ഞാൻ സിസ്റ്റർ സൂസമ്മ 2 കൂടി എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണ്. ഒരു മനുഷ്യന്റെ കപ്പാസിറ്റിയുടെ മേളിൽ പോയി, ആത്മീയ ലെവലിന്റെ മേളിൽ പോയി. പക്ഷെ അതിന്റെ അർത്ഥം സിസ്റ്ററിന്റെ ഡയാലിസിസ് നടക്കുന്നല്ല. നോ. ഞാനിന്ന് വൈകിട്ട് 5 മണിക്ക് വീണ്ടും അടുത്ത കൺവെൻഷന് പോകാം. ഞാൻ ഒരൊറ്റ പകലേ ഉള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് വരിക. ഉച്ചയ്ക്ക് ശേഷം ഏറെക്കുറെ 3 മണിയോടുകൂടെ എൻ്റെ ഭാര്യയെ കൂട്ടി ഞങ്ങൾ പോയി. പോകുന്ന വഴിക്ക് അതുപോലെ സ്പിരിച്വാലിറ്റി കീപ്പപ്പ് ചെയ്യുന്ന മറ്റൊരു സഹോദരിയെ പിക്ക് ചെയ്തു. സുസമ്മയുടെ വീട്ടിൽ ചെന്ന് അവരോട് പറഞ്ഞ് ടെറസിലോട്ട് കയറാൻ പറഞ്ഞു. തനിക്ക് തന്നെ കയറാൻ ഒക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് 2 സ്ത്രീകളുടെ സപ്പോർട്ട് വേണ്ടി വന്നു. ടെറസിന്റെ മേളിൽ കയറ്റി നിർത്തി. ഞാൻ അവരുടെ തലയിലോട്ട് കൈവച്ചുകൊണ്ട് മറ്റേ പുള്ളിയുടെ, ഞാനിവിടെ ഭരിക്കുന്ന പുള്ളിയാന്ന് പറഞ്ഞ് അതിന്റെ പേര് വിളിച്ചു. പേര് വിളിച്ചോണ്ട് പറഞ്ഞു, പുള്ളിക്കാരത്തി കേട്ടോ, ഇവിടുത്തെ അപ്പോസ്തലൻ ഞാനാണ്, ഇവിടുത്തെ അപ്പോസ്തലൻ ഞാനാ, നീ അല്ല. ഞാൻ വരച്ചവരെ നീ നിൽക്കും. അതിനകത്ത് തമ്പുരാനുണ്ടായി.
ഞാൻ സൂസമ്മ ചുമതലപ്പെടുത്തിയത്. യു ഗെറ്റ് ലോസ്റ്റ്. നിനക്ക് പോകാം. ഞാൻ സൂസമ്മ ചുമതലപ്പെടുത്തിയത്. അടുത്ത അപ്പോസ്തലൻ ഞാനാണ്. ഇത് തിരിച്ചു മറിച്ച് ഒരു 15 പ്രാവശ്യം ഞാൻ പറഞ്ഞ സൂസമ്മയോട് പറഞ്ഞു, ഇന്ന് നേരം വൈകുന്നതിന് മുമ്പേ യൂറിൻ പാസ് ചെയ്തിരിക്കും. കിഡ്നി റീഫങ്ഷൻ ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ മോനോട് പറഞ്ഞടാ, അഥവാ സൂസമ്മ പ്രാർത്ഥിക്കാൻ ഇല്ലെങ്കിൽ 2 ഉപദേശിമാരെ വിടണം. ഒരുത്തരെ വിടരുത്, മറ്റേ പുള്ളി കഴകമുള്ളതാണ്. ഞങ്ങൾക്കുള്ള 2 ഉപദേശിമാരോട് പറഞ്ഞു, നിങ്ങളാണെങ്കിൽ ഒറ്റയ്ക്ക് പോകും, നോ പ്രോബ്ലം. കാര്യം നിങ്ങളെ ഒരു അധികാരം ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവം. അത് അഭിഷേകം എന്ന വാക്കിലോട്ട് തന്നെ വരുന്നത്. 2 എനിക്കറിയാം, നിങ്ങളുടെ മേൽ ഒരു അഭിഷേകമുണ്ട്, നിങ്ങൾക്ക് പോകാം. അതില്ലാത്തവരാണെങ്കിൽ 2 വീതമേ പോകാം, ഒറ്റയ്ക്ക് പോകല്ലേ. പക്ഷേ 5 മണിക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് സൂസമ്മ വിളിച്ചു പറഞ്ഞു, മാസ്റ്റർ യൂറിൻ പാസ് ചെയ്തു. സൂസമ്മയ്ക്ക് കാര്യം ചെയ്ത് ശരീരത്തിന്റെ വെയിറ്റ് കറക്റ്റായിട്ടൊന്ന് എടുത്തേ, ഒന്ന് കുറിച്ച് വെച്ച് നാളെ രാവിലെ 6 മണിക്ക് എന്നെ വിളിക്കണം. എത്ര പ്രാവശ്യം ടോയ്ലറ്റിൽ പോയി ഇന്ന് രാത്രിയിൽ എഴുതി വെച്ചേക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് റിപ്പോർട്ട് വേണം. എത്ര പ്രാവശ്യം ടോയ്ലറ്റിൽ പോയി വെയിറ്റ് എന്നെ കുറഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് 24 പ്രാവശ്യമാണ് ടോയ്ലറ്റിൽ പോയത്. 2.5 കിലോഗ്രാമാണ് ശരീരത്തിന്റെ വെയിറ്റ് കുറഞ്ഞത്. ഞാൻ പറഞ്ഞു, മറ്റേ ശക്തി പൊട്ടി. അതിന് അഭിഷേകം മനസ്സിലായോ? അഭിഷേകം. മോശയുടെ മേൽ ഒരു അഭിഷേകം ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് വിളിയുണ്ട്, കമ്മിറ്റ്മെന്റ് ഉണ്ട്, ജീവിതമുണ്ട്. പക്ഷെ ഒരു അഭിഷേകമില്ല. ആ സാഹചര്യത്തിലാണ് മോശ കൈനീട്ടി മിസ്രയീമിനെ അടിച്ചത്. അവൻ തൊലഞ്ഞു, പിടിച്ചു നീക്കാൻ ഒക്കാതെ വന്നു. മോശ ജീവനും കൊണ്ട് മിദ്യാനിലേക്ക് ഓടി. ഞാൻ സൂസമ്മയുടെ കഥ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ സംഭവം ഫെബ്രുവരിയിലാണ് ഈ സംഭവം. ആ വർഷം ഡിസംബറിൽ ചർച്ചിന്റെ മെമ്പർഷിപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സൂസമ്മയുടെ ഏരിയയിൽ നിന്ന് 75 പേർ പുതുതായി ഞങ്ങൾ ഒരാൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിന് മുമ്പേ ആ ഏരിയയുടെ ലീഡർ അല്ലെങ്കിൽ ഏരിയയുടെ ചുമതല നോക്കുന്ന വ്യക്തി ഓരോ വ്യക്തികളെ ഇന്റർവ്യൂ ചെയ്ത് അസസ്മെന്റ് നടത്തിയ ശേഷം മാത്രമേ ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. എന്നിട്ട് ചെലുത്താൻ എടുത്തിട്ട് ചവിട്ടുക, കടിക്കുക. ഏത് മിനിറ്റിൽ നിങ്ങളെ ജാതി കഴിച്ചു നോക്കിക്കൊണ്ടു. പിന്നെ നമ്മളെ കൊണ്ട് ഒക്കുന്ന ചെറുതൊക്കെ ചെയ്യും. ആ ഏരിയയുടെ ലീഡർ എൻക്വയറിക്ക് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പെട്ടെന്ന് പറഞ്ഞു, ഈ പുള്ളികൾ ഏത് ഡൈറ്റിയെ ആരാധിച്ചിരുന്നവരാണെന്നും കൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് തോന്നിയതാ. ഞാൻ ഒന്നിന്റെ പേര് പറഞ്ഞല്ലേ സൂസമ്മ കാണിച്ചത്. ഈ പുള്ളികൾ ഏത് ഡൈറ്റിയെ ആരാധിച്ചിരുന്നവരാണെന്ന് അറിയണം. 73 പേർ സ്നാനപ്പെട്ടതിൽ 71 പേര് ആ ഒറ്റ ഡൈറ്റിയെ സേവിച്ചവരാണ്. അതിന്റെ സാമ്രാജ്യം തകിടം മറിച്ചുകൊണ്ട് ദൈവ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ ഒരഭിഷേകം ഒരാളിന്റെ മേൽ ദൈവം മനസ്സിലാകുന്നുണ്ടോ? മോശയുടെ മേൽ ഒരു അഭിഷേകമില്ല, വിളിയുണ്ട്, ജീവിത തീരുമാനമുണ്ട്, അധികാരമില്ലാതെ കൈനീട്ടി അമ്മയെ പരാജയപ്പെട്ടു. മോശയുടെ ജീവിതത്തിന്റെ 2ാമത്തെ ഘട്ടം മിദ്യാനിലേക്ക് ഓടി. ദൈവത്തോടുള്ള വൈരാഗ്യം, ദൈവത്തോടുള്ള വാശി. ഞാൻ ഇത്രയും നാൾ ഓടിയിട്ട് ഒക്കാതെ വന്നിട്ടും ദൈവം ഇത് ചെയ്തല്ലോ എന്നുള്ളത് കൊണ്ട് ദൈവം ഏറ്റവും അധികം വെറുക്കുന്ന പാപമാണ് ഇണയില്ല പിടകൂടുക അന്യജാതിയുമായി. മിദ്യാനിലെ പുരോഹിതന്റെ മോളെ കല്യാണം കഴിച്ചു. ദൈവത്തിന്റെ പണി നോക്ക്. താൻ ഏറ്റവും വെറുക്കുന്ന പാപത്തിൽ ചെന്ന് ചാടി. അമ്പരം മിണ്ടാതിരുന്നു. അടുത്ത 40 വർഷം കഴിഞ്ഞപ്പോൾ പർവ്വതത്തിന്റെ മുകളിൽ ഒരു ദൃശ്യവുമായി തമ്പുരാൻ മോശയെ സന്ദർശിച്ചു. ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്നതിൽ ചിലർ നിങ്ങളുടെ ജോലിക്ക് വേണ്ടി ഈ രാജ്യത്ത് വന്നതാകാം, സുവിശേഷം കേൾക്കാൻ വന്നതല്ലായിരിക്കാം. ബാംഗ്ലൂരിലെ എന്റെ ചർച്ചിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരിൽ മിക്ക സുവിശേഷം കേൾക്കാൻ ബാംഗ്ലൂർ വന്നവരല്ല, ജോലിക്ക് വന്നവരാ. മോശ ആട് തീറ്റുന്ന പണിക്ക് വന്നതാ, ജോലിക്ക് വന്നതാ. പക്ഷെ ദൈവത്തിന്റെ പോയിന്റ് ആയിരുന്നു. പർവ്വതത്തിന്റെ മുകളിൽ മുൾപ്പടർപ്പ് വെന്തുപോകാതെ കത്തുന്നൊരുത്തി. അത് കാണാൻ അടുത്തുള്ള ജോലിക്ക് ഇവിടെ വന്നതിൽ യേശുവിനെ അംഗീകരിക്കുവാൻ ഒരു സഭയിലേക്ക് നയിക്കപ്പെട്ടവർക്കായി സ്തോത്രം. മോശ അഭിഷേകം അങ്ങനെ. ഇതെന്തെന്ന് കാണുവാൻ ജിജ്ഞാസ നഷ്ടപ്പെടാത്ത മോശ 80 വയസ്സായിട്ടും ജിജ്ഞാസ നഷ്ടപ്പെട്ടില്ല. പർവ്വതത്തിന് മുകളിൽ കയറിയപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ തീ സാധാരണ തീയല്ല, വർത്താനം പറയുന്ന തീയാ. അവനോട് പറഞ്ഞ് നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്നും ചെരിപ്പഴി ചെറിഞ്ഞു കളക. ആ ഒരു വാക്യത്തിന്റെ പുറത്താണ് ഞാൻ പൊതുവെ ശുശ്രൂഷ സമയങ്ങളിൽ കഴിവുള്ളിടത്തോളം ചെരുപ്പ് ഉപയോഗിക്കാത്തത്. നിങ്ങളാരും ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞു. അത് വേദപുസ്തകത്തിന്റെ ഡോക്ട്രിൻ അല്ല. പക്ഷെ ഒരാൾ ചെയ്താൽ അതിനകത്തൊരു തെറ്റില്ല. ഇതൊരു ഡോക്ട്രിൻ അല്ല. പലരോടും ദൈവം വളരെ ഗൗരവമായി ചില കാര്യങ്ങളൊക്കെ സംസാരിക്കും. ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ഒത്തിരി പോക്കറ്റും പല വാലുകളുമുള്ള പാൻറ് ഉപയോഗിക്കും. നമ്മുടെ ചർച്ചയിലൊക്കെ അങ്ങനത്തെ ഇഷ്ടം പോലെ. പക്ഷെ എന്റെ കൊച്ചുമക്കളോട് ഞാൻ പറഞ്ഞു, പിള്ളേരെ എനിക്ക് ഇഷ്ടമല്ല.
പ്ലീസ് ഇതിട്ട എൻ്റെ മടിയിൽ ഇരുത്തുകയില്ല. ഒറ്റ കണ്ടീഷൻ മതി, അവരിടുകയില്ല. ഇതിട്ട എൻ്റെ മടിയിൽ ഇരുത്തുകയില്ല. അപ്പം അവരിടുന്നു ഇവരിടുന്നു, എനിക്കറിയില്ല. എനിക്ക് എൻ്റെ പിള്ളേരുടെ കാര്യം നിനക്കിടമ ഇട്ടോ, എൻ്റെ മടിയിൽ ഇരുത്തുകയില്ല, ഒന്നും തരത്തില്ല. ദൈവത്തിന് ചില താല്പര്യമുണ്ട് തനിക്കുള്ളവരോട്. അത് വ്യത്യസ്ത വ്യക്തികളോട് വ്യത്യസ്തമായിരിക്കും. അവരവരും ദൈവം കൂടെ തീർക്കട്ടെ, ഞാൻ എൻ്റെ മാത്രം കാര്യമാണ്. പിന്നെ മോശയോട് തന്നെ പറയാൻ നിർത്തിയില്ല, യോശുവയോടും പറഞ്ഞു. രണ്ടാം തലമുറയിലേക്ക് വന്നു, മൂന്നാം തലമുറയിലേക്ക് പോയില്ല, രണ്ടാം തലമുറയിലേക്ക് വന്നു. അതുകൊണ്ട് എനിക്ക് നല്ല നിങ്ങൾക്ക് തോന്നുന്നു. മോശയോട് വിളിച്ചു പറഞ്ഞു, നീ നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കള. മോശെ, ആട് തീറ്റി നടന്നതിനേക്കാൾ ഒരു ചേഞ്ച് വേണം, ഞാൻ ഇടപെടാൻ പോകാം. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ മുട്ടുകുത്തി നിൽക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മുട്ടുകുത്തിട്ട് എനിക്കെന്നെ സാധിക്കാനാ, പക്ഷെ ദൈവസാന്നിധ്യം വ്യാപരിക്കുവാൻ ഒരു വ്യത്യസ്ത നിലപാടാണ്. ചിലർ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടയ്ക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ണടച്ചിട്ട് എനിക്കെന്നെ സാധിക്കാനാ, പക്ഷെ ദൈവത്വമായി ഇടപെടുമ്പോൾ അതിൻ്റെതായ ഒരു പ്രത്യേകത. തമ്പുരാൻ മോശയോട് പറഞ്ഞു, ഞാൻ ഇടപെടാൻ പോകുകയാ. നമ്പർ 1, കാലിൽ നിന്ന് ചെരുപ്പഴിച്ചെറിഞ്ഞു കളയാം. ഒടുവിൽ പുറപ്പാട് പുസ്തകം 3:10 ആകയാൽ ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രയീമിലേക്ക് അയക്കുന്നു. ഒരു അഭിഷേകം, ഒരു കമാൻഡ്, ഒരു അതോറിറ്റി. ആകയാൽ ഇപ്പോഴും നമ്മുടെ മലയാളത്തിൽ ഇംഗ്ലീഷിലുണ്ട്. കം therefore now. and now ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യാതെ മലയാളത്തിൽ തർജ്ജമ വിട്ടുക. പോട്ടപ്പാ, നമുക്കൊക്കെ മറ്റേത് വായിക്കാം. മോശെ, കൊല്ലം 180 ഇത് നിന്റെ അഭിഷേകത്തിന്റെ സമയമായി. ആകയാൽ ഇപ്പോൾ വരിക, ഞാൻ നിന്നെ അധികാരപ്പെടുത്താൻ പോകാം. നീ മിസ്രയീമിലേക്ക് പോകും. 80 വർഷം മുമ്പ് രാജാവിനെ ഭയന്ന് ഇങ്ങോട്ട് ഓടിയവൻ ഇപ്പോൾ രാജാവിന്റെ മുമ്പിൽ ചെന്ന് പറയുകയാണ്, എബ്രായരുടെ ദൈവം എനിക്ക് വെളിപ്പെട്ടു വന്നേച്ചു പറഞ്ഞു, എന്റെ ആദ്യജാതനെ വിട്ടില്ലെങ്കിൽ നിന്റെ ആദ്യജാതനെ കൊന്നേച്ച് എന്റെ ഇതിനെ കൊണ്ട് പോകുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. വിശ്വാസത്താൽ മോശ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോയി. വിശ്വാസത്താൽ ചെങ്കടലിന്റെ തീരത്ത് വരെ വന്നു. ചെങ്കടലിന്റെ തീരത്ത് എല്ലാവരും കരയുമ്പോൾ മോശം കരഞ്ഞു. മോശം എറിയാൻ വേണ്ടി ജനം കല്ലെടുത്തു. ഈ സെക്കൻഡ് ലെവൽ ലീഡർഷിപ്പിന് അത് തൊട്ടാൽ നിങ്ങൾക്ക് ആവശ്യമില്ല. നാളെ ആവശ്യം വരുമ്പോഴത്തേക്ക് ഓർത്തു, ഇന്നിപ്പോ ആവശ്യമില്ല. മോശ ദൈവം മര്യാദയ്ക്ക് പർവ്വതമുകളിൽ എന്ന് പറഞ്ഞയച്ചപ്പോൾ ഇദ്ദേഹം ഒരുപാട് എക്സ്ക്യൂസ് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നായിരുന്നു, എന്റെ നാക്ക് ശരിയല്ല, നാക്ക് ശരിയാക്കി തരണം. ഇവൻ പോകരുതെന്ന് കണ്ടപ്പോൾ തമ്പുരാൻ ഒരു പണിഷ്മെന്റ് കൊടുത്തതാ. സത്യത്തിൽ പുറകോട്ടുള്ള ചരിത്രം എടുത്താൽ അറിയാം. പോയി അകനെ കൂടെ കൂട്ടിക്കോളാം. മോശയുടെ വ്യാപുറത്ത് ഇതുപോലൊരു മുള്ള് വേറെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ മാറിയ പരുവത്തിന് അകരോൻ സ്വതരാഴ്ച വിരിച്ചു. അത് വെച്ചാൽ പുള്ളിക്കാരൻ കാളക്കുട്ടി ഉണ്ടാക്കി. മോശയുടെ കണ്ണ് തെറ്റിയാൽ ഈ പുള്ളി കണ്ട അനാവശ്യം മൊത്തം കാണിക്കും. സ്വതരാഴ്ചയോടെ തുടങ്ങുന്നത്. എന്റെ പൊന്നെ, ബൈബിളൊക്കെ നമ്മൾ ശരിക്കും വായിച്ചാൽ ഇന്ന് കാണുന്ന പ്രോബ്ലം A to Z തീർത്തുകയാണ്. ഇങ്ങനെ സ്വതരാഴ്ച വിരിച്ചു. കാളക്കുട്ടി ഉണ്ടാക്കാം. ഇവനാണ് ഇസ്രായേലിൽ മോശയില്ലാത്ത പരുവം നോക്കി കണ്ട നാശം മുഴുവൻ സൃഷ്ടിച്ചത്. അസിസ്റ്റന്റ് പാസ്റ്റർ തസ്തിക വളരെ വെനറബിൾ ആണ്. സൂക്ഷിച്ചാൽ ദൈവകൃപ കിട്ടും, സൂക്ഷിച്ചില്ല പെശക. അങ്ങനല്ലേ യോശുവ മിടുക്കനായത്. അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് കുറേ നാൾ നടന്ന അങ്ങനെ മിടുക്കനായത്. പക്ഷെ അത് കൃപ സൂക്ഷിച്ചതുണ്ട്. അഹരോൻ അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് കയറി ഉള്ള ദോഷം എല്ലാം കാണിച്ചു വെച്ചു. അന്ന് തന്നെ ഇസ്രായേലിൽ കുറെ നേതാക്കന്മാരുണ്ട്. മിസ്രയീമിൽ നിന്ന് പോരുന്ന കാലമായപ്പോൾ അവന്മാരെല്ലാം കൂടി പറഞ്ഞു പോകണ്ടെന്നേ. കാര്യം അഴിമവേല നിമിത്തം തല്ല് വാങ്ങിക്കുന്ന സാധാരണക്കാരാണ്. നമുക്ക് ശമ്പളമേ ഉള്ളൂ, തല്ലില്ല. ഓവർസീസിന് തല്ലില്ല, അവർക്ക് ശമ്പളമേ ഉള്ളൂ. തല്ല് വാങ്ങിക്കുന്ന താഴെ കിടക്കുന്നവനാ. അതുകൊണ്ട് പോകേണ്ട മോശം, അടിമവേലയാൻ ഇവിടെ നിർത്തും മോശം, പോകേണ്ട മോശം, പോകേണ്ട മോശം, പോകേണ്ട മോശം, പോകേണ്ട മോശം. പിള്ളേരെ നിങ്ങളെല്ലാം കൂടെ ബഹളം വെക്കണം, വേണ്ടെന്ന് പറയണം, തെരഞ്ഞെടുപ്പ് പറയണം, വോട്ടിടണം, വേണ്ടെന്ന് പറയണം. എന്തെല്ലാം വിപ്ലവന്മാർ കാണിച്ചെന്നറിയാം. മോശം പണിയെടുത്ത് താഴോട്ട് എറിഞ്ഞു, സർപ്പമായി. അവർ പറഞ്ഞു ഇത് ദൈവത്തിന്റെ കയ്യാ. വെള്ളം കോരി ഒഴിച്ചു, രക്തമായി. അവർ പറഞ്ഞു ഇത് ദൈവത്തിന്റെ കയ്യാ. എത്ര പേര് എന്നൊക്കെ ബഹളം വെച്ചിട്ടും ഇന്നും ശുശ്രൂഷകന്മാരിൽ ഒരെണ്ണം താഴോട്ട് പോകാതെ നിൽക്കാനുള്ള കാരണം ദൈവമേൽപ്പിച്ച അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. ഞങ്ങളുടെയൊക്കെ പൊടി പറഞ്ഞിട്ട് കാണുകയില്ല. പല ജഗത്താന്മാർ ഒരുമിച്ച് എതിർത്താലും എന്തുകൊണ്ട് നിലനിൽക്കുന്നു? കാരണം ദൈവമേൽപ്പിച്ച ഒരു അഭിഷേകത്തിന്റെ അടയാളം. ഒടുവിൽ ജനം മിസ്രയീമിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചു. ഈ നേതാക്കന്മാരും പോയി ചോരത്തെളിയും ആദരിച്ചു, പെസഹയും ആദരിച്ചു. ഒരുമിച്ചിറങ്ങി
ഈ ചെങ്കടലിന്റെ തീരത്ത് വന്നു. വലിയ പ്രശ്നം കണ്ടതോടെ ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് പറഞ്ഞു, കൊണ്ടുവരരുത്, ഞങ്ങൾ അവിടെ വെച്ചേ പറഞ്ഞതല്ലേ. എടാ എറിയടാ കല്ല്, മോശെ കല്ലെറിയടാ, വേറൊരു നേതാവിനെ തെരഞ്ഞെടുത്ത് തിരിച്ചു പോകാമടാ എന്തെല്ലാം വിപ്ലവം എന്നറിയാം. മോശ ദൈവസന്നിധിയിൽ നിലവിളിച്ചു. ഒരു കഥാവനദാസൻ ഒരിക്കലും ഒരു ദൂതനെടുത്ത് മോശയുടെ കാതിൽ പല ശബ്ദങ്ങൾ കേൾക്കാം. പുറകിൽ നിന്ന് കേൾക്കുന്നത് മിസ്രയീം സൈന്യങ്ങളുടെ രഥങ്ങളുടെ ഇരുമ്പ് വീലുകൾ മണ്ണിൽ ഉരയുന്ന റംബ്ലിംഗ് നോയ്സ്. മുൻപിൽ നിന്ന് കേൾക്കുന്നത് അലറുന്ന സമുദ്രത്തിന്റെ തിരമാലകളുടെ ഇരച്ചിൽ, റോറിംഗ് സീ ആൻഡ് റംബ്ലിംഗ് നോയ്സ് രണ്ടു വശത്ത്. പുറകിൽ നിന്ന് പറയുന്നത് പിടിയടാ അവന്മാരെ വിടരുതെന്ന, മുമ്പിൽ നിന്ന് പറയുന്നത് എറിയടാ അവനെ തിരിച്ചു പോകാമെന്ന. പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ കാണുന്നത് മിസ്രയീം സൈന്യങ്ങളുടെ വാളിന്റെ വായ്ത്തലയിൽ സൂര്യപ്രകാശം അടിച്ച് പ്രതിബിംബിക്കുന്നതാണ്. മുൻപിലോട്ട് നോക്കിയാൽ കാണുന്നത് എറിയാൻ കല്ലുമായി ഇരിക്കുന്ന സ്വന്തം ജനമാണ്. ഇതിന്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം മോശയോട് ഒരു കൽപ്പന പറഞ്ഞു, അടയ്ക്കട കണ്ണ്, അടയ്ക്കട ചെവി, വീഴടാ എന്റെ മുമ്പിൽ. നീ പുറമേയുള്ള ശബ്ദത്തിന് ചെവി കൊടുക്കരുത്, നിന്റെ അകത്തൊരു ശബ്ദം കേൾക്കും. മുന്നോട്ട് മറ്റേടത്തോട് പറ, ഞാൻ നിന്നെ നടത്താൻ പോകാം. എന്റെ ജീവിതത്തിൽ തീരെ തളർന്ന സാഹചര്യങ്ങളിൽ പല ആവർത്തി ദൈവം എന്നോട് ഇടപെട്ടിരുന്ന ദൈവവചനമാ എന്ന് ചിലരോട് കൂടെ പറയട്ടെ. ഇതിന്റെ അടുത്ത ആഴം റോമലേഖനം 3-ാമത്തെ അധ്യായത്തിൽ ഞാൻ കണ്ടു. റോമർ 3-ലെ ഒരു പ്രത്യേകത, പൗലോസിനെ കുറിച്ച് നാട്ടുകാർ പറയാൻ തുടങ്ങി, കള്ളമാ പറയുന്നു. കള്ളനം. ഇത് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് ഇന്നലെ തുടങ്ങിയ വ്യാജം നൂറ്റാണ്ടുകളുടെ വഴക്കമുള്ളതാണ്. പൗലോസിനെ കുറിച്ച് പറഞ്ഞ ഇതാ. റോമർ 3 വായിച്ചു നോക്കണം, മനസ്സിലിട്ടു. റോമർ 3 പൗലോസ് പറഞ്ഞു, ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ അവിശ്വാസം കൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുമോ? കോരകം കൂട്ടരും സമുദ്രം പിളർക്കത്തില്ലെന്ന് പറഞ്ഞാൽ സമുദ്രം പിളർക്കാതിരിക്കുമോ? ചിലർ വിശ്വസിച്ചില്ലെങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുമോ? ഒരു നാളുമില്ല, ചെങ്കടൽ പിളർന്നിരിക്കും. ആ വാക്യ ശകലമായിട്ട് നീ ഇടപെട്ടതാ. ഇംഗ്ലീഷിൽ വായിച്ചാൽ കിങ് ജെയിംസ് വെർഷൻ ഇങ്ങനെയാണ്, for what if some do not believe. ഈ കിങ് ജെയിംസ് എഴുതിയിരിക്കുന്ന 16-ാം നൂറ്റാണ്ടിലാണ്. അന്നത്തെ ലാംഗ്വേജ് ആണ്. ഇന്നത്തെ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്താൽ എങ്ങനെ ഇരിക്കുന്ന അറിയാമോ? some may not believe, so what? you may not believe, so what? നീ വിശ്വസിക്കരുത്, so what? നിന്റെ വിശ്വാസം ആർക്ക് വേണം? ദൈവമാണ് കൽപ്പിച്ചതെങ്കിൽ ദൈവം ചെയ്തിരിക്കും. ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ എന്ത്? ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുമോ? ഒരു നാളുമില്ല, ചെങ്കടൽ പിളർന്നു കിട്ടി. ജനം മറുകര കടന്നു. വിശ്വാസത്താൽ മോശ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീമിൽ നിന്ന് ഓടി. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ദൈവമേ, ദൈവത്തിൽ ആശ്രയിക്കുന്ന ചിലതിനെ തടഞ്ഞു നിർത്തുവാൻ ഒരു പ്രകൃതി ശക്തിക്ക് കഴിയത്തില്ല. നിങ്ങളിൽ ഒരുത്തരെ പുറകോട്ട് പിടിച്ചു നിർത്തുവാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരെ കൊണ്ട് കഴിയത്തില്ല. നിങ്ങളിൽ ഒറ്റ വ്യക്തിത്വത്തെ തടഞ്ഞു നിർത്തുവാൻ ഒരു അവിശ്വാസിയെ കൊണ്ട് കഴിയുകയില്ല. വിളിച്ചവൻ ദൈവം. വിശ്വാസത്താൽ മോശ അതുവരെ കാണാത്തതിന് വിശ്വാസത്താൽ മോശ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടോടി. ഇത് മിസ്രയീമർ ചെയ്യാൻ നോക്കിയിട്ട് തോറ്റുപോയി. വിശ്വാസത്തിന്റെ ക്രിയകളിൽ വിശ്വാസം ഇല്ലാതെ ചെയ്യാൻ നോക്കിയ നടക്കുകയില്ല. വിശ്വസിച്ച് സ്നാനപ്പെട്ടതും ചുമ്മാതെ സ്നാനപ്പെട്ടതും രണ്ടും രണ്ടാ. ഇത് രണ്ടും രണ്ടാ. വിശ്വസിച്ച് രണ്ടാളുകൾ ഇറങ്ങുന്നത് കണ്ടു, വിശ്വസിക്കാത്തവൻ പുറകെ ഇറങ്ങി, അവനെ കൊണ്ട് കടന്നു പോയി. വിശ്വസിച്ചവൻ രക്ഷപ്പെട്ടു. ക്രിയ ഇല്ലാത്ത വിശ്വാസവും വിശ്വാസം ഇല്ലാത്ത ക്രിയയും രണ്ടും നിർത്തിയുള്ളൂ. ഒരുത്തരെന്ന് പറയാൻ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, എന്നിട്ട് ദൈവത്തിന് പ്രമാണിക്കുന്നുണ്ട്. ഇല്ല, എടാ ചത്ത വിശ്വാസം ഉണ്ടാകുന്നത്. വേറൊരുത്തരം പ്രവർത്തിക്കുക, അതിന്റെ പുറകെ വിശ്വാസമുണ്ട്. ഇല്ല, എടാ ചത്ത വിശ്വാസം ഉണ്ടാകുന്നത്. വിശ്വാസവും പ്രവൃത്തിയും ഹാൻഡ് ഇൻ ഹാൻഡ് ഒരുമിച്ച് കൊണ്ടുപോയാൽ വിജയം ദൈവം നിശ്ചയം തന്നിരിക്കും. കഴിഞ്ഞ ദിവസം എന്നെ ഒരാൾ വിളിച്ചേച്ച് പണ്ട് ബാംഗ്ലൂരിൽ നിങ്ങളുടെ കൂടെ ആരാധിച്ചിരുന്ന ഒരു പെൺകുഞ്ഞാണ്.
അതിന് അന്ന് സ്നാനപ്പെടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ സ്നാനപ്പെടണമെന്ന് താല്പര്യമുണ്ട്. ഇപ്പം 2-3 വർഷമായി നിങ്ങളുടെ ചർച്ചയിൽ നിന്നൊക്കെ പോയിട്ട് ഇപ്പം ഡൽഹിയിലാണ്. അപ്പോൾ അവളെ ബാംഗ്ലൂരിലോട്ട് കൊണ്ടുവന്നാൽ ഒന്ന് സ്നാനപ്പെടുത്താമോ? ഞാൻ പറഞ്ഞു ആരും സ്നാനപ്പെടുത്തുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എനിക്ക് 1-2 ഡൗട്ട്. പണ്ട് 3 വർഷം ഇവിടെ ഉണ്ടായിട്ട് എന്താ അന്ന് സ്നാനപ്പെടാൻ? അല്ല, അന്ന് സാഹചര്യങ്ങൾ ശരിയായിരുന്നു. ഞാൻ പറഞ്ഞു ഇപ്പോഴും സാഹചര്യം ശരിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡൽഹിയിലൊക്കെ സ്നാനപ്പെട്ടാൽ എന്താ? അല്ല, സ്നാനപ്പെടുമ്പോൾ ഞങ്ങളൊക്കെ കൂടെ വേണമെന്ന് നമുക്ക് താല്പര്യമുണ്ട്. അപ്പം അത് ഞങ്ങൾക്കെല്ലാം കൂടെ ഡൽഹി പോകാൻ പ്രയാസമായിട്ട് ബാംഗ്ലൂരിൽ. അപ്പം പിന്നെ കേരളത്തിലെന്നായാലും അല്ലാതെ ഇവിടുത്തെ സാഹചര്യം ശരിയല്ല, ബാംഗ്ലൂരിലാണ്. ഏതാണ്ടൊരു തകരാറ് ചുമ്മാ എൻ്റെ അകത്തൊരു തോന്നുന്നു. 2 നേഴ്സ് പറഞ്ഞു പോയതിനെ ഞാൻ വെട്ടി വീഴുന്നു. അവന് ഇദ്ദേഹം ആ പെൺകുട്ടിയുടെ ആയാലും ഞാനൊരു കൂട്ടുകാരൻ. ഞാൻ ഇവിടെ വിവാഹം കഴിഞ്ഞതാണോ? അല്ല, അതെല്ലാം കൂടെ ഓർത്തോണ്ടോ? ഞാൻ പറഞ്ഞു പൊന്നെ പിടി കിട്ടിയാൽ സംശയിച്ചോണ്ടാ എന്ന് ചോദിച്ചേ. എടാ, യേശുവിനോട് ചേരാൻ സ്നാനപ്പെടുത്താറുണ്ട്. കല്യാണത്തിനാണ് ഞങ്ങൾക്ക് അറിയാൻ വയ്യ. ഞാനെന്തിനാ കാര്യത്തിൽ പോലെ നിന്നെ മുക്കി പിടിപ്പിച്ചു. വിശ്വാസമില്ലാത്ത ക്രിയ നിർജീവം, ക്രിയയില്ലാത്ത വിശ്വാസം മഹാനിർജീവം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. മോശയ്ക്ക് ഇത് രണ്ടും കൂടെ ഉണ്ടായി. വിശ്വാസത്താൽ മോശ മിസ്രയീമിലെ ഫറവോന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീമിൽ നിന്ന് വിട്ടുപോരുന്നു. ദൈവം അവരെ എത്തേണ്ടിടത്തെത്തിച്ചു. ഞാൻ ഇനി ഇതിലധികം അവിടെ പോകുന്നില്ല. ഇവർ എല്ലാവരും പഴയ നിയമ ഭക്തന്മാരിൽ തിരുവചനത്തിന് എടുത്തു പറയാൻ കഴിവുള്ള സകലരേഖകളിലോട് നിരത്തി നിർത്തിക്കൊണ്ട് വിശുദ്ധ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് എഴുതി. ഇവർ എല്ലാവരും ദൂരവേ സത്യം കണ്ടു, അവരതിനെ അഭിനന്ദിച്ചു, അപ്രീഷിയേറ്റ് ചെയ്തു. ഒരുത്തന് പോലും ദൈവം അതിന്റെ പൂർണ്ണത കൊടുത്തില്ല. വൈ? നാം കൂടെ ചെന്നിട്ട്, ഞാനും നിങ്ങളും കൂടെ ചെന്നിട്ട് ഒരുമിച്ച് പ്രതിഫലം പകുക്കുവാൻ കർത്താവ് കാത്തിരിക്കുക. നാം എത്രയും പ്രാപിക്കും. പത്രോസ് ഓടി, ആ റെക്കോർഡ് ദൈവത്തിൻ്റെ ഉണ്ട്. പൗലോസ് ഓടി, ആ റെക്കോർഡ് ദൈവത്തിൻ്റെ ഉണ്ട്. ഞാൻ ഓടിക്കൊണ്ടിരിക്കുക, എൻ്റെ ഓട്ടം തികയുമ്പോൾ റെക്കോർഡ് തമ്പുരാൻ എടുക്കും. നിങ്ങളിൽ ഓരോരുത്തരുടെ ഓട്ടം തികയുമ്പോൾ റെക്കോർഡ് ദൈവം എടുക്കും. ആർക്കായിരിക്കും ഫസ്റ്റ്? നാം വിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുക. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് അവരിൽ ആരെയും നോക്കരുത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായി യേശുവിനെ നോക്കിക്കൊണ്ട് ഓടുക. നീ ചെയ്തത് പത്രോസ് ചെയ്തിട്ടില്ലല്ലോ, ആര് നോക്കുന്നു? നീ ചെയ്തത് പൗലോസ് ചെയ്തില്ലല്ലോ, ഞാനിപ്പോ എന്ത് ചെയ്യാൻ കൊണ്ടല്ല ഞാൻ ചെയ്യേണ്ടി വന്നേ. എന്റെ നോട്ടം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായി യേശു. മനുഷ്യനെ അനുകരിക്കരുതേ, അവരിൽ ബലഹീനതകൾ കാണുന്നു. നാം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ ക്രിസ്തുവിനെ നോക്കുക. എന്നങ്ങനെ ഓടുവാൻ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിക്കാമോ? ദൈവത്തിന് ഏതാണ്ടൊക്കെ ചെയ്യാനുണ്ട്. ഇന്നത്തെ ദിവസം എനിക്കറിയാം 8 മണിക്ക് നിർത്തണമെന്ന് എന്നോട് പറഞ്ഞത്. അതിന് മുമ്പേ നിർത്താൻ നോക്കി ഒത്തില്ല, 8 എന്നല്ല. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ടൈം എടുക്കണമെന്ന് എൻ്റെ ഹൃദയം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി എടുക്കുവാൻ ഇവിടെ കൊണ്ട് ദൂരം നിർത്തുക. എണ്ണത്തിൽ നമ്മൾ വളരെ കുറവായിരുന്നു, പക്ഷെ ഗുണമേന്മയിൽ ദൈവം വളരെ ഗൗരവമായി നമ്മെ മാനിച്ചു. ആഴങ്ങളിലേക്ക് ഇറങ്ങി ഒരു ലീഡർഷിപ്പ് ക്ലാസ് ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നത് എനിക്ക് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇത്തലമുറയ്ക്ക് പ്രയോജനപ്പെടുവാനുള്ള 2-3 പേരെ തമ്പുരാൻ ഇതിനകത്ത് ചരിത്രം തിരുത്തി എഴുതാൻ, പഴയ ബുക്ക് ക്ലോസ് ചെയ്ത് പുത്തൻ ബുക്ക് എടുക്കുന്നത് പോലെ. ഞാൻ പറഞ്ഞു, പലരുടെയും ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ കണ്ടേക്കാം. ചിലതിന് പുതിയ ബുക്ക് ഏൽപ്പിക്കാൻ പോകാം, പുതിയ ബുക്ക് എഴുതാൻ പോകാം. 3 പേര് എല്ലാ കണ്ണുകളും ഒന്ന് അടയ്ക്കണം. ദയവായി യേശുവേ, അടിയൻ അങ്ങയുടെ മകന്, അങ്ങയുടെ ദാസന്, അങ്ങ് അയച്ചതുകൊണ്ട് ഇവിടെ വന്നതാ. UK ഒരു കാഹളം ഊതുവാൻ, ദൈവവചനത്തിന്റെ ആധികാരികതയിൽ ബേസ് മുതൽ ചിന്തിച്ചു തുടങ്ങുവാൻ, ദൈവവചനത്തിന്റെ നിഷ്കളങ്കത ദൈവജനത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ, അതിനുവേണ്ടി ആകാംക്ഷയോടെ സമയം മുടക്കി വന്നിരിക്കുന്നവരുടെ മുമ്പിൽ തിരുവചനം വിശദീകരിക്കുവാൻ അടിയങ്ങൾക്ക് തന്ന ആ കഴിവിനായി, അറിവിനായി, സമയത്തിനായി, ആരോഗ്യത്തിനായി, കൃപയ്ക്കായി അടിയങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു എന്ന് ദൈവത്തിനത് ചെയ്യണേ. അങ്ങ് ചില വിത്തുകൾ പാകിയതിനായി സ്തോത്രം. ഇന്നത് ചെയ്യണം.
യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആരും കണ്ണു തുറക്കാതെ ഞാൻ പറയുന്നത് ധ്യാനിക്കുമെങ്കിൽ നല്ലത്. ഒരൊറ്റ ആപ്പിൾ ഒരു ശാസ്ത്രജ്ഞന്റെ കയ്യിൽ കിട്ടിയാൽ അതിനകത്തുള്ള ആപ്പിളിന്റെ അകത്തെ കുരുക്കൾ നോക്കിയിട്ട് ശാസ്ത്രജ്ഞൻ പറയും, ഇതിൽ ഓരോ കുരുവും ഓരോ ആപ്പിൾ മരമാകാൻ കഴിയും. വർഷങ്ങൾക്കപ്പുറം 1000 ആപ്പിളുകൾ അതിൽ കായ്ക്കും. അതിലുണ്ടാകുന്ന 10,000 ആപ്പിൾ അരികൾ അടുത്ത 10,000 വൃക്ഷങ്ങളായി മാറാം. ഒരൊറ്റ ആപ്പിളിന്റെ അരിയിൽ നിന്ന് ഒരു വൻമല നിറച്ച് ഫലവത്തായ ആപ്പിൾ കാണുവാൻ തനിക്ക് കഴിയും. എൻ്റെ ദൈവവും അതാ. ഉളവായി വരട്ടെ എന്നതിന്റെ വാക്ക് ഇന്നും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടിരിക്കുക. നിങ്ങളിൽ ചിലർക്ക് അനുകൂലമായി ചില വാക്കുകൾ എൻ്റെ ദൈവം പറഞ്ഞെങ്കിൽ അതിന്റെ ക്രിയാശക്തി ഇന്നും തുടരുക. കഴിഞ്ഞ അനുഭവങ്ങളിൽ ഇനി എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചതിന് പഴയത് വലിച്ചു കീറി പുതിയത് ഏൽപ്പിക്കുന്ന ദൈവം എന്ന് ചില പുതുമകൾ ചിലരുടെ മേൽ പകരട്ടെ, എന്തെങ്കിലും പുതുമകൾ എല്ലാവർക്കും തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട ഒരു അവസരം. ഞാൻ പ്രാരംഭമായി ദേശത്തിന്റെ മീതെ വ്യാപരിക്കുന്ന ദുഷ്ടവ്യാപാര ശക്തികളെ ഒന്ന് ശാസിച്ച് വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിന്റെ കാൽവരിയുടെ സാധ്യതകൾ നാം ഒരുമിച്ചൊന്ന് ഏറ്റുപറയുന്നത് നല്ലതാണ്. കർസ് ബ്രേക്കിങ്ങിന്റെ ഏറ്റവും പ്രധാന ഭാഗം, ശാപങ്ങൾ പൊട്ടിക്കുന്നതിന്റെ ഏറ്റവും പ്രധാന ഭാഗം യേശുവിന്റെ കാൽവരി ഏറ്റുപറയുന്നതും അവരവരുടെ കുറവുകൾ ദൈവത്തോട് ഏറ്റുപറയുന്നതുമാണ്. വ്യക്തി ജീവിതത്തിൽ ഓർമ്മ വരുന്ന സകല കുറവുകളും ഇതിനു മുമ്പേ ദൈവത്തോട് ഏറ്റുപറഞ്ഞിട്ടില്ലാത്തത് നിശ്ചയമായി ഒരു പ്രാവശ്യം കൂടെ ഏറ്റുപറയുവാൻ ഇന്ന് സമയമെടുക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഏത് രഹസ്യത്തെയും കാണുന്നവനായ ദൈവം, ഏത് രഹസ്യത്തെയും അറിയുന്നവനായ ദൈവം ഇന്ന് എന്നെയും നിങ്ങളെയും അറിയുന്നു. നമ്മുടെ കുറവുകൾ ദൈവത്തോടെ ഏറ്റുപറയാം. അവയെ സഭയെ ഞാൻ അവിടുത്തെ കരങ്ങളിൽ തരുന്നു. ഒരു വ്യക്തിയേക്കാൾ ഒരു കുടുംബത്തെക്കാൾ അങ്ങ് സഭയ്ക്ക് വേണ്ടി വിലമുടക്കിയതിനായി സ്തോത്രം. സഭയ്ക്കായി വിലമുടക്കിയതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഈ സഭയെ അനുഗ്രഹിക്കും. ഞാൻ ഈ സഭയെ അനുഗ്രഹിക്കും. ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തികളെ അതിനെ അനുഗ്രഹിക്കുന്നു. അവരുടെ കുറവുകൾ ക്ഷമിക്കണേ കർത്താവേ, ക്ഷമിക്കണേ. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ കാൽവരിയെ ഏറ്റു പറയട്ടെ. യേശു കാൽവരിയുടെ വിടുതൽ ഈ ദേശത്ത് നടമാകേണ്ടതിന്, സഭ വിടിവിക്കപ്പെടേണ്ടതിന്, പൊട്ടി വികസിക്കേണ്ടതിന് തമ്പുരാൻ ഇടയാക്കണം. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ യേശുവിന്റെ കാൽവരിയുടെ പ്രധാന സാധ്യതകൾ ഓരോന്നോരോന്നായി ആദ്യം പറയാം. ഒന്ന്, യേശു മരിച്ചതുകൊണ്ട് നമുക്ക് നിത്യജീവൻ ലഭിച്ചു. ക്രിസ്തുവിന്റെ മരണം മാത്രമാണ് നമ്മുടെ നിത്യജീവന് കാരണമായത്. രണ്ട്, യേശു ശിക്ഷിക്കപ്പെട്ടതിനാൽ നമുക്ക് ക്ഷമ ലഭിച്ചു. യേശു ശിക്ഷ ഏറ്റെടുത്തു, നമുക്ക് ക്ഷമ ലഭിച്ചു. മൂന്ന്, യേശു നിന്ദിതനാകയാൽ നാം മാനിക്കപ്പെട്ടു. നാല്, യേശു അടിയേറ്റു, തന്റെ അടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യമായി. അഞ്ച്, യേശു ദരിദ്രനായി, നാം സമ്പന്നരായി. ആറ്, യേശു ശാപമായി, നാം അനുഗ്രഹിക്കപ്പെട്ടു. ഏഴ്, പിതാവ് യേശുവിനെ പുത്രത്വത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു, നമ്മെ മക്കളായി അംഗീകരിച്ചു. ആറേഴ് ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യതകൾ ക്രൂശ് മുഖേന നമുക്ക് ലഭിച്ചു. തിരുവചനത്തിൽ നമ്മുടെ ബലഹീനതകളും ദോഷങ്ങളും രോഗങ്ങളും കടങ്ങളും ഭാരങ്ങളും പീഡകളും കൊണ്ട് ഏൽപ്പിച്ച് അതിന് പകരം ദൈവത്തിന്റെ നന്മകൾ കരസ്ഥമാക്കി എടുക്കുന്ന ദൈവിക കൈമാറ്റത്തിന്റെ ഇടമാണ് യേശുവിന്റെ കാൽവരി, the place of divine exchange. ഇന്ന് പിതാവായ ദൈവത്തിന് ചിലത് നമ്മുടെ മേൽ കൈമാറാനുണ്ട്. അത് യേശുവിന്റെ കാൽവരി മുഖേനയാണ്.
കാൽവറിയിൽ കൂടെ അല്ലാതെ ദൈവത്തിന് മനുഷ്യനുമായി ബന്ധമില്ല. കാൽവറിയിൽ ഒരൊറ്റ വ്യക്തിത്വത്തെ പോലും താൻ അവഗണിക്കുന്നില്ല. വിശ്വാസത്താൽ നമുക്ക് ക്രിസ്തുവിൻ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഒന്ന് അടുത്തു വരാം. ഒരു നല്ല എക്സസൈസ്, ഇറ്റ്സ് എ മെന്റൽ എക്സസൈസ്. ഞാൻ പറയട്ടെ, ഡോക്ടർ പോൾ യോവിച്ചവരിൽ ഞാൻ കോപ്പി ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് കേട്ടത്. വേറൊരാളിൽ നിന്ന് കോപ്പി ചെയ്യാമോ? എന്നേക്കാൾ ദൈവം പ്രയോജനപ്പെടുത്തിയവരെ കോപ്പി ചെയ്യാം. യേശുവാണ് എൻ്റെ മാതൃക. പക്ഷെ നല്ല മാതൃകകൾ കാണിച്ചു തന്നവരെ ബൈബിൾ വിസ്മരിക്കുന്നില്ല. അവരുടെ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്. എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് അങ്ങനെയുള്ള ചിലരെ നീ മാതൃകയാക്കുന്നു? ചോദിക്കുന്ന സഹോദര, താങ്കളെക്കാൾ അധികം ശുശ്രൂഷ മറ്റവൻ കാഴ്ചവെച്ചതുകൊണ്ട്, എനിക്ക് കണ്ണ് തുറന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങേരെ അനുകരിക്കുന്നു. താങ്കളെ അനുകരിക്കാൻ താങ്കളുടെ ബുദ്ധിയില്ല. 30 വർഷം ശുശ്രൂഷിച്ചിട്ട് നടന്നതിനേക്കാൾ എത്രയോ ഇരട്ടി, എത്രയോ ആയിരക്കണക്കിന്, 1000 മടങ്ങുകൾ വ്യക്തികൾ ഒരുമിച്ച് ചേർക്കുവാൻ പോൾ യോവിച്ചവനെ ദൈവം സഹായിച്ചു. അർഹത ഉള്ള ഒരാളിന്റെ വിശ്വാസത്തിന്റെ ചില വാക്കുകൾ, ചില ആശയങ്ങൾ ഞാൻ ഏറ്റെടുക്കട്ടെ. പോൾ യോവിച്ചവൻ ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഹൃദയത്തിലെ കണ്ണുകൊണ്ട് നമുക്ക് പലതും കാണാം. യേശുവിന്റെ കാൽവരിയെ നിങ്ങളുടെ വിശ്വാസ കണ്ണുകളാൽ, ഹൃദയ കണ്ണുകളാൽ ഒന്ന് കാണുക. ഇതാ യേശു കാൽവരിയിൽ തൂങ്ങിക്കിടക്കുന്നു. തന്റെ കൈകളിൽ ആണി അടിച്ചിടത്തു നിന്ന് രക്തം ഒഴുകുന്ന കാഴ്ച ഒന്ന് കണ്ടാൽ, ആ വലങ്കയുടെ താഴെയായി നിങ്ങൾ തന്നെ നിൽക്കുന്നതായി ഒന്ന് കണ്ടാലും, ആ കയ്യിൽ നിന്ന് ഒഴുകുന്ന രക്തം നിങ്ങളുടെ തലവേൽ ചില തുള്ളികൾ വീഴുന്നത് ദയവായി വിശ്വാസ കണ്ണുകളാൽ കണ്ടാലും, യേശുവിന്റെ കാൽവരിയെ വിശ്വാസ കണ്ണാൽ കണ്ടാലും, തന്റെ കയ്യിൽ നിന്ന് ഒഴുകുന്ന രക്തം നിങ്ങളുടെ തലയിൽ വീഴുന്നത് വിശ്വാസ കണ്ണാൽ കണ്ടാലും, വിശ്വാസത്താൽ കാഴ്ച കാണുമ്പോൾ, പോൾ യോവിച്ചവന്റെ ഭാഷയിൽ പരിശുദ്ധാത്മാവിന്റെ ഭാഷയാണ് ദർശനങ്ങൾ. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുന്നത് ദർശനങ്ങൾ കൊണ്ടാണ്. എങ്കിൽ ഈ ദർശനം പരിശുദ്ധാത്മാവിന്റെ ഭാഷയാണ്. നിങ്ങൾ ഈ ദർശനം കാണുമ്പോൾ നിങ്ങൾ ആത്മാവിന്റെ ഭാഷയില്ല. നിങ്ങളുടെ ഹൃദയം അറിയുന്നവനായ ദൈവം നിങ്ങളുടെ കാഴ്ചയെ അറിയുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഭാഷയില്ല. ആ ഭാഷ ദൈവത്തിന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മേൽ ആ രക്തം വീഴുന്നതായി കാണും. നിങ്ങൾക്ക് വിരോധവും പ്രതികൂലവുമായ രേഖയുടെ മേൽ ആ രക്തം വീഴുന്നതായി കാണും. നിങ്ങൾക്ക് ലഭിക്കേണ്ട ഡോക്യുമെന്റുകളുടെ അടിയിൽ ആ രക്തം വീഴുന്നതായി കാണും. നിങ്ങൾക്ക് ലഭിക്കേണ്ട സിഗ്നേച്ചറുകളുടെ സ്ഥാനത്ത് ആ രക്തം വീഴുന്നതായി കാണും. ആ കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ പറയുന്ന വാചകങ്ങൾ എന്റെ പിന്നാലെ ദയവായി ഏറ്റു പറയണം. യേശുവിന്റെ കയ്യിൽ അടിച്ച ആണിയിൽ നിന്നുള്ള രക്തം ഇതാ നിങ്ങളുടെ തലമേൽ വീഴുന്നത് കണ്ട്, നിങ്ങൾക്കുള്ള വസ്തുക്കളുടെ മേൽ വീഴുന്നത് കണ്ടുകൊണ്ട് ഞാൻ പറയുന്ന കാഴ്ച വാചകങ്ങൾ ദയവായി എന്റെ പിന്നാലെ ശക്തമായി ഏറ്റു പറയണം. യേശു മരിച്ചു, യേശു മരിച്ചു, എനിക്ക് നിത്യജീവൻ ലഭിച്ചു, എനിക്ക് നിത്യജീവൻ ലഭിച്ചു. യേശു അടിയേറ്റു, അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമായി, എനിക്ക് സൗഖ്യമായി. യേശു ശിക്ഷിക്കപ്പെട്ടു, എനിക്ക് ക്ഷമ ലഭിച്ചു. യേശു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു, പിതാവിനെ അംഗീകരിച്ചു. യേശുവിനെ പുത്രൻ എന്ന സ്ഥാനത്ത് നിന്ന് പിതാവ് തൽക്കാലം തള്ളിക്കളഞ്ഞു. എന്നെ ഞങ്ങളെ മക്കളാക്കി മാറ്റി, എന്നെ ദൈവവൈതലാക്കി മാറ്റി. യേശു നിന്ദിക്കപ്പെട്ടു, ഞാൻ മാനിക്കപ്പെട്ടു. ഈ രക്തം അതിന് സാക്ഷി. യേശു എന്നെ അംഗീകരിച്ചു. യേശു നിന്ദിക്കപ്പെട്ടു, ഞാൻ മാനിക്കപ്പെട്ടു. യേശു ദരിദ്രനായി എന്നെ സമ്പന്നനാക്കി. യേശു അടിയേറ്റു, എനിക്ക് സൗഖ്യമായി. യേശു പിതാവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു, പിതാവിനെ അംഗീകരിച്ചു. യേശു ഒരു ശാപമായി, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഇത് ഞാൻ വിശ്വസിക്കുന്നു, ഇത് ഞാൻ അംഗീകരിക്കുന്നു. ഞാനൊരു ദൈവവൈതലാണ്. ഈ രക്തം എന്നെ കഴുകി, ഈ രക്തം എന്നെ ശുദ്ധീകരിച്ചു. ഞാൻ ഈ രക്തത്തിന്റെ വിലയാണ്. ഞാൻ കാൽവരിയിൽ
രൂപാന്തരം പ്രാപിക്കുന്നു. ഞാൻ കാൽവരിയിൽ രൂപാന്തരം പ്രാപിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഇത് ഞാൻ അംഗീകരിക്കുന്നു. യേശുവേ, ഇത് അംഗീകരിച്ച ജനത്തെ ഞാൻ അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ഈ പട്ടണത്തിന്റെ മുകളിൽ ദൈവക്രിയ വ്യാപരിക്കാതെ തറഞ്ഞു നിന്ന ശക്തികൾ നസറായന്റെ അധികാരത്തിൽ പൊട്ടിമാറുവാൻ സഭയായി ഞങ്ങൾ അതിനെ ശാസിക്കുന്നു. ഈ കാഹളം ഞങ്ങളുടെ ഊതുന്നു. പിശാചേ, നിന്റെ ശക്തികൾ പൊട്ടി. എന്തോ ഒരു മേഘം മാറിയതുപോലെ ഒരു തെളിച്ചം എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സമയത്ത് എൻ്റെ മേൽ ഒരു അഭിഷേകത്തിന് വേണ്ടി, ഒരു ദൈവശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള സ്ത്രീ പുരുഷ ഭേദമില്ലാതെ, പ്രായ വ്യത്യാസമില്ലാതെ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റാട്ടെ. അടുത്ത 20 മിനിറ്റ് എങ്കിലും എൻ്റെ മുമ്പിലുണ്ട്. അത്ര എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മേലൊരു ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കാനുണ്ട്, അതെനിക്കറിയാം. അതിന് എൻ്റെ അകത്ത് തന്നിട്ടുണ്ട്. എൻ്റെ ശരീരം അത് തിരിച്ചറിയുന്നു, എൻ്റെ ആത്മാവ് അതിന് വാഞ്ചിക്കുന്നു, കൊതിക്കുന്നു. എനിക്കറിയാം ദൈവം ചെയ്യാൻ പോവുകയാണെന്ന്. ഒരു ധൈര്യം ദൈവം എനിക്ക് തരുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ ഗ്രഹിക്കുന്നു എന്നുള്ള ഇന്ന് ആ അവസരം ഉപയോഗിക്കുവാൻ ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ കൈ മറ്റാരുടെയെങ്കിലും കൈ പോലെ ബലഹീനമാണ്. പക്ഷെ എൻ്റെ മേലുള്ള അഭിഷേകം അത് തന്നവൻ്റെ ശക്തിയുള്ളതാണ്. ദൈവം ഒരു അഭിഷേകത്തോടെ അയച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞാൻ ഷെഫീൽഡിൽ വെച്ച് പറഞ്ഞിരുന്നു, ഇവിടെ പറഞ്ഞില്ല. ഞാനിപ്പോൾ UK വരുവാൻ എനിക്ക് സമയമുണ്ടായിട്ടല്ല. ഞാൻ നിന്നെ ഒരു കാഹളം ഏൽപ്പിക്കുന്നു, UK ഊതണം എന്ന് ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ടാണ്. ബലഹീനതകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ദൈവം തരുന്ന ഗൗരവത്തിൽ അത് ചെയ്യുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെട്ടു വന്നു. ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, ആത്മയുദ്ധത്തിന് വേണ്ടി ആ കാഹളം ഊതുവാൻ തമ്പുരാൻ കൃപ തന്നു. ഒരു ഇമ്പാർട്ടേഷൻ ഉണ്ടെന്ന് കഴിഞ്ഞ രാത്രി മുതൽ ദൈവം ഇടപെട്ടു. 3 വ്യക്തികളുടെ ശൈലി മാറുകയാണ്. പുതിയ പുസ്തകങ്ങൾ ഏൽപ്പിക്കുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടു. നിങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ കുറിച്ചു വെച്ചാൽ 7-8 വർഷങ്ങൾ കഴിഞ്ഞാൽ കർത്താവ് വരാൻ താമസിച്ചാൽ പുസ്തകങ്ങളാക്കി പുറത്തു വരത്തക്കവണ്ണം വൻ അത്ഭുതങ്ങൾ നടക്കും. വിശ്വാസത്തോടെ ആ അനുഭവം ഉള്ളവർ, അല്ലെങ്കിൽ എനിക്കത് വേണമെന്ന് നിർബന്ധമുള്ളവർ ദയവായി മുൻപിലേക്ക് വരാൻ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥനാ വേളയിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ചലിച്ചാൽ എന്തും സംഭവിക്കാം. ആത്മവിമർശന നടക്കാം. ദയവായി 2-3 മിനിറ്റ് കൂടി ഇരിക്കാം. 2-3 മിനിറ്റ് കൂടി ഇരിക്കാം. ശലോമോന്റെ ദേവാലയത്തിൽ ശലോമോൻ ഒരു ആലയം പ്രതിഷ്ഠ നടത്തി. പഴയ നിയമത്തിൽ ശലോമോന്റെ ദേവാലയത്തിന് അദ്ദേഹം ഒരു ആലയം പ്രതിഷ്ഠ നടത്തി. ദേവാലയത്തിന്റെ പുറകിലത്തെ അറ്റത്ത് അതിപരിശുദ്ധ സ്ഥലവും അത് കഴിഞ്ഞാൽ വിശുദ്ധ സ്ഥലവുമുണ്ട്. വിശുദ്ധ സ്ഥലം തീർന്നാൽ 2ാമത്തെ തിരശ്ശീല ഇട്ടിട്ടുണ്ട്. ആ തിരശ്ശീല കഴിഞ്ഞാൽ പ്രാകാരമാണ്. ആ പ്രാകാരത്തിന്റെ കിഴക്കേ അറ്റത്ത്, അതായത് വിശുദ്ധ സ്ഥലത്തിന്റെ തിരശ്ശീലയുടെ തൊട്ട് ഒരു 120 പുരോഹിതന്മാർ നിന്നു. അവരൊരുമിച്ച് നിന്നുകൊണ്ട് അവൻ നല്ലവനല്ലോ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്നവർ പാടി. അവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അന്തർമന്ദിരത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. അതൊരു മേഘമായി അവർ കണ്ടു. ആ മേഘം അവിടെ നിറഞ്ഞു. ഇവർ പിന്നെയും വെളിയിൽ നിന്ന് പാട്ടാ. ആ മേഘം അവിടെ നിന്ന് കവിഞ്ഞ് വിശുദ്ധ സ്ഥലത്തേക്ക് വന്നു. അവർ പിന്നെ പാടുക. അടുത്ത പദം തിരുവചനം പറയുന്നത് അവർക്ക് നിൽപ്പാൻ കഴിഞ്ഞില്ല. ദൈവത്തിന്റെ ശക്തി അവരെ മണ്ണിലേക്ക് തള്ളിക്കളഞ്ഞു. നാഫൽ എന്ന എബ്രായ പദമാണ്. തടി വെട്ടിയിട്ടതുപോലെ, കല്ലെടുത്തെറിഞ്ഞാൽ താഴെയോട്ട് വീഴുന്നത് പോലെ ആ 120 പേർ വീണു. എബ്രായ ഭാഷ ചൊവ്വ അറിയാവുന്നവർ പറയുന്നത് ദൈവിക കാബൂത്ത്, ദൈവത്തിന്റെ ഘനമുള്ള സാന്നിധ്യം അവരെ മണ്ണിലേക്ക് ഞെക്കിക്കളഞ്ഞതിനാൽ അവർക്ക് എഴുന്നേൽക്കുവാൻ കഴിഞ്ഞില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 1ാം സ്ഥാനമായ അതിപരിശുദ്ധ സ്ഥലം നിറഞ്ഞു കവിഞ്ഞു. 2ാം സ്ഥലമായ വിശുദ്ധ സ്ഥലം നിറഞ്ഞു കവിഞ്ഞു. പ്രാകാരത്തിലേക്ക് രശ്മികൾ ഇറങ്ങുമ്പോൾ അതിനോട് തൊട്ടടുത്ത് നിന്നവരുടെ മേൽ ആദ്യം തൊട്ടു. അവരാണ് താഴെ വീണത്. മറക്കരുത്, ഞാനും നിങ്ങളും ദൈവത്തിന്റെ ആലയങ്ങളാണ്. നിങ്ങളും ഞാനും ദൈവത്തിന്റെ ആലയങ്ങളാണ്, ദേവാലയങ്ങളാണ്. നമ്മുടെ അതിപരിശുദ്ധ സ്ഥലം നമ്മുടെ ആത്മമണ്ഡലമാണ്. നമ്മുടെ വിശുദ്ധ സ്ഥലം നമ്മുടെ ജീവമണ്ഡലമാണ്. അവിടെയാണ് നമ്മുടെ ഇമോഷനുകൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ശരീരമണ്ഡലം നമ്മുടെ പ്രാകാരമാണ്. ദൈവശക്തി നിറയുന്നത് അതിപരിശുദ്ധ സ്ഥലത്താണ്. കഴിഞ്ഞ 2 രാപകലുകളായി, കഴിഞ്ഞ ഒരു പകലും കഴിഞ്ഞ ഈ 2 രാത്രികളിലുമായി നമ്മുടെ ആത്മമണ്ഡലത്തിൽ ഒരളവിന് മുകളിൽ ദൈവശക്തി നിറഞ്ഞു. അതവിടെ നിറഞ്ഞ് കവിഞ്ഞതിന്റെ റിഫ്ലക്ഷൻ 2ാം മണ്ഡലത്തിലേക്ക് വന്നു. 2ാം മണ്ഡലത്തിലാണ് നമ്മുടെ ഇമോഷൻസ് ഇരിക്കുന്നത്. നമ്മുടെ ഇമോഷൻസിലാണ്, നമ്മുടെ വികാരങ്ങളിൽ, നമ്മുടെ ജീവശക്തിക്ക്, നമ്മുടെ ജീവമണ്ഡലത്തിലാണ് നമ്മുടെ ഇമോഷൻസ്, വികാരങ്ങൾ. അതിനെ തൊട്ടു. ഇതിനകത്തിരിക്കുന്ന കുറെ പേർക്കൊരു അനുഭവമുണ്ട്. എന്തിനെന്നറിയാതെ അവരുടെ കണ്ണ് നിറയുന്നുണ്ട്. എന്തിനെന്ന് അവർക്കറിയാൻ വയ്യ, അവരുടെ കണ്ണ് നിറയുന്നുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ പ്രത്യേക സ്വഭാവം ഒരൊറ്റ ദുഃഖ സംഭവം മെസ്സേജിന്റെ കൂട്ടത്തിൽ ചേർക്കാതെ ശ്രദ്ധിക്കും. നിങ്ങളെ ദുഃഖിപ്പിക്കാനല്ലല്ലോ കർത്താവ് വിളിച്ച്, സന്തോഷിപ്പിക്കാനല്ലേ. അപ്പൊ ദുഃഖ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല, ആരുടെയും നഷ്ടത്തെ കുറിച്ച് പറഞ്ഞില്ല, ശാപത്തെ കുറിച്ച് പറഞ്ഞില്ല. പിന്നെ എന്തിനാ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞെന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. എൻ്റെ കണ്ണ് നിറഞ്ഞൊന്ന് അനുഭവങ്ങൾ എത്ര പേരുടെ കയ്യിൽ നിന്നുണ്ട്. ഇതാണ് ഇനി അറ്റം വരെ അങ്ങേ അറ്റം വരെ കയ്യിലെത്തിട്ടു. എന്നാ പറ്റില്ല നിങ്ങൾക്ക്? എന്റെ അതിപരിശുദ്ധ സ്ഥലമായ ആത്മമണ്ഡലത്തിൽ ദൈവസാന്നിധ്യം നിറഞ്ഞ് കവിഞ്ഞു. അത് 2ാം മണ്ഡലമായ ജീവമണ്ഡലത്തിലേക്ക് കയറി എന്റെ ഇമോഷൻസിനെ തൊട്ടു. അതുകൊണ്ടാ കണ്ണിലൂടെ കണ്ണുനീർ വന്നത്. ഇറ്റ്സ് ആൻ ഇമോഷണൽ എക്സ്പ്രഷൻ. ഹോളി ലാഫ്റ്റർ നടക്കുന്ന സമയങ്ങളിൽ ചിലർ ചിരിച്ചെന്ന് വരും. ഇറ്റ്സ് ഇമോഷണൽ എക്സ്പ്രഷൻ. ചിലർ കരഞ്ഞെന്ന് വരും. എന്നിവിടെ സംഭവിച്ചു.
ഇതൊന്നും ഇന്നത്തെ പുതുമയല്ല. ആരംഭകാലം മുതൽ പരിശുദ്ധാത്മാവ് ഇത് ചെയ്യാറുണ്ട്. ഞാൻ അടുത്ത മണ്ഡലത്തിലേക്ക് കയറുക. ആത്മമണ്ഡലം നിറഞ്ഞ് കവിഞ്ഞാൽ അത് പ്രദർശിപ്പിക്കുവാൻ നമുക്ക് ചാടാനോ തുള്ളാനോ ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ പോകും. അത് കൊടുത്തില്ലെങ്കിൽ അവിടെ നിറഞ്ഞ് കവിഞ്ഞാൽ ശരീരമണ്ഡലത്തെ തൊടും. അവിടെയാണ് ആത്മവിവശത തറയുന്നത്. ഞാനതിൽ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എബ്രായ ഗ്രീക്ക് വാക്കുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ദൈവിക കാബൂത്ത് ഇതിനകത്ത് നിറയുന്നത് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. തുടർന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചലരായി ദിവസത്തിൽ നിൽക്കുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ ആത്മവിവശത വന്നെന്ന് വരാം. അങ്ങനെ ഒരു ആത്മവിവശത വന്നാൽ അവർ താഴെ വീണെന്ന് വരാം. അവരുടെ രണ്ടാമത്തെ റോയിൽ നിൽക്കുന്നവർ ദയവായി അവരെ ഒന്ന് താങ്ങി കിടത്തണേ എന്നെനിക്കൊരപേക്ഷ. പിന്നെ അവരെ തുടരുത്, ഡിസ്റ്റർബ് ചെയ്യരുത്. ചിലർ അല്പ ദീർഘസമയം കിടന്നോട്ടെ. അവർ ദൈവം ഇടപെടുന്ന പ്രത്യേക സമയം. ചിലർക്ക് രോഗസൗഖ്യം ലഭിക്കും, ചിലരുടെ സ്വഭാവം മാറും. ചിലരിലൂടെ ദൈവശക്തി വ്യാപരിക്കുന്നതോടെ ദേശത്തുള്ള ശക്തികളുമായി പിശാചുമായി സ്വർഗത്തിൽ ദൈവം വഴക്കിടും, അല്ലെങ്കിൽ അതിനെ വിട്ടു. നമ്മുടെ മൺകൂടാരങ്ങളെയാണ് അതിന് വിട്ടുകൊടുക്കുന്നത്. ചിലർക്ക് ചിലപ്പോൾ ദർശനങ്ങൾ കിട്ടിയേക്കാം, ചിലർ ആത്മാവിന്റെ പുതിയ അനുഭവങ്ങൾ പ്രാപിക്കാം, ചിലർക്ക് ജയജീവിതം ഗ്രാൻഡ് ചെയ്യും. ഒരുപാട് സംഭവങ്ങളുണ്ട്. ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ആത്മവിശ്വാസം നടക്കുന്നവർക്ക് ഒരു ഗുണവുമില്ല. ഞാൻ അന്നേരോട് ചോദിച്ചിട്ടുണ്ട്, താങ്കൾ വീണിട്ടുണ്ടോ? ഇല്ല. തന്റെ പരിചയത്തിൽ വീണവരാരെങ്കിലും തന്നെ ചർച്ചയിലുണ്ടോ? അതുമില്ല. ഇവിടെ അനുഭവം ഇല്ലാത്തവർ എങ്ങനെ അനുഭവ സാക്ഷി പറയുന്നു? എനിക്ക് വീട്ടിൽ പോയി കൂടി വിവരമില്ലാത്ത എങ്ങനെ അനുഭവ സാക്ഷി പറയാനാകുന്നത്? ബാംഗ്ലൂരിലെ എൻ്റെ ചർച്ചയിൽ 1000 വീണത് ഞാൻ കണ്ടു. രോഗസൗഖ്യങ്ങൾ ഡസൻ കണക്കിന് കണ്ടു. സ്വഭാവ രൂപീകരണങ്ങൾ ഡസൻ കണക്കിന് കണ്ടു. പൊട്ടാത്ത പൈശാചിക കെട്ടുകൾ പൊട്ടുന്നത് ഞാൻ ഡസൻ കണക്കിന് കണ്ടു. അനുഭവസ്ഥരോട് ചോദ്യം, വഴിയെ പോയവരോട് ചോദിക്കാത്ത. കള്ളു കുടിച്ചിട്ടില്ലാത്ത ഞാൻ കള്ളു കുടിച്ചാൽ അനുഭവം എങ്ങനെ പറയും? ഞാൻ കള്ളുകുടിയെ കുറിച്ച് പ്രസംഗിക്കാൻ നിങ്ങളെന്ന് പൊയ്ക്കോണം. കാര്യം ഞാൻ മണ്ടത്തരം പറയില്ല, എനിക്കിതിനെ കുറിച്ച് അറിയാൻ വയ്യ. ആത്മവിശ്വതയിലായിട്ടില്ലാത്ത ആക്കിയിട്ടില്ലാത്ത ഒരുത്തൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ആരുടെ? അങ്ങനെയും പൊട്ടന്മാരുണ്ടോ കേട്ടുകൊണ്ടിരിക്കുക? അനുഭവത്തിൽ നിന്ന് എനിക്ക് തൊട്ടതാ. ദൈവമാളുകളെ വിടുവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ പോകാൻ ഇനി ഉദാഹരണങ്ങൾക്ക് സമയമില്ല. വീണ്ടും ദയവായി എല്ലാവരും എഴുന്നേറ്റാൽ